അപ്പോൾ എല്ലാവർക്കും PK ലേണിംഗ്സിന്റെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ പുതിയൊരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്, ഫസ്റ്റ് എയ്ഡ്. നിങ്ങൾ ഫയറിന്റെ എല്ലാ ടോപ്പിക്സും കഴിഞ്ഞു. അപ്പോൾ ഫയർമാന്റെ ഫസ്റ്റ് എയ്ഡ് എന്നുള്ള പുതിയൊരു ടോപ്പിക്കാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം അതിന് 9 മാർക്കാണ് വരുന്നത്. ഓക്കെ, 9 മാർക്കാണ്. ഫയറിന് 9 മാർക്കായിരുന്നു, ഈ ഫസ്റ്റ് എയ്ഡിനും 9 മാർക്കാണ്. അപ്പോൾ നിങ്ങൾ ഫയർ പഠിച്ചു, നിങ്ങളെ വീഡിയോ ഒക്കെ കണ്ടു, നിങ്ങൾക്കെല്ലാം മനസ്സിലായി ഓക്കെ എന്ന് വിശ്വസിക്കുന്നു. അപ്പം ഈ ഒരു ഫസ്റ്റ് എയ്ഡിന്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നമുക്ക് ഫയറിനെക്കാളും കുറച്ചും കൂടെ എളുപ്പം നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ഏരിയയാണ് ഫസ്റ്റ് എയ്ഡ്. കാരണം പലതും നമുക്കറിയാവുന്ന കുറേയൊക്കെ നമുക്കറിയാവുന്ന കാര്യങ്ങളാണ്, ചില കാര്യങ്ങൾ നമുക്ക് അറിയില്ല, അതൊക്കെ നമ്മൾ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യും. പക്ഷെ പല ചോദ്യങ്ങൾക്കും നമ്മുടെ ഒരു ഒരു കോമൺ സെൻസ് കൊണ്ട് തന്നെ നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും ഇതിൽ വരുന്നത്. ഓക്കെ, പിന്നെ കുറച്ചും കൂടെ സിമ്പിൾ ആയിരിക്കും, നമുക്ക് പെട്ടെന്ന് വായിച്ചാലും മനസ്സിലാവുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിൽ പ്രതീക്ഷിക്കാവുന്നത്. പിന്നെ 12th ലെവൽ ആയതുകൊണ്ട് ഒരുപാട് കടുപ്പിക്കുകയില്ല, ഒരു മീഡിയം കൈൻഡ് ഓഫ് എക്സാം നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. ഓക്കെ, അപ്പം നമുക്ക് നമ്മുടെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഫസ്റ്റ് എയ്ഡിൽ നമ്മൾ ഫസ്റ്റ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ സിലബസിലുള്ള ഏറ്റവും ആദ്യത്തെ ഒരു ടോപ്പിക്കിന്റെ സബ് ടോപ്പിക്കാണ്, അതായത് കൺസെപ്റ്റ്സ്. അതായത് ഇതിന്റെ ഒരു ബേസിക് കൺസെപ്റ്റ്, ഫസ്റ്റ് എയ്ഡിന്റെ ബേസിക് കൺസെപ്റ്റ് എന്താണ്, പ്രഥമ ശുശ്രൂഷ, എങ്ങനെയൊക്കെയാണ് പ്രഥമ ശുശ്രൂഷ നൽകേണ്ടത്, പ്രഥമ ശുശ്രൂഷ നൽകുമ്പോൾ എന്തൊക്കെയാണ് നമ്മൾ ഉറപ്പുവരുത്തേണ്ടത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ അതിൽ നോക്കും. അതിൽ നിന്ന് വന്നിട്ട് കുറച്ച് PYQs ഒക്കെ വന്നിട്ടുണ്ട്. നിങ്ങൾക്ക് ആ PYQ ഒക്കെ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഒരു കോൺഫിഡന്റ് ആവും നിങ്ങൾ. അത് മാത്രമല്ല, ആ കൂടെ തന്നെ നമ്മൾ അതിന്റെ അടുത്തൊരു സബ് ടോപ്പിക്, ആ സബ് ടോപ്പിക്ക് തന്നെയുള്ള ഒരു പാർട്ടാണ് ഇമ്പോർട്ടന്റ് ഓർഗനൈസേഷൻസ് ആൻഡ് പേഴ്സൺസ്. അപ്പൊ ഇതും നമ്മൾ ഡിസ്കസ് ചെയ്യും. പ്രധാനപ്പെട്ട വ്യക്തിത്വങ്ങൾ ആരൊക്കെയാണ്, അതുപോലെ തന്നെ പ്രധാനപ്പെട്ട ചില സംഘടനകൾ കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഫസ്റ്റ് എയ്ഡിനെ പ്രോത്സാഹിപ്പിക്കുന്നതിനും അന്താരാഷ്ട്ര തലമായിട്ട് ഫസ്റ്റ് എയ്ഡ് നൽകി വരുന്ന അല്ലെങ്കിൽ ഒരു പരിചരണം നൽകി വരുന്ന ചില ഓർഗനൈസേഷൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അവരുടെ കാര്യങ്ങളും എല്ലാം നമ്മൾ നോക്കും. അപ്പം സിമ്പിളായിട്ട് ഈ ക്ലാസ് കുറച്ച് ലെങ്തി ആയിരിക്കും, പക്ഷേ ലെങ്തി ആകുമ്പോഴും നിങ്ങൾക്ക് ഈ ഒരു ഏരിയ നിങ്ങൾക്ക് കംപ്ലീറ്റ്ലി കവർ ചെയ്യും. ഓക്കെ, നമുക്കൊരു 3 അല്ലെങ്കിൽ ഒരു 4 ക്ലാസ്, മാക്സിമം പോയ 4 ക്ലാസ് അല്ലെങ്കിൽ ഒരു 3 ക്ലാസ്സിൽ ആയിരിക്കും ഈ ഒരു പോർഷൻ തീർക്കുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പം നിങ്ങൾക്കിപ്പം സ്ക്രീനിൽ കാണാം അല്ലേ, പ്രഥമ ശുശ്രൂഷ അഥവാ ഫസ്റ്റ് എയ്ഡ്. അപ്പം നിങ്ങൾ വായിച്ച് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് നോക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പം ഞാൻ ചോദിക്കട്ടെ, എന്താണ് ഫസ്റ്റ് എയ്ഡ്, എന്താണ് അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഏറ്റവും ആദ്യം എത്തുന്ന ഒരു പരിചരണം അല്ലേ, ഏറ്റവും ആദ്യം ഒരു രോഗിക്ക് ഏറ്റവും ആദ്യം എത്തുന്ന ഒരു പരിചരണം. അപ്പൊ ഇതിനെയാണ് ഫസ്റ്റ് എയ്ഡ് എന്ന് പറഞ്ഞത്. അപ്പൊ ഇത് പറയുമ്പോൾ ഞാൻ ഒരു കാര്യം കൂടെ പറയാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതും ചികിത്സയും, അതായത് പ്രഥമ ശുശ്രൂഷയും ചികിത്സയും തമ്മിൽ ഭയങ്കര അന്തരമുണ്ട്. ഓക്കെ, ചികിത്സ എന്ന് പറഞ്ഞത് എന്താണ്, അത് കൃത്യമായിട്ട് ചികിത്സ ചെയ്യാൻ അറിയുന്നവർ ചെയ്യുന്ന കാര്യങ്ങളാണ്. അത് മാത്രമല്ല, ഒരു രോഗശാന്തി എന്നതിനെ മുൻനിർത്തി ചെയ്യുന്ന കാര്യങ്ങളാണ് ഈ ഒരു ചികിത്സ എന്ന് പറയുന്നത്. പക്ഷെ പ്രഥമ ശുശ്രൂഷ എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, അല്ലെങ്കിൽ അതൊരു പരിചരണം മാത്രമാണ്. അതായത് ഒരു രോഗിക്ക് ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കുന്നതിന് മുന്നേ, ഇപ്പൊ ഈ ഒരു മീൻ ടൈമിൽ അവർക്ക് ഈ ഒരു രോഗം കൂടുതൽ വഷളാവാതിരിക്കാൻ, അതുപോലെ രോഗശാന്തി കിട്ടാനൊക്കെ ആയിട്ട് നമ്മൾ ചെയ്യുന്ന, രോഗശാന്തി എന്നതല്ല, ഒരു ചെറിയൊരു ആശ്വാസം നൽകുക എന്നതാണ് ശരിക്കും പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത്. ചെറിയൊരു ആശ്വാസം കൊടുക്കുക. അതുപോലെ ഈ ഒരു പരിക്ക് അല്ലെങ്കിൽ ആൾക്കുണ്ടായേക്കുന്ന അപകടം അതിനെ ഒരു ഗുരുതരാവസ്ഥയിലേക്ക് കൊണ്ടുപോകാതിരിക്കുക എന്നൊക്കെയാണ് ഒരു പ്രഥമ ശുശ്രൂഷകൻ ഉറപ്പുവരുത്തേണ്ട കാര്യം. ഓക്കെ, അപ്പൊ ഈ പ്രഥമ ശുശ്രൂഷകൻ എപ്പോഴും ഉറപ്പുവരുത്തേണ്ട ഒരു കാര്യമുണ്ട്, എന്താണ്, അവർ ഡോക്ടർ അല്ല അല്ലെ, അവരൊരു പ്രൊഫഷണൽ വൈദ്യനല്ല എന്നുള്ളൊരു കാര്യം അവരെപ്പോഴും ഉറപ്പിക്കേണ്ടതുണ്ട്. അപ്പം ഇവര് ചെയ്യേണ്ട കാര്യം ഇത് തന്നെയാണ്. ഏറ്റവും ബേസിക് ആയിട്ടുള്ള ചില റെമഡീസ്, അല്ലെങ്കിൽ ആ ഒരു ചെറിയൊരു വേദന ഇല്ലാതാക്കുക, അല്ലെങ്കിൽ അത് ആ ഒരു പരിക്ക് വഷളാകാതിരിക്കാൻ വേണ്ടി ചെയ്യുന്ന കുറച്ച് കാര്യങ്ങളാണ്. അപ്പൊ നമുക്ക് PPT നമുക്ക് നോക്കാം. എന്താണ്, പരിക്ക് അത്യാഹിതം അല്ലെങ്കിൽ പെട്ടെന്നുള്ള അസുഖം ബാധിച്ച ഒരാൾക്ക് പ്രൊഫഷണൽ വൈദ്യസഹായം എത്തുന്നതിന് മുൻപ് നൽകുന്ന ഉടനടി പരിചരണം. അത്രയേ ഉള്ളൂ പ്രഥമ ശുശ്രൂഷ എന്ന് വെച്ചാൽ. ഇപ്പൊ നിങ്ങൾ ഇതൊന്നും ബൈഹാർട്ട് ചെയ്യോ പഠിക്കുകയൊന്നും ചെയ്യേണ്ട കേട്ടോ, ഇതൊക്കെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കേട്ടിരുന്നാൽ മതി. കാരണം ഇതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷെ അതെന്താണ്, നമ്മളത് കുറച്ചും കൂടെ ഒരു സ്ട്രക്ചേർഡ് ആയിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ ക്ലാസ്സിലൂടെ. അപ്പൊ നിങ്ങളത് കൃത്യമായിട്ട് ഇതൊന്നും ക്ലാസ് കേട്ട് എന്താണ് നമ്മുടെ ഉള്ളിലുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു സ്ട്രക്ചേർഡ് ഫോം കൊടുക്കുക മാത്രമേ നമ്മളിത് ചെയ്യുന്നത് കേട്ടോ. അപ്പൊ നിങ്ങളത് ബൈഹാർട്ട് ചെയ്യാനൊന്നും നിൽക്കണ്ട, നിങ്ങളത് കേട്ടിരുന്നാൽ മതി. പിന്നെ അടുത്തെന്താണ്, ചെറിയ മുറിവ് വൃത്തിയാക്കൽ പോലുള്ള അടിസ്ഥാന പരിചരണം മുതൽ ജീവൻ നിലനിർത്തുക, കൂടുതൽ ദോഷം തടയുക, അതുപോലെ രോഗശാന്തി പ്രോത്സാഹിപ്പിക്കുക എന്നിവ ലക്ഷ്യമിട്ടുള്ള CPR പോലുള്ള കൂടുതൽ വിപുലമായ ഇടപെടലുകൾ വരെ ഇതിൽ ഉൾപ്പെടുന്നു അല്ലെ. ഇപ്പം ഇതിൽ എന്തൊക്കെയാ പറഞ്ഞത്, ഒന്ന് ചെറിയൊരു മുറിവ്, ഇപ്പം കൈ മുറിഞ്ഞതായിരിക്കാം,
പക്ഷെ നമുക്കൊന്ന് ഹോസ്പിറ്റലിൽ ഇപ്പം എന്താ പറയുക TT കാര്യങ്ങളൊക്കെ എടുക്കേണ്ടി വരും അല്ലെ. ഇപ്പൊ ചെറിയ രീതിയിൽ ഇപ്പൊ പൂച്ച മാന്ത് അല്ലെങ്കിൽ എന്താ പറയുക നമുക്കിപ്പോൾ തുരുമ്പിച്ച കത്തിയൊക്കെ കൊണ്ടല്ല എന്താണ് അവിടെ നമുക്ക് TT എടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അത് കൂടുതൽ രോഗം വഷളാകാൻ സാധ്യതയുണ്ട്. പക്ഷെ ഇതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, നമ്മളത് വൃത്തിയായിട്ട് നമ്മളൊന്ന് ക്ലീൻ ചെയ്യില്ല, നമ്മൾ പ്രോപ്പറായിട്ടൊന്ന് ക്ലീൻ ചെയ്യും, നല്ല വെള്ളത്തിൽ ശുദ്ധ വെള്ളത്തിൽ നമ്മൾ അതിനെ ക്ലീൻ ചെയ്യുന്ന കാര്യങ്ങളുണ്ട്. അതെന്താണ്, അത് ഫസ്റ്റ് എയ്ഡ് തന്നെയാണ്. അതുപോലെ എന്താണ് ജീവൻ നിലനിർത്തുക പോലെയുള്ള, ഇപ്പം ഒരാൾ മോഹാത്സ്യപ്പെട്ട് വീഴുകയെന്ന് വിചാരിക്കുക, ഒരാൾ കുഴഞ്ഞു വീഴുന്ന ആളെ നമ്മൾ എന്ത് ചെയ്യണം, ആൾക്ക് നമ്മൾ CPR കൊടുക്കണം അല്ലെ. ആൾക്ക് ബോധം വരുന്നവരെ നമ്മൾ CPR കൊടുക്കണം, അല്ലെങ്കിൽ അവരെ പ്രൊഫഷണൽ വൈദ്യന്റെ അടുത്ത് ഡോക്ടറിന്റെ അടുത്ത് ഒരു ഹോസ്പിറ്റലിൽ എത്തിക്കുന്ന ആ ഒരു മീൻ ടൈമിൽ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ CPR കൊടുത്തോണ്ടേയിരിക്കണം. അപ്പൊ ഇതെന്താണ്, ഇത് ജീവൻ നിലനിർത്തുന്ന അല്ലെങ്കിൽ ജീവൻ രക്ഷിക്കുന്നതിനുള്ള ചില കാര്യങ്ങളാണ് നമ്മളിവിടെ ചെയ്യുന്നത്. അതുപോലെ തന്നെ എന്താണ് ഇപ്പം ഓക്കെ CPR എന്ന് പറയുമ്പോൾ നിങ്ങൾ ഇവിടെ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ അതിന്റെ ഒരു ഫുൾ ഫോം നിങ്ങളൊന്ന് പഠിച്ചു വെച്ചേക്കണം. കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ ആണ് CPRന്റെ ഫുൾ ഫോം വരുന്നത്. അത് എക്സാമിന് ഇതിന് മുന്നേ നടന്ന 2 എക്സാമുകൾക്ക് അത് ചോദിച്ചിട്ടുണ്ട്. റിപ്പീറ്റേഷൻ പ്രതീക്ഷിക്കാം. ഓക്കെ, അപ്പം നിങ്ങൾ ആ ഒരു ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം, CPRന്റെ ഫുൾ ഫോം നിങ്ങൾ അറിഞ്ഞിരിക്കണം. ഓക്കെ, പിന്നെ അതുപോലെ നമുക്ക് പ്രഥമ ശുശ്രൂഷയുടെ ആ ഒരു ആധുനിക ആശയം വികസിപ്പിച്ചെടുത്ത ആരാന്ന് ചോദിച്ചാൽ ഫ്രെഡറിക് വോൺ എസ്മാർക്ക് ആണ്. ഫ്രെഡറിക് വോൺ എസ്മാർക്ക് ആണ് പ്രഥമ ശുശ്രൂഷയുടെ ആധുനിക ആശയം വികസിപ്പിച്ചെടുത്തത്. അപ്പൊ ഈ നെയിം ഒന്ന് ഓർമ്മയിൽ വെച്ചേക്കുക, ഈ നെയിം ഒന്ന് നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഇദ്ദേഹം തന്നെയാണ് ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ് എന്നും അറിയപ്പെടുന്നത് കേട്ടോ. ഫാദർ ഓഫ് ഫസ്റ്റ് എയ്ഡ്, പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ അത് ഈ ഫ്രെഡറിക് വോൺ എസ്മാർക്ക് ആണ്. അതുപോലെ ഫസ്റ്റ് എയ്ഡ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ച, സെപ്റ്റംബറിലെ 2ാം ശനിയാണ്. നമുക്കിപ്പോൾ ഈ വരുന്ന വർഷമാണ് നോക്കുന്നെങ്കിൽ സെപ്റ്റംബർ 13-ാം തീയതി ആയിരിക്കും ആ ഒരു ഡേ വരുന്നത്. സെപ്റ്റംബർ 13-നായിരിക്കും ഫസ്റ്റ് എയ്ഡ് ഡേ വരുന്നത്. ഓക്കെ, അപ്പം ഈ പ്രാവശ്യത്തെ ഒരു തീം എന്താണെന്ന് വെച്ചാൽ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച് കേട്ടോ. ഫസ്റ്റ് എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്, പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവും, ഇതാണ് ഈ വർഷത്തെ ഫസ്റ്റ് എയ്ഡ് ഡേയുടെ തീം വരുന്നത്. നമ്മളിത് നോക്കുന്നുണ്ട്, നിങ്ങളിത് എഴുതിയെടുക്കേണ്ട, വരുന്ന സ്ലൈഡുകളിൽ നമ്മളിത് കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ ഒരു PPT ഒക്കെ ഇതിലുണ്ട്, അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് ഈ PPT പോകുന്നത്. അപ്പം നിങ്ങൾക്കത് ഡൗൺലോഡ് ചെയ്യാം. ഡിസ്ക്രിപ്ഷൻ നമ്മൾ ഇതിൻ്റെ ഒരു ഡീറ്റെയിൽ കാര്യങ്ങളെല്ലാം നമുക്ക് താഴെ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്. അപ്പം നിങ്ങളിത് എഴുതിയെടുത്ത് ബുദ്ധിമുട്ടുണ്ട്, ഇതെല്ലാം ഈ ഒരു PPT-യിൽ ഇൻക്ലൂഡ് ആണ്, നിങ്ങൾക്കത് തരാം കേട്ടോ, നിങ്ങൾക്കത് ഗ്രൂപ്പിലുണ്ടാവും. ഇനി നമ്മൾ അടുത്ത് നോക്കുന്നതാണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ. എന്തൊക്കെയാണ് ഒരു പ്രഥമ ശുശ്രൂഷ കൊണ്ട് ലക്ഷ്യമിടുന്നത്? നമ്മൾ നേരത്തെ കണ്ടതും ഡിസ്കസ് ചെയ്തതും നമ്മളിപ്പം ആ ഒരു ഇൻട്രോ പറഞ്ഞതിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. ഇതൊരു PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ് കേട്ടോ, ഇതൊരു PYQ ആയിട്ട് വന്നിട്ടുള്ളതാണ്. ഈ ഒരു PYQ നമ്മൾ ഡിസ്കസ് ചെയ്യും. ഓക്കെ, ഈ ഒരു PYQ നമ്മൾ ഡിസ്കസ് ചെയ്യും. അപ്പം എന്താണ് പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ? എന്താണ്? ഒന്ന്, ജീവൻ രക്ഷിക്കുക അല്ലെ. ഒരു രോഗിയുടെ അല്ലെങ്കിൽ അത്യാസന്ന നിലയിലാണെങ്കിൽ എന്ത് ചെയ്യണം, ആളുടെ ജീവൻ രക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് പ്രധാന കാര്യം. അതിനാണ് നമ്മൾ ഈ CPR കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞത്. അതിനാണ് ഈ CPR കൊടുക്കുന്നതും. CPR ഒക്കെ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. അതിനകത്ത് റെസിസിറ്റേഷൻ മെത്തേഡ് അല്ലെങ്കിൽ പുനരുജ്ജീവന രീതികൾ കാര്യങ്ങളെല്ലാം നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ CPR പറ്റി പ്രോപ്പറായിട്ട് എല്ലാം പറയും. ഓക്കെ, അപ്പം പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ഒന്ന് ജീവൻ രക്ഷിക്കുക എന്നുള്ളതാണ് CPRന്റെ പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ഫസ്റ്റ് എയ്ഡിന്റെ പ്രധാന ലക്ഷ്യം. അതിന് ഉപയോഗിക്കുന്ന ഒരു ഉപാധി CPR ആണ്. പിന്നെ അതുപോലെ വേദന കുറയ്ക്കുക എന്നുണ്ട്. ഒരു രോഗിക്ക് വേദന ഉണ്ടെങ്കിൽ നമുക്ക് വേദന സംഹാരികൾ കാര്യങ്ങളെല്ലാം നമ്മുടെ ഫസ്റ്റ് എയ്ഡ് ബോക്സ് കാര്യങ്ങളെല്ലാം ഡിസ്കസ് ചെയ്യുമ്പോൾ നമ്മൾ എന്ത് പറയും, ഇതിൽ എന്തൊക്കെ ഇൻക്ലൂഡ് ചെയ്യണമെന്ന് പറയുമ്പോൾ അതിൽ വേദന സംഹാരികൾ കാര്യങ്ങളെല്ലാം ഉണ്ടാകണം എന്നൊരു കാര്യമുണ്ട്. അപ്പൊ ഈ വേദന സംഹാരി ഉപയോഗിക്കുന്ന വഴി എന്ത് നമുക്ക് വേദന കുറയ്ക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇപ്പൊ എന്താ കാലോ കയ്യോ ഒടിഞ്ഞോ ഒക്കെ ആളാണെങ്കിൽ നമുക്ക് അത് പ്രത്യേക ഒരു രീതിയിലാണ് ഇതിന്റെ പരിചരണം കാര്യങ്ങളൊക്കെ എല്ലാം കൊടുക്കേണ്ടത്. അപ്പൊ ആ ഒരു പരിചരണം കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഒരു പ്രഥമ ശുശ്രൂഷക നൽകുമ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്, അവിടെ വേദന കുറയുക എന്നൊരു കാര്യം നടക്കും. അതുപോലെ എന്താണ് ഗുരുതരാവസ്ഥ ഒഴിവാക്കുക. ഇപ്പം ആക്സിഡന്റ് ആയി അല്ലെങ്കിൽ ഷോക്ക് ഏറ്റു അങ്ങനെ ഒരാളൊക്കെ ഒരു വീണൊക്കെ കഴിയുമ്പോൾ എന്താണ് ചെയ്യുന്നത്, ആളെ രക്ഷിക്കണം. അതിന് മുന്നേ നമ്മുടെ രക്ഷ നോക്കണം. അത് ഞാൻ പറയാം, നമ്മൾ അത് വരുന്ന സ്ലൈഡുകൾ അത് ഡിസ്കസ് ചെയ്യും. അപ്പൊ ഇതുപോലുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കുമ്പോൾ എന്താണ്, ആ ഒരു ഗുരുതരാവസ്ഥ ഒഴിവാക്കുക, ആളെ കാമാക്കുക, ആളെ കൃത്യമായിട്ട് എവിടെ എത്തിക്കുക, വൈദ്യന്റെ അടുത്തെത്തിക്കുക അല്ലെങ്കിൽ ഡോക്ടറിന്റെ അടുത്തെത്തിക്കുക. ആ ഒരു പ്രോസസ്സ് ചെയ്യേണ്ട ഉത്തരവാദിത്തം ആർക്കുണ്ട്, പ്രഥമ ശുശ്രൂഷകനുണ്ട്. അപ്പൊ അവിടെ എന്ത് ചെയ്യും, ഗുരുതരാവസ്ഥ ഒഴിവായി കിട്ടും. അതുപോലെ തന്നെ എന്താണ്, ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുക എന്ന മറ്റൊരു കാര്യം കൂടെ ഉണ്ട്. ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്ന മറ്റൊരു ലക്ഷ്യം കൂടെ ഒരു പ്രഥമ ശുശ്രൂഷകനുണ്ട്. ആളുടെ ഒരു ഹെൽത്ത് റീഗെയിൻ ചെയ്യുക. അപ്പൊ ഈ ഒരു ഹോസ്പിറ്റൽ വരെ എത്തിക്കുന്ന സമയത്തുള്ള ഒരു പ്രഥമ ശുശ്രൂഷ നൽകുന്നത് അല്ലെങ്കിൽ ഒരു പരിചരണം നൽകുന്നത് ഇതിനു വേണ്ടി തന്നെയാണ് കേട്ടോ. ആളുടെ ആ ഒരു ആരോഗ്യം വീണ്ടെടുക്കുക എന്ന ലക്ഷ്യം തന്നെയാണ് അവിടെ വരുന്നത്.
അല്ല, ഇതെല്ലാം നിങ്ങൾക്കൊരു സിമ്പിൾ ആയിട്ട് തോന്നുന്നില്ല? നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്, നിങ്ങൾ എവിടെയോ കണ്ടിട്ടുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ഉള്ളിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. പക്ഷെ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു കൃത്യമായ ഒരു ആശയമായിട്ട് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ല എന്നേ ഉള്ളൂ. നിങ്ങൾക്ക് ഇതെല്ലാം ഉള്ളിൽ അറിയാവുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങളിത് പഠിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻസ് വരുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും, അല്ലെങ്കിൽ നമുക്ക് വരുന്ന ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും കേട്ടോ. നിങ്ങൾക്ക് അത് കൃത്യമായിട്ട് മനസ്സിലാവും, നിങ്ങൾക്കത് എല്ലാം അറിയാവുന്നതാണെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഇതിന് സ്ട്രക്ചേർഡ് ആയിട്ട് ഇതെല്ലാം ഒരു ഫോമിൽ മനസ്സിലാക്കുന്നു എന്നേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ഇനി അടുത്തൊരു സ്ലൈഡിലോട്ട് നോക്കാം. പ്രഥമ ശുശ്രൂഷകൻ അറിവുണ്ടായിരിക്കേണ്ട അല്ലെങ്കിൽ ബോധ്യപ്പെട്ടിരിക്കേണ്ട കാര്യങ്ങൾ. ഒരു പ്രഥമ ശുശ്രൂഷകൻ ആള് എന്ത് ചെയ്യുന്നു, ഒരു പ്രഥമ ശുശ്രൂഷ കൊടുക്കുകയാണ്, അല്ലെങ്കിൽ പരിചരണം കൊടുക്കുകയാണ്, ഒരു രോഗിക്ക് പരിചരണം കൊടുക്കുകയാണ്. ഈ പരിചരണം കൊടുക്കുന്ന സമയത്ത് ആള് മനസ്സിലായിട്ടിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്, ആൾക്ക് ബോധ്യം ഉണ്ടായിരിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. ഒന്ന്, സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തണം. തീർച്ചയായിട്ടും അങ്ങനെയാണ്. പ്രത്യേകിച്ച് ഇപ്പം ഒരു പ്രഥമ ശുശ്രൂഷ എന്നല്ല, ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം. ഇപ്പൊ ഒരാള് മുങ്ങുന്നു, വെള്ളത്തിൽ മുങ്ങിപ്പോകുന്നു, ആൾക്ക് നീന്തൽ അറിയില്ല, ആള് വെള്ളത്തിൽ ഡ്രൗൺ ചെയ്യും, മുങ്ങിപ്പോവാണ്. അപ്പൊ എന്ത് ചെയ്യും, പെട്ടെന്ന് ആളുകൾ എന്ത് ചെയ്യും, ആളുകൾ എടുത്തിയാളൊരു ടെൻഡൻസി ഉണ്ടാവും. ഈ എടുത്തിയാടുന്ന ആൾ ആരായിരിക്കണം, നീന്തൽ അറിയാവുന്ന ആളായിരിക്കണം. അല്ലാതെ ഇമോഷന്റെ പുറത്ത്, അല്ലെങ്കിൽ നമ്മുടെ ഒരു വികാരത്തിന്റെ പുറത്ത് നമ്മൾ എടുത്തു ചാടിയാളെ രക്ഷിക്കാൻ നോക്കി എന്ത് പറ്റും, ആളും മുങ്ങും, നിങ്ങളും മുങ്ങും. അപ്പൊ എന്താ, കൂടുതൽ ഗുരുതരാവസ്ഥ ഉണ്ടാവത്തേ ഉള്ളൂ. രക്ഷിക്കാൻ വരുന്ന ശരിക്കുള്ള ആൾക്ക് ഇരട്ടി പണിയായിരിക്കും. അതുകൊണ്ട് എന്ത് ചെയ്യരുത്, സ്വന്തം സുരക്ഷ എപ്പോഴും ഉറപ്പ് വരുത്തണം. ഓക്കെ, അപ്പം ഇത് പ്രഥമ ശുശ്രൂഷയിലും ഇത് ബാധകമാണ്. പ്രഥമ ശുശ്രൂഷയിലും ഇപ്പൊ ഒന്നും വേണ്ട, ഇപ്പൊ ഷോക്ക് ഏറ്റ ഒരാൾ വീണെന്ന് വിചാരിക്കുക, ആളുടെ മേത്ത് ലൈൻ കമ്പി ഉണ്ട്, ലൈൻ കമ്പിയിൽ ഇലക്ട്രിസിറ്റി പാസിംഗ് ആണെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഇതിന് രക്ഷിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അത് ഗുരുതരാവസ്ഥപ്പെടും. അല്ലെ, രണ്ടുപേർക്ക് കാഷ്വാലിറ്റി ആവും, വരുന്നവർക്ക് ഇരട്ടിപ്പണിയാണ്. അപ്പൊ അവിടെയൊക്കെ ചെയ്യേണ്ടത് ശരിക്കും ആദ്യമേ KSEB വിളിച്ച് പറഞ്ഞ് ലൈൻ ഓഫ് ചെയ്യുക എന്നുള്ളതാണ്. പിന്നെ അതിനുശേഷം എന്താണ്, കൃത്യമായിട്ട് ഈ ഒരു മാർഗം അറിയാവുന്നവരെ, അല്ലെങ്കിൽ ആ ഒരു പ്രഥമ ശുശ്രൂഷ അറിയാവുന്നവർ, അല്ലെങ്കിൽ ഇവിടെ എങ്ങനെ ആക്ട് ചെയ്യണമെന്ന് അറിയാവുന്നവർ തന്നെ അവിടെ ഇടപെട്ട് ഈ ആളെ രക്ഷിക്കുക എന്നുള്ളതാണ് അവിടെ ചെയ്യേണ്ട ഒരു കാര്യം. അപ്പം ഏറ്റവും ആദ്യം നിങ്ങൾ ഉറപ്പുവരുത്തേണ്ടത് എന്താണ്, സ്വന്തം സുരക്ഷയാണ് കേട്ടോ. സ്വന്തം സുരക്ഷയാണ് ഉറപ്പുവരുത്തുന്നത്. നിങ്ങൾക്കും പ്രഥമ ശുശ്രൂഷ കൊടുക്കാം, അറിയാമെങ്കിൽ അറിയാവുന്നത്രയും മാത്രം. പക്ഷെ കൊടുക്കുമ്പോൾ എന്ത് ചെയ്യണം, സ്വന്തം സുരക്ഷയാണ് നിങ്ങൾ അവിടെ ആദ്യം ഉറപ്പുവരുത്തേണ്ടത്. ആ ഒരു കാര്യം ആണ് ഏറ്റവും ആദ്യമേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പ്രഥമ ശുശ്രൂഷ കൊടുക്കേണ്ട ഒരാൾ ഏറ്റവും ആദ്യം അറിഞ്ഞിരിക്കേണ്ട കാര്യം ഇതാണ്, സ്വന്തം സുരക്ഷ തന്നെയാണ് അവിടെ മുഖ്യമായിട്ട് കാണേണ്ടത്. പിന്നെന്താണ്, അറിയാവുന്ന പരിചരണം മാത്രം ചെയ്യണം. അറിയാവുന്ന പരിചരണം മാത്രം ചെയ്യണം. അല്ലെങ്കിൽ എന്ത് സംഭവിക്കും, അല്ലെങ്കിലും ഈ ഒരു പ്രശ്നം കൂടുതലാവും, രക്ഷിക്കാൻ ശ്രമിച്ച ആള് മരിച്ചു പോവുക, അല്ലെങ്കിൽ രോഗം കൂടുതൽ അപകടത്തിലാവുക ചെയ്താൽ അത് പിന്നീടും പ്രശ്നമാണ്, നിങ്ങൾക്കും പ്രശ്നമാവും, നിങ്ങൾക്ക് കുറ്റബോധം കാര്യങ്ങൾ നിങ്ങൾക്കും പ്രശ്നമാവും. അതുപോലെ ആ ആളെ ആശ്രയിക്കുന്നവർക്കും അത് പ്രശ്നം തന്നെയാണ്. അതുകൊണ്ട് അറിയാവുന്ന ചികിത്സ മാത്രം കൊടുക്കുക. പരിഭ്രമിക്കാതെ പ്രവർത്തിക്കാൻ കഴിയണം. ഇപ്പൊ ചില ആളുകളുണ്ട് ഭയങ്കര പെടപ്പായിരിക്കും, ഇപ്പം ഭയങ്കര ഇതുപോലെയുള്ള ഇഷ്യൂസ് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഇതിനെ ഡീൽ ചെയ്യാനായിട്ട് അവർക്ക് കൃത്യമായിട്ട് അറിയായിരിക്കും ചിലപ്പോൾ. പക്ഷെ ഇവരുടെ പ്രശ്നം എന്ന് വെച്ചാൽ ഇവർക്ക് ഭയങ്കര ഒരു വെപ്രാളവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. പക്ഷെ അങ്ങനെയുള്ള ആളുകൾ ഇടപെട്ടാലും എന്താണ്, ഈ ഒരു അപകടം വഷളാവാൻ തന്നെയാണ് സാധ്യത. കാരണം പുള്ളിയും പേടിക്കും, കൂടെ നിൽക്കുന്നവരെയും പേടിപ്പിക്കും, മൊത്തത്തിലാകെ സീൻ മാറ്റും. അപ്പം പരിഭ്രമിക്കാതെ വളരെ കൂളായിട്ട്, അല്ലെ, കൂൾ ക്യാപ്റ്റനെ പോലെ കൂളായിട്ട് നിന്ന്, അല്ലെ, ലാസ്റ്റ് ബോളിൽ 6 അടിക്കുന്ന ക്യാപ്റ്റനെ പോലെ നിന്ന് ഭയങ്കര കൂളായിട്ട് വേണം ഈ ഒരു കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട്. അതുപോലെ എന്താണ്, സ്വന്തം കഴിവും പരിമിതിയും മനസ്സിലാക്കുന്ന ആളായിരിക്കണം. എന്ന് വെച്ചാൽ എന്താണ്, ഇപ്പം നമുക്കറിയാവുന്നത്രയും പരിചരണം നമ്മൾ കൊടുക്കുക എന്ന് പറഞ്ഞാൽ ആ ഒരു ഇതുമായിട്ട് സിങ്ക് ചെയ്ത് വരുന്ന കാര്യം തന്നെയാണ്. ഇപ്പൊ അവനവന് ചില ലിമിറ്റേഷൻ ഉണ്ട്. ഇപ്പൊ ഒന്നും വേണ്ട, ചില ആളുകളുണ്ട് ഈ രക്തം കണ്ടാൽ കണ്ണ് മറയുന്ന ചില ആളുകളുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള ആളുകൾ എന്ത് ചെയ്യും, ഇതുപോലുള്ള ബ്ലീഡിങ് ആയിട്ടുള്ള ആളുകളെ പരിചരിക്കാൻ ഒരിക്കലും പോകരുത്. കാരണം അവർ ഇതിനിടയ്ക്ക് 2 കാഷ്വാലിറ്റി ആവും. ഒരാൾ ബോധം കെട്ട് വീഴും, അടുത്ത ആള് ബ്ലീഡിങ്ങിലും കിടക്കും. അപ്പൊ ഈ 2 പേരെയും രക്ഷിക്കേണ്ടി വരും. അപ്പം അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യരുത്, ഈ അവനവന്റെ കഴിവും പരിമിതിയും മനസ്സിലാക്കണം. അപ്പൊ ഈ രക്തം കണ്ണ് പറയുന്ന ആളുകളൊക്കെ ആണെങ്കിൽ രക്തം ഉള്ള ഒരു പ്രഥമ ശുശ്രൂഷ അല്ലെങ്കിൽ ബ്ലീഡിങ്ങിന് ഒക്കെ പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ ദയവ് ചെയ്ത് പോകരുത്. അതിന്റെ കാരണം ഇതാണ്, ഇഷ്യൂ ഡബിൾ ആക്കും. അതുപോലെ എന്താണ്, വികാരപരമായി അല്ലാതെ രോഗിയെ ശുശ്രൂഷിക്കാൻ കഴിവുള്ള ആളായിരിക്കണം. ഇപ്പം ചില ആളുകളൊക്കെ കണ്ടിട്ടുണ്ട്, അവരുടെ പേരൻസ് അല്ലെങ്കിൽ ആർക്കെങ്കിലും എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അവർ ഭയങ്കര ഇമോഷണലി ബ്രേക്ക് ഡൗൺ ആയിട്ട് ആയിരിക്കും അവർ ആളെ രക്ഷിക്കാൻ നോക്കുന്നത്. ഈ ആൾക്ക് ബോധം വരും, അല്ലെങ്കിൽ ആള് ഇത് കാണുമ്പോൾ എന്ത് ചെയ്യും, അത് കുറച്ചും കൂടെ ഡൗൺ ആവും, അല്ലെ. ഒരു സ്വന്തം ആ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ ആ ഒരു ഇപ്പൊ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ആ ഒരു ഹെൽത്ത് കണ്ടീഷനിൽ പിന്നെയും ആളുടെ ഹെൽത്ത് കണ്ടീഷൻ കുറച്ചും കൂടെ മോശമാവാനുള്ള ഒരു സാധ്യത കൂടും. അതുകൊണ്ട് അതെന്ത് ചെയ്യണം, ഇമോഷണലി അല്ലാതെ വേണം അതിനെ ഡീൽ ചെയ്യാനായിട്ട്. ഒരുപാട് ഇമോഷണൽ ഒന്നും ആവാൻ പാടില്ല. അതുപോലെ എന്താ, ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പൊതുവെ നമ്മൾ കാണുന്ന കാര്യമാണ്, ആരെങ്കിലും ഒന്ന് വീണാൽ 100 പേര് ഓടി വന്ന് കൂടും, ഒരാളൊന്നും ചെയ്യത്തില്ല. അപ്പൊ ഈ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന ഒരാൾക്ക് എന്ത് ചെയ്യണം, ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന ഒരാൾ ഇവരെല്ലാം കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ടായിരിക്കണം. അതുപോലെ ഇപ്പം ചിലപ്പം എന്താ, ഈ ഫസ്റ്റ് എയ്ഡിന്റെ ഭാഗമായിട്ട് ഒരാൾ ലിഫ്റ്റ് ചെയ്യാനൊക്കെ ഹെൽപ്പ് വേണ്ടി വരും. അത് കൃത്യമായിട്ട് ഈ കൂടെ നിൽക്കുന്ന ആളുകളെ ഉപയോഗിച്ച് ആളെ ലിഫ്റ്റ് ചെയ്ത് എവിടെയെങ്കിലും മാറ്റാനോ
എലിവേറ്റ് ചെയ്യുന്ന ഒരു പൊസിഷനിൽ ഇരുത്തണമെങ്കിൽ അങ്ങനെ ഇരുത്താനോ ഒക്കെ ആയിട്ടുള്ള ഒരു കമാൻഡിങ് സ്കില്ലുള്ള ഒരാളെ കൂടെ ആയിരിക്കണം. ഓക്കെ, അപ്പം ആൾക്കൂട്ടത്തെ നിയന്ത്രിക്കാനുള്ള കഴിവുണ്ടായിരിക്കണം. പിന്നെ എന്താണ്, പ്രഥമ ശുശ്രൂഷകൻ മുൻഗണന തീരുമാനിക്കണം. ഉദാഹരണത്തിന് ഇപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു കാര്യമുണ്ടല്ലേ, ഒരാൾ എന്ത് ചെയ്യുന്നു, ഒരാൾ ബ്ലീഡിങ് സംഭവിക്കുന്നു, വേറൊരാൾ പ്രഥമ ശുശ്രൂഷ കൊടുക്കാൻ പറ്റും. ബ്ലീഡിങ് ഉള്ളയാൾ എന്ത് ചെയ്യുന്നു, ആളുടെ രക്തം ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്, മറ്റേ ആൾ ഇത് കണ്ട് ബോധം കെട്ടി വീണു. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെ വരുന്ന സിറ്റുവേഷനിൽ ഈ പ്രഥമ ശുശ്രൂഷകനാണ് അവിടെ യഥാർത്ഥത്തിലുള്ള പ്രഥമ ശുശ്രൂഷകൻ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ അവിടെ ഇതിനകത്തൊരു മുൻഗണന തീരുമാനിക്കണം. അതായത് ഏതാൾക്ക് വേണം ഏറ്റവും അധികം കൊടുക്കാൻ. അപ്പൊ ഈ ഒരു സിറ്റുവേഷനിൽ ആ ഒരു ബോധം കെട്ടി വീണയാൾ ചെറുപ്പക്കാരനാണെങ്കിൽ തീർച്ചയായിട്ടും ഫസ്റ്റ് ആയിട്ട് കൊടുക്കേണ്ടത് ബ്ലീഡിങ്ങിനായിരിക്കും. അതുപോലെ ഒരു ആരോഗ്യസ്ഥിതി കാര്യങ്ങളെല്ലാം പല ഫാക്ടേഴ്സ് കണക്കിലെടുത്തിട്ട് ആകണം ഈ ഒരു പ്രഥമ ശുശ്രൂഷകൻ ഈ ഒരു മുൻഗണന തീരുമാനിക്കേണ്ടത്. അപ്പൊ പ്രഥമ ശുശ്രൂഷകൻ എന്ത് ചെയ്യണം, മുൻഗണന തീരുമാനിക്കണം. പിന്നെ എന്താണ്, പ്രഥമ ശുശ്രൂഷകൻ ഡോക്ടറിന് പകരമല്ല എന്ന ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പൊ നമ്മൾ ഏറ്റവും ആദ്യത്തെ സ്ലൈഡ് ഡിസ്കസ് ചെയ്ത സമയത്ത് നമ്മൾ പറഞ്ഞ കാര്യമാണ്, പ്രഥമ ശുശ്രൂഷകൻ ആരല്ല, അവർ ഡോക്ടറല്ല, അവർ പരിചാരകൻ മാത്രമാണ് കേട്ടോ. അവരൊരു പരിചാരകൻ മാത്രമാണ്, ഡോക്ടർ അല്ല. അപ്പം അവർ ചെയ്യേണ്ട കാര്യം എന്താണ്, അവർ ഇയാളെ ഫുള്ളി റിക്കവർ ചെയ്യുമല്ല, ആശുപത്രിയിലേക്ക് എത്തുന്ന സമയത്തിന്റെ ഉള്ളിൽ ആ ഒരു മധ്യ സമയത്ത് ഇവര് എന്ത് ചെയ്യണം, രോഗിയുടെ അവസ്ഥ കൂടുതൽ മോശമാകാതെ വഷളാവാതെ ഇരിക്കാനായിട്ടുള്ള വൈദ്യസഹായം എന്ന് വേണമെങ്കിൽ പറയാം, അല്ലെങ്കിൽ ആ ഒരു സഹായം അല്ലെങ്കിൽ ആ ഒരു പരിചരണം നൽകുക. ഓക്കെ, ആ ഒരു ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കുന്നതിന് വരെയുള്ള ഇടയിലുള്ള സമയത്തുള്ള ഒരു പരിചരണം കൃത്യമായിട്ട് നൽകുക എന്നുള്ളതാണ് പ്രഥമ ശുശ്രൂഷകൻ ചെയ്യേണ്ടത്. അപ്പൊ പ്രഥമ ശുശ്രൂഷൻ ആരല്ല, ഡോക്ടർ അല്ല. ഓക്കെ, വൈദ്യനല്ല. അങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ഒന്ന് എന്ത് ചെയ്യണം, അതങ്ങനെ എലിമിനേറ്റ് ചെയ്തേക്കണം. ഓക്കെ, പ്രഥമ ശുശ്രൂഷകന് ചികിത്സിക്കാനുള്ള അവകാശം ഇല്ല. പ്രഥമ ശുശ്രൂഷകൻ ചെയ്യുന്നത് ചികിത്സയല്ല, പരിചരണം മാത്രമാണ് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവണം. അതുപോലെ എന്താണ്, അത്യാവശ്യമായ ചില മരുന്നുകളുടെ ഉപയോഗവും രോഗലക്ഷണത്തെ പറ്റിയുള്ള അറിവും ഉള്ളയാളായിരിക്കണം. അത് നല്ലതാണ്. കാരണം ഇപ്പൊ എന്താ പറയുക, ഇപ്പൊ ഏതെങ്കിലും രീതിയിൽ ഒരു തലകറക്കം വരിക അല്ലെങ്കിൽ തലവേദന വരുവാണെങ്കിൽ എന്ത് ചെയ്യണം, അവിടെ അതിന് എന്ത് മരുന്നാണ് ഉപയോഗിക്കുന്നത് അതിനെപ്പറ്റി കൃത്യമായിട്ട് അറിവുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ എന്താണ്, ഇപ്പൊ നിർജ്ജലീകരണം ഒരാൾക്ക് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ORS കാര്യങ്ങളെല്ലാം ആണ് എന്നുള്ള കൃത്യമായിട്ടുള്ളൊരു അറിവ് ഉണ്ടെങ്കിൽ വളരെ നല്ലതാണ്. അപ്പം അത്യാവശ്യമായ ചില മരുന്നുകളുടെ ഉപയോഗവും രോഗലക്ഷണങ്ങളെ പറ്റിയുള്ള അറിവും ഉള്ളത് ഒരു പരിചാരകനെ സംബന്ധിച്ച് വളരെയധികം പോസിറ്റീവാണ്. അതുപോലെ രോഗത്തിനുള്ള ചികിത്സയും പ്രഥമ ശുശ്രൂഷയും രണ്ടാണെന്നുള്ള ഒരു അറിവ് അത് പ്രഥമ ശുശ്രൂഷകന് ഉണ്ടായിരിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞു, വൈദ്യനല്ല പരിചാരകൻ മാത്രമാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പൊ എന്ന് പറഞ്ഞ പോലെ തന്നെ എന്താണ്, ഈ ഒരു രോഗത്തിനുള്ള ചികിത്സയും പ്രഥമ ശുശ്രൂഷയും രണ്ടാണെന്ന് ആ ഒരാൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അതായത് കൃത്യമായിട്ട് ആശുപത്രിയിൽ എത്തിക്കണം. ഡോക്ടറിനാണ് ആളുടെ ഈ ഒരു റിക്കവറി അല്ലെങ്കിൽ ഈ ഒരു രോഗം മെച്ചപ്പെടുത്തേണ്ടത്. അതിനുള്ള ഉത്തരവാദിത്വം ആർക്കാണ്, ഡോക്ടറിനാണ്. ഇദ്ദേഹത്തിന് എന്താണ്, അതുവരെ രോഗം വഷളാകാതെ കുറച്ച് സമയത്തേക്ക്, ഒരു ടെമ്പററി ആയിട്ട് വളരെ കുറച്ച് സമയത്തേക്ക് മാത്രം നോക്കുക എന്നുള്ളതാണ് അറിഞ്ഞിരിക്കേണ്ട ചെയ്യേണ്ട ഒരു കാര്യം. അപ്പൊ ഇവിടെ അറിഞ്ഞിരിക്കേണ്ട വേറൊരു കാര്യം ഞാൻ പറയാം. ഗോൾഡൻ അവർ നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ഗോൾഡൻ അവർ, സുവർണ്ണ മണിക്കൂർ എന്നൊക്കെ വേണേൽ പറയാം. ഇപ്പൊ ഗോൾഡൻ ക്വാഡ്രിലാറ്ററലിന് സുവർണ്ണ ചതുഷ്കോണം എന്ന് പറയാമെങ്കിൽ ഗോൾഡൻ അവറിന് നമുക്ക് അങ്ങനെയും പറയാം അല്ലെ, സുവർണ്ണ മണിക്കൂർ എന്ന് പറയും. ചിലപ്പോൾ അങ്ങനെ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ തന്നെ ഗോൾഡൻ അവർ എന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത്. സുവർണ്ണ മണിക്കൂർ എന്ന് ചോദിക്കാൻ സാധ്യതയില്ലായിരിക്കും, ഗോൾഡൻ അവർ എന്ന് തന്നെയായിരിക്കും ചോദിക്കുന്നത്. അപ്പൊ ഈ ഗോൾഡൻ അവർ എന്ന് പറയുന്നത് ഏറ്റവും ആദ്യത്തെ 1 മണിക്കൂറാണ് കേട്ടോ. ഒരു അപകടം പറ്റിയിട്ട് ഏറ്റവും ആദ്യത്തെ 1 മണിക്കൂറിനാണ് ഈ ഒരു ഗോൾഡൻ അവർ എന്ന് പറഞ്ഞത്. കാരണം ഈ ഒരു സമയത്തിനുള്ളിൽ വേണം കൃത്യമായിട്ട് ആളെ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം കൊടുത്ത് ആശുപത്രിയിൽ എത്തിച്ചിരിക്കണം. ഈ ഒരു 1 അവറിനുള്ളിൽ ആ ഒരു സമയത്ത് രോഗിയുടെ ജീവൻ രക്ഷിക്കാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ്. അപ്പൊ നമ്മളിത് പറയുന്ന സ്ലൈഡിൽ ഗോൾഡൻ അവർ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഞാൻ ഈ ഒരു സമയത്ത് നിങ്ങളോട് പറഞ്ഞു തന്നു. അപ്പൊ ഗോൾഡൻ അവർ 1 അവർ ആണെന്നുള്ളൊരു കാര്യം നിങ്ങളൊന്ന് ഓർമ്മയിൽ വെച്ചേക്കണം. ഇനി നമുക്ക് പ്രഥമ ശുശ്രൂഷകന്റെ കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. പ്രഥമ ശുശ്രൂഷകന്റെ കടമകൾ എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം. അവരുടെ കടമകൾ, അവരുടെ ഡ്യൂട്ടീസ്. അതായത് ആദ്യം എന്താ ചെയ്യേണ്ടത്, ഏറ്റവും ആദ്യം ചെയ്യേണ്ടത് സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക എന്ന് തന്നെയാണ്. സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞ പോലെ അല്ലെങ്കിൽ എന്താ, കാഷ്വാലിറ്റി ഒരെണ്ണം കൂടെ കൂടും, പിന്നെ അത് അതിലും പ്രശ്നമാവും. അപ്പൊ സ്വന്തം സുരക്ഷ ഉറപ്പുവരുത്തുക, ശാന്തത പാലിക്കുക. നമ്മൾ പറഞ്ഞു നേരത്തെ, വെപ്രാളം പാടില്ല, പരിഭ്രമിച്ചുള്ള ചികിത്സാ രീതികൾ പാടില്ല, അല്ലെങ്കിൽ ആരും ഇമോഷണലി കൈകാര്യം ചെയ്യാൻ പാടില്ല. അപ്പൊ എന്നൊക്കെ പറഞ്ഞ പോലെ എന്താണ്, ശാന്തത പാലിക്കാനുള്ളത് തന്നെയാണ് അവരൊരു കടമയാണ്. വളരെ ശാന്തമായിട്ട് തന്നെ വേണം എന്ത് ചെയ്യാനായിട്ട്, പ്രഥമ ശുശ്രൂഷ രോഗിക്ക് നൽകാൻ. ഇല്ലെങ്കിൽ രോഗിയുടെ നില പിന്നെയും പ്രശ്നമാവും. അതുപോലെ തന്നെ ധൈര്യപ്പെടുത്തുക. ഇപ്പൊ പാമ്പ് പിടിച്ചൊക്കെ ഒരാൾ നിൽക്കുവാണ്, അണലിയൊക്കെ കടിച്ച് നിൽക്കുവാണെങ്കിൽ എന്ത് ചെയ്യും, അയ്യോ അണലിയാണോ കടിച്ചേ, കഴിഞ്ഞ ദിവസം എൻ്റെ അപ്പുറം വീടിന്റെ ഒരാളെ കടിച്ചിരുന്നു, ആള് 2 ദിവസം ജീവിച്ചുള്ളൂ എന്നൊന്നും പറയാൻ പാടില്ല. ആൾക്ക് കറക്റ്റായിട്ട് ധൈര്യപ്പെടുത്തുക. വലിയ പ്രശ്നമുള്ള കാര്യമൊന്നുമല്ല, നമ്മൾ ഓൾറെഡി അതിനുള്ള ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്നുണ്ട്.
ഫസ്റ്റ് എയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇത്ര മണിക്കൂറിൻ്റെ ഉള്ളിൽ ആശുപത്രി എത്തിച്ചാൽ മതി, നിങ്ങൾ സേഫ് ആണ്, ഒന്നും പേടിക്കാനില്ല എന്നൊക്കെ വേണം അവരോട് പറയാനായിട്ട്. അതുപോലെ എന്താണ് ഉത്തരവാദിത്വം ഏറ്റെടുക്കുക അല്ലെ. നമ്മൾ ഫസ്റ്റ് എയ്ഡ് ചെയ്യുന്ന ഒരാൾ എന്താണെന്ന് വെച്ചാൽ ഏറ്റവും ആദ്യമേ ചെന്ന് അവിടെ ആ ഒരു കമാൻഡ് ഏറ്റെടുക്കുക എന്നുള്ളതാണ്. ആ ഒരു രോഗിയുടെ ഉത്തരവാദിത്വം ഏറ്റെടുക്കുക, കൃത്യമായിട്ടുള്ള ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക, ആളുകളെ ജനക്കൂട്ടത്തൊക്കെ കറക്റ്റായിട്ട് കൺട്രോൾ ചെയ്യുക. പോലീസ് അല്ലെങ്കിൽ ആരുടെയാണോ വൈദ്യസഹായം വേണമെങ്കിൽ വൈദ്യസഹായം വിളിക്കുക. അല്ലെങ്കിൽ ഇപ്പം ആക്സിഡന്റിലൊക്കെ കുടുങ്ങിക്കിടക്കുകയാണെങ്കിൽ അവിടെ ഫയർഫോഴ്സ് ആയിരിക്കും വരേണ്ടി വരുന്നത്. അപ്പൊ ആരെന്ന് വെച്ചാൽ അത് കൃത്യമായിട്ട് അറിയിച്ച് ആ ഒരു രീതിയിൽ ഉത്തരവാദിത്തം ഏറ്റെടുത്ത് പെരുമാറാനുള്ള ഒരു കഴിവ് അല്ലെങ്കിൽ ആ ഒരു കടമ ആർക്കുണ്ട്? പ്രഥമ ശുശ്രൂഷകനുണ്ട്. പിന്നെന്താണ്? അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക എന്നുള്ളതാണ്. ഒരു അത്യാഹിതം സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഈ പ്രഥമ ശുശ്രൂഷ കൊടുത്ത് ഹോസ്പിറ്റലിൽ എത്തി ഹോസ്പിറ്റലിൽ ഒരു ബൈസ്റ്റാൻഡർ ആയിട്ട് തന്നെ കുറച്ച് നേരമെങ്കിലും നിൽക്കുക. ഡോക്ടർ ഓക്കെയാണ്, ബന്ധുക്കളെ അല്ലെങ്കിൽ അവരുടെ കോണ്ടാക്റ്റുകൾ കാര്യങ്ങൾ ചോദിച്ച് അവർ വരുന്നത് വരെ എന്ത് ചെയ്യണം? അവിടെ ഒരു പ്രഥമ ശുശ്രൂഷകൻ ഉണ്ടാവണം. അത് ഭയങ്കര അത്യാവശ്യമാണ്. കാരണം അത് ഡോക്ടറിന് മാത്രമല്ല ഹെൽപ്പ് ആവുന്നത്, രോഗിക്കും ഹെൽപ്പാണ്. കാരണം രോഗിക്കും ഭയങ്കര ധൈര്യമായിരിക്കും അങ്ങനെ ഒരാൾ നിന്ന് കഴിഞ്ഞാൽ. ഓക്കെ, അപ്പം പ്രഥമ ശുശ്രൂഷകന്റെ ഒരു കടമയാണ് അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം തന്നെ നിൽക്കുക. ഇപ്പം ഈ പൊതുവെ ആക്സിഡൻസ് ഒക്കെ നടക്കുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്, ഇടിച്ചിട്ട് വണ്ടി നിർത്താതെ പോകും, പറന്നു പോകും. അപ്പം ഇങ്ങനെയുള്ള സിറ്റുവേഷൻസിലൊക്കെയാണ് ഗുഡ് സമരിറ്റൻ ലോ എന്ന് പറഞ്ഞാൽ 2014 സുപ്രീം കോർട്ട് ഒരു നിയമം പുറപ്പെടുവിച്ചിരുന്നു. അതായത് ഈ ആക്സിഡന്റ് പറ്റിയ ആളെ ഇപ്പം തട്ടിയിട്ട വണ്ടി അല്ലെങ്കിൽ ആളുകൾ ഒന്നും ആശുപത്രിയിൽ എത്തിക്കാത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അത് പോലീസിന്റെ നടപടികളെയും അല്ലെങ്കിൽ പിന്നീടുള്ള നടപടിക്രമങ്ങളെയൊക്കെ ഭയന്നിട്ടാണ് എന്നുള്ള ഒരു കണ്ടെത്തൽ വന്നതോടെ എന്ത് ചെയ്തു? ഗുഡ് സമരിറ്റൻ ലോ എന്ന് പറഞ്ഞൊരു ലോ ഉണ്ട്. നമ്മൾ ഏറ്റവും ലാസ്റ്റ് ഡിസ്കസ് ചെയ്യുന്നു, നമ്മൾ ഏറ്റവും ലാസ്റ്റ് അത് പറയുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പം അങ്ങനെ ഒരു ലോ കൊണ്ടുവന്ന എന്തിനു തന്നെയാണ്? ഈ ഒരു ബൈസ്റ്റാൻഡർക്ക് വേണ്ടിയിട്ടാണ്. അത് ബൈസ്റ്റാൻഡറായിട്ട് നിൽക്കുന്നയാൾ അധികം നിയമക്കുരുക്കിൽ ചെന്ന് പെടാതിരിക്കാൻ വേണ്ടിയിട്ട് കൊണ്ടുവന്ന നിയമമാണ്. അപ്പൊ അങ്ങനെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ബൈസ്റ്റാൻഡർ അല്ലെങ്കിൽ പരിചാരകൻ അല്ലെങ്കിൽ ആരാണ് ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്നയാൾക്ക് സംരക്ഷണം നൽകിക്കൊണ്ടുള്ള നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അത്യാഹിതം ഉണ്ടായ വ്യക്തിയോടൊപ്പം തന്നെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ എത്തുന്നത് വരെ നിൽക്കുക. അതുപോലെ എന്താണ്? അപകടത്തിൽപ്പെട്ട വ്യക്തിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക. ഇപ്പം ഏറ്റവും ആദ്യം ഇപ്പം ഈ അപകടത്തിൽ പെട്ട ഒരാൾ ഒന്നും വേണ്ട, ഇപ്പം വണ്ടിയുടെ മുകളിൽ മരം വീണു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? നമുക്ക് ഇപ്പോൾ ഫയർഫോഴ്സ് വരുന്നു, ആളുകളെ അല്ലെങ്കിൽ മരം എല്ലാം മുറിച്ച് മാറ്റുന്നു, വണ്ടി പൊളിക്കുന്നു, വണ്ടി നാളെ ഇറക്കിയിട്ട് എന്ത് ചെയ്യണം? ആളെ വളരെ സുരക്ഷിതമായ സ്ഥലത്തിട്ട് മാറ്റുക, വേണ്ട ഫസ്റ്റ് എയ്ഡ് കൊടുക്കുക. ആംബുലൻസ് ആ സമയത്ത് ഉണ്ടായിരിക്കുക, ടൈമിൽ കറക്റ്റ് ആയിട്ട് ആംബുലൻസിൽ ഇപ്പോൾ ബോധം കെട്ടൊക്കെ വീണ് എന്ത് ചെയ്യണം? അപ്പൊ തന്നെ ആളെ കിട്ടിയ ഉടനെ തന്നെ എന്ത് ചെയ്യണം? CPR കൊടുത്ത് തുടങ്ങിക്കണം. ഇപ്പൊ കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. അതായത് ആൾക്ക് ജീവനുണ്ടോ അല്ലെങ്കിൽ ആള് ബ്രീത്ത് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ചെക്ക് ചെയ്തിട്ട് ആൾക്ക് പ്രോപ്പറായിട്ട് CPR കൊടുത്തു തുടങ്ങുക. ഹോസ്പിറ്റലിൽ ചെല്ലുന്നവരെ CPR കൊടുത്തു തുടങ്ങുക. അപകടത്തിൽപ്പെട്ട വ്യക്തിയെ സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റുക. ഇപ്പൊ ഈ CPR എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും കേട്ടോ. അവിടെ നമ്മൾ ഇനിയിപ്പം പുനരുജ്ജീവന രീതികളിൽ നമ്മൾ CPR ഒക്കെ ഡിസ്കസ് ചെയ്യും. അവിടെ ഇത് വ്യക്തമായിട്ട് നിങ്ങൾക്ക് പറഞ്ഞു തരാം കാര്യങ്ങൾ. പിന്നെ നിങ്ങൾക്ക് വേണമെങ്കിൽ അതിന് മുന്നേ ആയിട്ട് CPRന്റെ വീഡിയോ ഒക്കെ ഒന്ന് കാണാം. ഇപ്പൊ യൂട്യൂബിൽ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് CPRന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് കിട്ടും. ആ വീഡിയോ ഒക്കെ ഒന്ന് കണ്ടിട്ട് വരുവാണെങ്കിൽ വളരെ എളുപ്പത്തിൽ ഞാൻ പറയുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും. ഓക്കെ, ഒരു 3-5 മിനിറ്റ് ഒക്കെ അത്ര ഉണ്ടാവുള്ളൂ ആ ഒരു വീഡിയോസ്. നിങ്ങളത് കാണുന്നതുകൊണ്ട് ഒരു നഷ്ടവും ഇല്ല. നിങ്ങൾക്ക് അത് വളരെയധികം ഉപകാരപ്പെടും. എപ്പോഴാണ് നമുക്കിതൊക്കെ ഉപകാരം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. ഇതുപോലുള്ള അറിവുകൾ കാര്യങ്ങൾ നമുക്ക് എപ്പോഴാണ് ഉപകാരം വരുന്നതെന്ന് പറയാൻ പറ്റത്തില്ല. സോ തീർച്ചയായിട്ടും ഒന്ന് കാണുക കേട്ടോ. പിന്നെ എന്താണ്? അപകടത്തിൽപ്പെട്ട വ്യക്തിക്ക് ആത്മവിശ്വാസം നൽകുന്ന രീതിയിൽ പെരുമാറുകയും സേവനം നൽകുകയും ചെയ്യുക. ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അല്ലെ, ധൈര്യപ്പെടുത്തുക നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? കൃത്യമായി അവർക്ക് പ്രോപ്പറായിട്ടുള്ള ആത്മവിശ്വാസം കാര്യങ്ങളെല്ലാം കൊടുക്കുക. അതായത് നിങ്ങൾക്കൊന്നും പറ്റിയിട്ടില്ല, നിങ്ങൾ സേഫ് ആണ്, നിങ്ങൾ ആശുപത്രിയിലേക്കാണ് കൊണ്ടുപോയിക്കൊണ്ടിരിക്കേണ്ടത്, ഇപ്പം വേണ്ട ഫസ്റ്റ് എയ്ഡുകളെല്ലാം ചെയ്തിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും പേടിക്കാനില്ല, ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ ഡോക്ടറിന്റെ ചെക്കപ്പ് കഴിഞ്ഞ് എല്ലാം ഓക്കെയാണ്, നിങ്ങൾക്ക് വീട്ടിൽ പോകാം എന്നുള്ള രീതിയിൽ മാത്രമേ അവരോട് സംസാരിക്കാവുള്ളൂ. ആ ഒരു രീതിയിൽ വളരെ ആത്മവിശ്വാസവും ധൈര്യവും എല്ലാം കൊടുക്കുക. അതുപോലെ എന്താണ്? പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന തീരുമാനിക്കാനുള്ള കടമ ആരുടെയാണ്? അത് പ്രഥമ ശുശ്രൂഷകനെയാണ്. കൂടെ നിന്നിട്ട് ഒരാൾ ഇപ്പം കുറച്ച് പേർക്ക് ആക്സിഡന്റ് വന്നാൽ എന്ത് ചെയ്യും? ചിലപ്പോൾ ചില ബന്ധുക്കളൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ അത് എൻ്റെ ആളാണ്, ഒന്ന് നോക്കൂ എന്നൊക്കെ പറയും. പക്ഷെ അങ്ങനെയല്ല. അതല്ല മെറിറ്റ് എന്ന് വെച്ചാൽ അത് പ്രഥമ ശുശ്രൂഷകന് മനസ്സിലാകേണ്ട രീതിയിൽ അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷകന് ബോധ്യം വരുന്ന രീതിയിൽ മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? അവർക്ക് ചികിത്സ അല്ലെങ്കിൽ അവർക്ക് ഈ ഒരു പരിചരണം കൊടുക്കാൻ പാടുള്ളൂ. ഓക്കെ, അതായത് നിങ്ങൾ കൊടുക്കുന്ന അല്ലെങ്കിൽ പ്രഥമ ശുശ്രൂഷകൻ കൊടുക്കുന്ന പ്രയോറിറ്റി ഭയങ്കര ഡിഫറെന്റ് ആയിരിക്കും. അതായത് ആരോഗ്യം ഏറ്റവും ക്ഷയിച്ച ആളുകളെ ആയിരിക്കും ഏറ്റവും ആദ്യം കൊടുക്കുന്നത്. അതുപോലെ തന്നെ ആംബുലൻസിൽ കയറ്റി വിടുമ്പോഴെല്ലാം ഇപ്പോൾ ഒരു വലിയൊരു ആക്സിഡന്റ് ഒക്കെ ആണെങ്കിൽ ആംബുലൻസ് കയറ്റി വിടുന്നതും എല്ലാം ആ ഒരു പരിക്കിന്റെ ഗുരുതരാവസ്ഥയും ആളുടെ പ്രായവും ആരോഗ്യവും എല്ലാം പരിഗണിച്ചിട്ടായിരിക്കും. ഓക്കെ, അപ്പൊ പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന തീരുമാനിക്കാനുള്ള ഡ്യൂട്ടീസ് ആർക്കാണുള്ളത്? ആ ഒരു കടമ ആർക്കാണുള്ളത്? അത് പ്രഥമ ശുശ്രൂഷകന് തന്നെയാണ് കേട്ടോ. അതുപോലെ നിങ്ങൾക്കും അപകടത്തിൽപ്പെട്ട വ്യക്തിക്കും ഇടയിൽ ഒരു ക്രോസ് കണ്ടാമിനേഷൻ
ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അതായത് ഇപ്പം CPR കൊടുക്കുന്ന സമയത്ത് മൗത്ത് ടു മൗത്ത് ബ്രീത്ത് ഒക്കെ കൊടുക്കേണ്ടി വരും. അപ്പൊ ഇങ്ങനെയുള്ള സിറ്റുവേഷൻ എന്ത് ചെയ്യും? ഇപ്പം ബോധം കെട്ട് കിടക്കുന്ന ഒരാളാണെങ്കിൽ ആളുടെ വായിൽ കുറച്ച് ബ്ലഡോ അല്ലെങ്കിൽ ചിലപ്പോൾ കുറച്ച് ഛർദികളുടെ പാർട്ടോ ഒക്കെ ഉണ്ടാവാം. അപ്പൊ ഇത് നിങ്ങളിലോട്ട് കണ്ടാമിനേറ്റ് ചെയ്യരുത്. ഇത് ചെയ്യാതിരിക്കാൻ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ടവൽ കാര്യങ്ങളൊക്കെ വെച്ച് കവർ ചെയ്തിട്ട് വേണം പ്രോപ്പറായിട്ട് ഈ ഒരു മൗത്ത് ടു മൗത്ത് ബ്രീത്തും എയറും ഒക്കെ കൊടുക്കാനായിട്ട്. അപ്പൊ ഇതാണ് ഈ ക്രോസ് കണ്ടാമിനേഷൻ തടയുക എന്ന് ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഓക്കെ, അത് മാത്രമല്ല ചിലപ്പോൾ മുറിവുകളിൽ നിന്നൊക്കെ പറ്റാം, ആളുടെ മുറിവുകളിൽ നിന്നോ ഒക്കെ നിങ്ങളിലേക്ക് എന്തെങ്കിലും രോഗം കാര്യങ്ങളൊക്കെ പറ്റാം. അപ്പൊ അങ്ങനെ അതിനൊക്കെ എന്ത് ചെയ്യണം? പ്രോപ്പറായിട്ട് ഗ്ലൗ കാര്യങ്ങളൊക്കെ ധരിക്കുക. ഇതെല്ലാം ഫസ്റ്റ് എയ്ഡ് കിറ്റിനകത്ത് ഉണ്ടായിരിക്കണം. ഈ ഗ്ലൗ കാര്യങ്ങളെല്ലാം ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ വെക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങളിൽ നിന്ന് അവരിലോട്ടും അവരിൽ നിന്ന് നിങ്ങളിലോട്ടും എന്ത് സംഭവിക്കാൻ പാടില്ല? രോഗങ്ങൾ കാര്യങ്ങളൊന്നും പടരാൻ പാടില്ല. ഓക്കെ, അപ്പം ക്രോസ് കണ്ടാമിനേഷൻ തടയുക എന്നുള്ളതാണ് അടുത്ത പോയിന്റ്. അതുപോലെ എന്താണ്? അടിയന്തര മെഡിക്കൽ സേവനങ്ങൾ സ്ഥലത്തെത്തുന്നത് വരെ അപകടത്തിൽപ്പെട്ടയാൾക്ക് ആവശ്യമായ പരിചരണം എല്ലാം നൽകേണ്ടതുണ്ട്. അതും പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്ന ആളുടെ ഉത്തരവാദിത്വമാണ്. ആംബുലൻസ് കാര്യങ്ങളെല്ലാം ആ ഒരു സീനിൽ മെഡിക്കൽ സീനിലേക്ക് എത്തുന്നത് വരെ എന്ത് ചെയ്യണം? കൃത്യമായിട്ടുള്ള ഒരു പരിചരണം കാര്യങ്ങളെല്ലാം കൊടുക്കേണ്ടതുണ്ട് കേട്ടോ. അപ്പൊ ഇത്രയാണ് ഈ ഒരു കടമകൾ, പ്രഥമ ശുശ്രൂഷകന്റെ കടമകൾ എന്ന് പറയുന്നത് ഇത്രയുമാണ്. അപ്പൊ ഇനി നമ്മൾ അടുത്തത് നോക്കുന്നതാണ് എന്ത്? ഡ്രാബ്, DRAB, ഡ്രാബ്. ഓക്കെ, നമുക്കത് എന്താണ് നമുക്ക് നോക്കാം. ഇതൊരു PYQ ചോദിച്ചിട്ടുണ്ട്. അതായത് ഇതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഇതിന്റെ ഫുൾ ഫോം ആണ് ചോദിച്ചിട്ടുള്ളൂ. ഏതാണ് ഇതിന്റെ കൃത്യമായിട്ടുള്ള ഫുൾ ഫോം എന്ന രീതിയിലാണ് ഇതിന്റെ PYQ വന്നിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം DRAB അഥവാ ഡ്രാബ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡി എന്ന് വെച്ചാൽ ഡേഞ്ചർ. ഡി എന്ന് വെച്ചാൽ ഡേഞ്ചർ. R റെസ്പോൺസ് അഥവാ പ്രതികരണം. പിന്നെന്താ? എ എന്ന് വെച്ചാൽ എയർവേ, അതായത് വായു കടന്നു പോകുന്ന ആ ഒരു മാർഗമാണ്. അതായത് ആൾക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള മാർഗമാണ് പറയുന്നത്. അപ്പൊ ബി എന്ന് പറയുന്നത് എന്താണ്? ബ്രീത്ത് ആണ് ബി എന്ന് പറയുന്നത്. അപ്പം ബ്രീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത്രേ ഉള്ളൂ. ഏതെങ്കിലും സിറ്റുവേഷനിൽ ആൾക്ക് സ്വമേധയാ ബ്രീത്ത് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ നമ്മൾ എക്സ്ട്രാ ആയിട്ട് അവർക്ക് എന്ത് ചെയ്യുക? അവർക്ക് CPR അതിലൂടെ ബ്രീത്ത് കാര്യങ്ങൾ കൊടുക്കാനുള്ളത്. അപ്പൊ നമുക്ക് ഇതെല്ലാം നമുക്കൊന്ന് നോക്കാം. DRAB അല്ലെങ്കിൽ ഡേഞ്ചർ, റെസ്പോൺസ്, എയർവേ, ബ്രീത്ത്, ഇതൊക്കെ എന്താണ് നമുക്ക് നോക്കാം. അപ്പൊ നിങ്ങൾ ഏറ്റവും ബേസിക്കലി നിങ്ങൾ ഇത് മനസ്സിലാക്കുക. ഡി എന്ന് വെച്ചാൽ എന്താണ്? ഡി എന്ന് വെച്ചാൽ ഡേഞ്ചർ ആണ്. അതുപോലെ R എന്ന് വെച്ചാൽ എന്താണ്? ഡേഞ്ചർ അഥവാ അപകടം. R എന്ന് വെച്ചാൽ എന്താണ്? റെസ്പോൺസ് അഥവാ പ്രതികരണം. അതുപോലെ എന്താണ്? എ എന്ന് വെച്ചാൽ എയർവേ, എയർവേ അഥവാ വായു പോകാനുള്ള ഒരു മാർഗം, അതാണ് ഉദ്ദേശിക്കുന്നത്. ബി എന്ന് വെച്ചാൽ ബ്രീത്ത് അഥവാ ശ്വാസം. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഓർക്കുക. ബാക്കി ഞാൻ പറയാം. ഇപ്പം ഡേഞ്ചർ എന്ന് വെച്ചാൽ ഇപ്പൊ ഞാൻ ഏറ്റവും അധികം നമ്മൾ ആ സ്ലൈഡ്സ് ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പറഞ്ഞു എന്താണ്? ഒരു അപകടം സംഭവിക്കുന്ന ഒരു സ്ഥലത്തേക്ക് നമ്മളൊരു അപകടത്തിൽപ്പെട്ട ഒരാളെ രക്ഷിക്കാൻ ചെല്ലുന്നു അല്ലെ? രക്ഷിക്കാൻ ചെല്ലുമ്പോൾ എന്താ നമ്മൾ ചെയ്യേണ്ടത്? നമ്മൾ ഒരിക്കലും മുന്നും പിന്നും നോക്കാതെ എടുത്ത് ചാടി ആളെ രക്ഷിക്കരുത്. നമ്മൾ നോക്കേണ്ടത് ആൾ സേഫ് അല്ലെങ്കിൽ ആ ഒരു സ്ഥലം സേഫ് ആണോ, ആള് പെട്ടു നിൽക്കുന്ന സ്ഥലത്ത് ഡേഞ്ചർ ഇല്ല, അപകടം ഇല്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമേ പറ്റൂ. അതായത് ഇപ്പം നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞൊരു എക്സാമ്പിൾ ഉണ്ടല്ലേ. ഇപ്പം എന്താണ്? ആൾ ഷോക്ക് എത്തിയെടുക്കുകയാണ്, ആളുടെ മേത്തോടെ ലൈംഗമ്പി പൊട്ടി വീണു, ആളുടെ മേത്തോടെ തന്നെ ലൈംഗമ്പി കടന്നു പോകുന്നെങ്കിൽ നമുക്ക് ആളെ അവിടെ നിന്ന് വലിച്ചെടുക്കാൻ പറ്റത്തില്ല. കാരണം ആളെ തൊട്ട് നമുക്ക് ഷോക്ക് അടിക്കും. അപ്പൊ എന്ത് ചെയ്യണം? ആ ഒരു ഡേഞ്ചർ ആദ്യമേ ക്ലിയർ ചെയ്യുക. ഈ ഒരു ഡേഞ്ചർ സിറ്റുവേഷനെ നമ്മൾ അവിടെ ക്ലിയർ ചെയ്യുക. അവിടെ KSEB വിളിച്ചു പറഞ്ഞത് കറക്റ്റ് ആയിട്ട് ഓഫ് ചെയ്തിട്ട് അവിടെ മറ്റെന്തെങ്കിലും ആ ഒരു ആളെ രക്ഷിക്കുന്നതിൽ തടസ്സം ഉണ്ടെങ്കിൽ അതും എല്ലാം മാറ്റിയതിന് ശേഷം മാത്രമാണ് നമ്മളും സേഫ് ആണ്. അപ്പം നമ്മൾ നേരത്തെ സ്ലൈഡുകളിലൊക്കെ പറഞ്ഞാൽ എന്താണ്? പ്രഥമ ശുശ്രൂഷകന്റെ സുരക്ഷിതത്വം ഉറപ്പുവരുത്തുക. ഇതാണ് ഏറ്റവും ആദ്യം ചെയ്യേണ്ടത്. അതായത് പ്രഥമ ശുശ്രൂഷകൻ സുരക്ഷിതമാണോ എന്ന് ആദ്യമേ നോക്കണം. അതായത് പ്രഥമ ശുശ്രൂഷകൻ ഒരു ഡേഞ്ചറിലല്ലെന്ന് ആദ്യം ഉറപ്പുവരുത്തണം. എന്നിട്ട് വേണം എന്ത് ചെയ്യാനായിട്ട്? ആളെ രക്ഷിക്കാൻ പോകാനായിട്ട്. ആളെ രക്ഷിക്കാൻ പോകുമ്പോഴും എന്ത് ചെയ്യണം? ആ ഒരു സ്ഥലത്ത് വലിയ അപകടങ്ങളൊന്നുമില്ല, അതായത് ആളെ രക്ഷിക്കുന്നത് വഴി വേറെ പ്രത്യേകിച്ച് അപകടങ്ങളിലൊന്നും ഈ ഒരു പ്രഥമ ശുശ്രൂഷകൻ പെടാൻ ഒരു സാധ്യതയും ഇല്ല എന്ന് ഉറപ്പുവരുത്തണം. ഇതിനുശേഷം മാത്രം എന്ത് ചെയ്യാൻ പാടുള്ളൂ? രക്ഷിക്കാൻ പാടുള്ളൂ. അപ്പൊ ആദ്യമേ ലിമിറ്റ് ഡേഞ്ചർ എന്നൊരു കാര്യം അവിടെ ഇല്ല, അല്ലെങ്കിൽ അപകടം അവിടെ ഇല്ല എന്നുള്ള കാര്യം ഉറപ്പുവരുത്തണം. അതിനുശേഷം ചെയ്യേണ്ടതാണ് റെസ്പോൺസ്. ഇപ്പൊ നമ്മൾ ആളെ അവിടെ നിന്ന് മാറ്റി, അപകടമുള്ള സ്ഥലത്ത് നിന്ന് മാറ്റി സേഫ് ആയിട്ടുള്ള സ്ഥലത്ത് ആളെ ഇപ്പൊ കിടത്തിയിരിക്കുകയാണ്. ഈ കിടത്തിയിരിക്കുന്ന ഒരാളെ എന്ത് ചെയ്യണം? ആള് പ്രതികരിക്കുന്നുണ്ടോ? ആൾ എന്തെങ്കിലും തരത്തിൽ നമ്മളോട് റെസ്പോണ്ട് ചെയ്യുന്നുണ്ടോ? അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു മാർഗം എന്ന് വെച്ചാൽ ഷോൾഡറിൽ ശക്തമായി തട്ടുക എന്നുള്ളതാണ്. ഷോൾഡറിൽ ശക്തമായി തട്ടിയിട്ട് ആളുടെ പേര് വിളിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ആളുടെ പേര് നിങ്ങൾക്ക് അറിയാമെങ്കിൽ, ആളുടെ പേര് ഇപ്പൊ ആളുടെ ID കാർഡോ കാര്യങ്ങളിൽ നിന്നോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാവുന്ന പരിചയമുള്ള ആളാണെങ്കിൽ തീർച്ചയായിട്ടും ആളുടെ പേര് വിളിക്കണം. ഇപ്പൊ ഒന്നും വേണ്ട, ഉറങ്ങിക്കിടക്കുന്ന ഒരാളെ ആണെങ്കിൽ നിങ്ങൾ പേര് വിളിച്ച് നോക്കി അവർ പെട്ടെന്ന് എണീക്കും അല്ലെ? നിങ്ങൾ എടാ എടി എന്നൊക്കെ വിളിക്കുന്ന പകരം ഇപ്പൊ നമ്മുടെ വീട്ടിലൊക്കെ ആണെങ്കിൽ നമ്മൾ അനിയനോ ഒക്കെ ആണെങ്കിൽ നമ്മൾ അങ്ങനെ ആയിരിക്കും വിളിക്കുക. പക്ഷെ ഇവര് ഒന്ന് പേര് വിളിച്ച് നോക്കി ഇവർ പെട്ടെന്ന് ചാടി എണീക്കും, അല്ലെങ്കിൽ അവർ പെട്ടെന്ന് റെസ്പോണ്ട് ചെയ്യും. ഓക്കെ, അപ്പം പേര് വിളിക്കാനുള്ളതാണ് ഏറ്റവും നല്ല മാർഗം. ഇല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും നിങ്ങൾ ഓക്കെ ആണോ, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ തോളിൽ ശക്തമായി അടിച്ചുകൊണ്ട് ചോദിക്കുന്നത് നല്ലൊരു കാര്യമാണ്. അപ്പം ആളുടെ റെസ്പോൺസ് അവിടെ കിട്ടുന്നുണ്ടോ എന്ന് നമുക്ക് അറിയാൻ പറ്റും. അതാണ് പ്രതികരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെന്താ? എയർവേ.
ഇപ്പം ഒരാൾ അപകടത്തിൽപ്പെട്ടു അബോധാവസ്ഥയിലാണ് കിടക്കുന്നതെങ്കിൽ ആളുടെ നാവിൻ്റെ ഒരു കാര്യമുണ്ട്. അതായത് ആൾ അബോധാവസ്ഥപ്പെട്ട് കിടക്കുകയാണ്, അബോധാവസ്ഥയിലാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ നാവ് സാധാരണ നമ്മുടെ നാവ് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് നാവ് നിൽക്കുന്ന പോലെ നിൽക്കില്ല, അവരുടെ നാവ് പുറകോട്ടേക്ക് പോകും. ഓക്കെ, ഈ പുറകോട്ടേക്ക് പോകുന്ന സമയത്ത് എന്താണ്, എയർ വേ അടഞ്ഞിട്ടുണ്ടാവും. അപ്പം നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ തല പുറകോട്ടേക്ക് ഒന്ന് ടിൽറ്റ് ചെയ്യുക, ഹെഡ് ടിൽറ്റ് എന്ന് പറയും. ഹെഡ് ടിൽറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യും, ആ ചിന്നൊന്ന് പയ്യെ ഒന്ന് ലിഫ്റ്റ് ചെയ്യണം. ചിന്നൊന്ന് പയ്യെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്കത് അറിയാൻ വേണ്ടി പറ്റും. അപ്പം ഈ ഒരു സമയത്ത് അവരെ ശ്വാസനാളം തുറന്നു വരും. ഓക്കെ, അപ്പം ആ ഒരു സമയത്ത് അവർക്ക് ബ്രീത്തോ കാര്യങ്ങളോ ഉണ്ടോ എന്ന് നമ്മളൊന്ന് അനലൈസ് ചെയ്യണം. അതിന് വേറൊരു കാര്യം കൂടി ഉണ്ട്. എന്താണ് LLF എന്ന് പറയും. ഓക്കെ, അതായത് ലുക്ക്, ലിസൺ, ഫീല്. ലുക്ക്, ലിസൺ, ഫീൽ എന്നാണ് LLF കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് നമ്മൾ അവർക്ക് ശ്വസിക്കാൻ പറ്റുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കണം. അതുപോലെ നമ്മൾ ശ്രദ്ധിക്കണം, അവരുടെ ഹാർട്ട് ബീറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. അതുപോലെ അവരുടെ ഹൃദയം അല്ലെങ്കിൽ അവരുടെ ആ ഒരു നെഞ്ച് ഉയരുകയും താഴുകയും ചെയ്യുന്നുണ്ടോ എന്ന് നമ്മളവിടെ ഫീൽ ചെയ്യണം. അപ്പോൾ ഇതാണ് നമ്മൾ ഇവിടെ ഉദ്ദേശിക്കുന്നത്. അതിനുശേഷം ഇവർക്ക് അവിടെ ബ്രീത്തോ കാര്യങ്ങളോ ഒന്നുമില്ലെന്ന് നിങ്ങൾ ഐഡന്റിഫൈ ചെയ്താൽ നിങ്ങൾ എന്ത് ചെയ്യണം, അപ്പം ഇതാണ് ബ്രീത്ത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ശ്വസനം എന്നാണ്. അപ്പോൾ അവർ അവിടെ സാധാരണ രീതിയിൽ ശ്വസിക്കുന്നില്ല. അതായത് ബ്രീത്ത് നിങ്ങൾ ചെക്ക് ചെയ്തു, ബ്രീത്ത് നിങ്ങൾ ചെക്ക് ചെയ്തപ്പോൾ എന്ത് സംഭവിക്കില്ല, അവിടെ ബ്രീത്ത് ഇല്ല എന്ന് നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യണം, പിന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യമാണ് CPR കൊടുക്കാനുള്ളത്. CPR എന്നൊരു പ്രൊസീജിയറാണ് പിന്നെ നിങ്ങൾ കൊടുക്കേണ്ടത്. DRABC എന്ന് കണ്ടാലും നിങ്ങൾ പേടിക്കണ്ട. അതിന്റെ അർത്ഥം ഒന്നെങ്കിൽ അതിന്റെ ഈ C കൊണ്ട് ഉദ്ദേശിക്കുന്നത് എയ്തർ CPR അല്ലെങ്കിൽ സർക്കുലേഷൻ എന്നതായിരിക്കും. സർക്കുലേഷൻ എന്ന് ഉദ്ദേശിക്കുന്നത് ബ്ലഡ് സർക്കുലേഷൻ ആണ്. അപ്പം ഈ CPR കൊടുക്കുന്നതിന്റെ ഒരു പ്രധാന കാരണം തന്നെ എന്താണെന്ന് അറിയാമോ നിങ്ങൾക്ക്? നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിട്ടുണ്ടോ എന്തിനാണ് ഒരാൾക്ക് CPR കൊടുക്കുന്നത്? ഒരാൾ ബോധം കിട്ടി വീണു, ഒരാൾക്ക് നമ്മൾ CPR കൊടുക്കണം, എന്തിനാണ് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ CPR കൊടുക്കുന്നത്? CPR കൊടുത്താൽ ആളുടെ ജീവൻ കിട്ടും എന്ന് നിങ്ങൾക്ക് അറിയാം. പക്ഷേ ഈ CPR കൊടുക്കുമ്പോൾ അവിടെ എന്താണ് സംഭവിക്കുന്നത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? ഇവിടെ CPR കൊടുക്കുമ്പോൾ സംഭവിക്കുന്നത് വെച്ചാൽ ആളുടെ ശരീരത്തിലൂടെ ആ ഒരു ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് രക്തയോട്ടം പഴയ പോലെ തന്നെ ആൾ അബോധാവസ്ഥയിലാണെങ്കിലും നമ്മൾ CPR കൊടുത്തു കഴിഞ്ഞാൽ ആളുടെ എന്ത് ചെയ്യും, ബ്ലഡ് ഫ്ലോ ഉണ്ടാവും. കൃത്യമായിട്ട് അവർക്ക് ആ ഒരു രക്തചംക്രമണം അവിടെ നടന്നോളും. രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ച ആരാണെന്ന് നിങ്ങൾക്ക് അറിയാലോ അല്ലേ? കോൾലാൻഡ് സ്റ്റെയ്നർ ആണ് രക്തചംക്രമണ വ്യവസ്ഥ കണ്ടുപിടിച്ചത്. നിങ്ങൾ അത് GK പഠിക്കുന്നതാണ്. ഓക്കെ, അപ്പം ഇവിടെ നമ്മൾ CPR കൊടുക്കുന്നത് വഴി എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ ആളുടെ രക്തചംക്രമണം അവിടെ നടക്കും. അതുപോലെ വേറൊരു കാര്യമുണ്ട്, ബ്രെയിൻ ഡെത്ത് സംഭവിക്കത്തില്ല. ഇപ്പം ബ്ലഡ് സർക്കുലേഷൻ കാര്യങ്ങൾ ഇല്ലാതെ വരുമ്പോൾ ബ്രെയിനിലേക്കുള്ള ബ്ലഡ് ഫ്ലോയും ഓട്ടോമാറ്റിക്കലി എല്ലാം ബ്ലഡ് ഫ്ലോ നിൽക്കുന്ന പോലെ തന്നെ നിൽക്കും. ഏറ്റവും അധികം എന്ത് സംഭവിക്കും, ബ്രെയിനിലെ ആ ഒരു സെൽസ് എല്ലാം ചത്തുപോകും. ബ്രെയിൻ സെൽസ് ചത്തുപോകുമ്പോൾ എന്ത് സംഭവിക്കും, അവിടെ ബ്രെയിൻ ഡെത്ത് ഒരു കാര്യം സംഭവിക്കും. ഈ ബ്രെയിൻ ഡെത്ത് ഒഴിവാക്കാനും അതുപോലെ തന്നെ ബോഡിയുടെ ഇന്റേണൽ ഫംഗ്ഷൻസ് നേരത്തെ പോലെ തന്നെ നടക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, CPR ചെയ്യുന്നത്. അപ്പോൾ CPR എന്തിനാണെന്ന് നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾക്ക് ബോധ്യം ഉണ്ടായിരിക്കണം. അപ്പം C എന്ന് പറഞ്ഞാൽ ചിലപ്പം സർക്കുലേഷൻ ആയിരിക്കാം, ചിലപ്പോൾ അത് CPR ആയിരിക്കാം. അപ്പം DRABC എന്ന് നിങ്ങൾക്ക് ക്വസ്റ്റ്യനിൽ വന്നാലും നിങ്ങൾ അവിടെ ഞെട്ടേണ്ടതൊന്നുമില്ല, ഇത് തന്നെയാണ് കാര്യം. അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു. നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. ഏതാണ് 3 Ps അല്ലെ? 3 Ps ആണ് അടുത്ത സ്ലൈഡ്. അതായത് ഇതിനകത്ത് ഒരു ഏറ്റവും ബേസിക് ആയിട്ടുള്ള ഇപ്പം 3 Ps നമ്മൾ 3 Cs കൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യും. സിമ്പിൾ ആണ്. ഒന്ന് എന്താണ്, പ്രിസർവ് ലൈഫ്, ജീവൻ സംരക്ഷിക്കുക. രണ്ടെന്താണ്, പ്രിവെന്റ് ഡിറ്റീരിയറേഷൻ, അവരുടെ ശരീരത്തിന്റെ നശീകരണം അല്ലെങ്കിൽ അവരുടെ അവസ്ഥ വഷളാവുന്നത് തടയുക. പിന്നെന്താണ്, പ്രൊമോട്ട് റിക്കവറി, അവരെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ട് എന്ത് ചെയ്യണം, നമ്മൾ സഹായിക്കുന്നു അല്ലെ? പ്രഥമ ശുശ്രൂഷകൻ അവരെ ആരോഗ്യം വീണ്ടെടുക്കാൻ സഹായിക്കുന്നു. അപ്പോൾ ഇതാണ് ഈ 3 Ps കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പം പ്രിസർവ് ലൈഫ് നിങ്ങൾക്ക് മനസ്സിലായി, ജീവൻ സംരക്ഷിക്കുക. നമ്മൾ ഇത്രയും സ്ലൈഡുകളിൽ പറഞ്ഞതാണ്. അവർക്ക് എന്തെങ്കിലും അപകടങ്ങൾ ഉണ്ടായാൽ അവരെ ആശുപത്രിയിൽ എത്തുന്ന വരെ നമ്മൾ എന്ത് ചെയ്യണം, വൈദ്യസഹായം അല്ലെങ്കിൽ വൈദ്യസഹായം കിട്ടുന്നത് വരെ നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ പരിചരണം കൊടുക്കണം. ഒരു പ്രഥമ ശുശ്രൂഷകൻ പരിചരണം കൊടുക്കണം. അപ്പോൾ അതാണ് പ്രിസർവ് ലൈഫ് അഥവാ ജീവ സംരക്ഷിക്കുക കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ P അതാണ്. രണ്ടാമത്തെ P അതാണ്, പ്രിവെന്റ് ഡിറ്റീരിയറേഷൻ. അതായത് അവരുടെ ആ ഒരു അവസ്ഥ കൂടുതൽ വഷളാകാതെ, ഇപ്പം കൈ ഒടിഞ്ഞ ആളാണെങ്കിൽ എന്ത് ചെയ്യാം, ആ ഒരു കൈ നമ്മൾ പ്രോപ്പറായിട്ട് നമ്മൾ അതിന് ഫസ്റ്റ് എയ്ഡ് കൊടുത്തില്ലെങ്കിൽ ചിലപ്പോൾ അത് മുറിച്ചു മാറ്റേണ്ട അവസ്ഥയിലോട്ട് എത്താം. അപ്പോൾ അതെന്ത് ചെയ്യണം, നിങ്ങളവിടെ കൃത്യമായിട്ട് പ്രഥമ ശുശ്രൂഷ കൊടുക്കുന്ന ഒരാൾ കൃത്യമായിട്ട് അവിടെ പ്രഥമ ശുശ്രൂഷ നൽകണം. അതാണ് പ്രിവെന്റ് ഡിറ്റീരിയറേഷൻ അഥവാ നശീകരണം തടയുക, ആരോഗ്യം വീണ്ടെടുക്കാനൊക്കെ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതുപോലെയാണ് പിന്നെ വരുന്നതാണ് പ്രൊമോട്ട് റിക്കവറി, അവരെ ആരോഗ്യം വീണ്ടെടുക്കാനായിട്ടുള്ള ഇപ്പം ഒരാൾ ബോധം കെട്ടി വീഴുന്നു, ചിലപ്പോൾ BP ഷുഗർ ഒക്കെ കൂടിയതായിരിക്കും, ചിലപ്പോൾ എന്ത് ചെയ്യുന്നു, ആളുകൾ ബോധം കെട്ടി വീഴുന്നു. നമ്മൾ അവരെ പ്രോപ്പറായിട്ട് CPR ഒക്കെ കൊടുത്ത് ആശുപത്രിയിൽ എത്തിച്ചാൽ എന്താണ് മെച്ചം, അവരെ ഒന്ന് നമ്മൾ അവരുടെ ജീവൻ സംരക്ഷിക്കാൻ പറ്റും. രണ്ടെന്താണ്, അവരൊരു പ്രിവെന്റ് റിക്കവറി, അവരുടെ ആ ഒരു വീണ്ടെടുക്കൽ, ആരോഗ്യം വീണ്ടെടുക്കലിനെ ആ ഒരു രീതിയിൽ പ്രോത്സാഹിപ്പിക്കാൻ പറ്റും. ഇത് മാത്രമല്ല, മറ്റുള്ള ഏത് ഫസ്റ്റ് എയ്ഡ് ആണെങ്കിലും എല്ലാ ഫസ്റ്റ് എയ്ഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ
3Ps ആണ് കേട്ടോ. ഈ 3Ps ആണ് എല്ലാ ഫസ്റ്റ് എയ്ഡ് കൊണ്ടും ഉദ്ദേശിക്കുന്നത്. അപ്പം നിങ്ങളത് ഓർമ്മ വെക്കണം. പ്രിസർവ് ലൈഫ്, പ്രിവെന്റ് ഡിറ്റോറിയേഷൻ, അതുപോലെ പ്രൊമോട്ട് റിക്കവറി. ഈ 3 കാര്യങ്ങളാണ് 3Ps കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതൊന്ന് ഓർമ്മയിൽ വെച്ചേക്കുക. ഇപ്പൊ നമുക്ക് അടുത്ത സ്ലൈഡിലോട്ട് പോവാം. 3Cs എന്താണ്? 3Cs ചെക്ക്, കോള്, കെയർ അല്ലെ. ചെക്ക് എന്താണ്? നമ്മൾ നേരത്തെ ഡ്രാബ് കണ്ടല്ലേ. നമ്മൾ നേരത്തെ എന്ത് കണ്ടു? ഡ്രാബ് നമ്മൾ കണ്ടു. ഡ്രാബിൽ നമ്മൾ എന്താണ് ചെയ്യുന്നത്? ഡേഞ്ചർ ആണോ നമ്മൾ നോക്കും, ആൾക്ക് റെസ്പോൺസ് ഉണ്ടോ നമ്മൾ ചെക്ക് ചെയ്യും, അതുപോലെ അവരുടെ എയർവേ ക്ലിയർ ആണോ നമ്മൾ ചെക്ക് ചെയ്യും, ബ്രീത്തിങ് ഉണ്ടോ എന്നൊക്കെ നമ്മൾ ചെക്ക് ചെയ്യും. അപ്പം നമ്മൾ ഈ കാര്യങ്ങളെല്ലാം കൊടുക്കുക. എന്നിട്ട് എന്താ, ഏതൊരു ആൾ നോർമൽ ആണെങ്കിൽ ആൾക്ക് എന്തെങ്കിലും ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആദ്യമേ വിളിക്കേണ്ടത് ആരെയാണ്? ആംബുലൻസിനെ വിളിക്കുക. ഓക്കെ, ആംബുലൻസിനെ വിളിച്ച് നമ്മളവിടെ പ്രോപ്പറായിട്ട് ഇൻഫോം ചെയ്യുക. 108 102 ഉണ്ട് ആംബുലൻസ് നമ്പർ. നമ്മളത് പ്രോപ്പറായിട്ട് നമ്മളതിൽ കാര്യങ്ങൾ ഇൻഫോം ചെയ്യുക. അതുപോലെ എന്താണ്? കെയർ. ആംബുലൻസ് വരുന്നവരെ, അല്ലെങ്കിൽ വരുന്ന ആംബുലൻസ്, ഇപ്പോൾ ചില ആംബുലൻസുകൾ ആധുനികമായിട്ടുള്ള സജ്ജീകരിച്ച ആംബുലൻസിലൊക്കെ നേഴ്സും ഒരു ചെറിയ ഒരു മെഡിക്കൽ സംവിധാനം കാര്യങ്ങളെല്ലാം ഉണ്ടാവും. ഇനി അതല്ലെങ്കിൽ അങ്ങനെയുള്ള ആംബുലൻസ് ആണെങ്കിൽ ആംബുലൻസ് വരുന്നവരെയും, ഇനി അല്ലാത്ത ആംബുലൻസ് ആണെങ്കിൽ ഹോസ്പിറ്റലിലെ രോഗി എത്തുന്നവരെ നിങ്ങൾ എന്ത് ചെയ്യണം? നിങ്ങൾ CPR പോലെയുള്ള കാര്യങ്ങളൊക്കെ കൊടുത്ത്, അല്ലെങ്കിൽ മറ്റുള്ള ഇപ്പം പാമ്പടി കയറ്റിയ ആളാണെങ്കിൽ ആൾ ആശുപത്രി കൊണ്ടുപോകുമ്പോൾ നിങ്ങൾ ആൾ കൂടെ ഉണ്ടാവുക. ആളെ ഇമോഷണലി ഡൗൺ ആവാതെ ആളെ സപ്പോർട്ട് ചെയ്ത് കൂടെ ഉണ്ടാവുക. ആൾക്ക് വേണ്ട കെയർ കാര്യങ്ങളെല്ലാം കൊടുക്കുക. ബൈസ്റ്റാൻഡേഴ്സ് ആയിട്ട് തന്നെ തുടരുക. ആളുടെ റിലേറ്റീവ്സോ മറ്റ് ആരെങ്കിലുമൊക്കെ എത്തുന്നവരെ, സുഹൃത്തുക്കളോ എത്തുന്നവരെ നിങ്ങളവിടെ ഉണ്ടാവുക. കെയർ കൊടുക്കുക, പ്രോപ്പർ ആയിട്ടുള്ള കെയർ കൊടുക്കുക. ഇതാണ് ചെക്ക്, കോള്, കെയർ. ഇതുകൊണ്ട് ഉദ്ദേശിക്കുക. അപ്പോൾ 3Cs ഇതാണ്: ചെക്ക്, കോള്, കെയർ. വ്യക്തമാണല്ലോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇനി കുറച്ച് PYQs നോക്കാം. ഇനി കുറച്ച് PYQs നോക്കാം. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് കണ്ട് കുറച്ച് ടൈമായി, നിങ്ങൾ ബോറടിച്ചെന്ന് തോന്നുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് PYQs നോക്കാം. എന്നാൽ പ്രഥമ ശുശ്രൂഷയിൽ ഡ്രാബ് എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? ഒന്ന് നോക്കിയേ. പ്രഥമ ശുശ്രൂഷയിൽ ഡ്രാബ് എന്നതിന്റെ ഫുൾ ഫോം എന്താണ്? നിങ്ങൾക്ക് ഉത്തരം കിട്ടുന്നുണ്ടോ എന്ന് നോക്കിയാൽ നിങ്ങൾ ബോർഡിലെല്ലാം ചെക്ക് ചെയ്തേ. ഫസ്റ്റ് ഓപ്ഷൻ നോക്കിയേ: ഡേഞ്ചർ, റെസ്പോൺസ്, എയർവേ ആൻഡ് ബ്രീത്തിങ്. ഡേഞ്ചർ, റെസ്പോൺസ്, എയർവേ ആൻഡ് ബ്രീത്തിങ്. പിന്നെ എന്താ? ഡേഞ്ചർ, റിയാക്ട്, എയർവേ ആൻഡ് ബ്രീത്തിങ്. റിയാക്ട് അല്ല അല്ലെ, റിയാക്ട് അല്ല. ഡേഞ്ചർ, റെസ്പോൺസ്, അറ്റാക്ക് ആൻഡ് ബ്രീത്തിങ്. നമ്മൾ ആരെയും അറ്റാക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഡ്രാഗ്, റിയാക്ട്, എയർവേ ആൻഡ് ബ്രീത്തിങ്. നമ്മൾ ആരെയും ഡ്രാഗ് ചെയ്തുകൊണ്ടും പോകുന്നില്ല. അപ്പൊ എന്താണ് ആൻസർ വരുന്നത്? ആൻസർ A ആണ് വരുന്നത്. ഡേഞ്ചർ, റെസ്പോൺസ്, എയർവേ ആൻഡ് ബ്രീത്തിങ് ആണ് ഇതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. ഡേഞ്ചർ, റെസ്പോൺസ്, എയർവേ ആൻഡ് ബ്രീത്തിങ് 2024 വന്ന, ഈ കഴിഞ്ഞ വർഷത്തിൽ വന്ന ക്വസ്റ്റ്യൻ ആണ്. റിപ്പീറ്റ് ചെയ്യാം. പിന്നെ എന്താണ്? താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. ഇത് നിങ്ങൾ നോക്കിയത്, നിങ്ങളിപ്പോൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതാണോ നോക്കിയത്, നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നതാണോ നോക്കിയേ. പ്രഥമ ശുശ്രൂഷകൻ ചെയ്യേണ്ട കാര്യങ്ങളിൽ ഏതൊക്കെയാണ് നോക്കി. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷയുടെ ലക്ഷ്യമായി കണക്കാക്കുന്നത്. ഇപ്പൊ ജീവൻ രക്ഷിക്കുക എന്നത് ആരെയാണ്? പ്രഥമ ശുശ്രൂഷകന്റെ ലക്ഷ്യമാണ് അല്ലെ, ജീവൻ രക്ഷിക്കുക. ഫസ്റ്റ് ഇൻസ്റ്റൻസിൽ രോഗിയുടെ അടുത്ത്, ഡോക്ടറിന്റെ അടുത്ത് എത്തുന്നവരെ ഒരു ഗോൾഡൻ അവറിന്റെ ഉള്ളിൽ എന്ത് ചെയ്യണം? നമ്മൾ വേണ്ട പ്രോപ്പർ ആയിട്ടുള്ള CPR അല്ലെങ്കിൽ വേണ്ട മെഡിക്കൽ സഹായങ്ങൾ എല്ലാം നമ്മൾ ചെയ്തിരിക്കണം. നമ്മൾ വേണ്ട, നമ്മളെ കൊണ്ട് ഫസ്റ്റ് എയ്ഡ് സഹായങ്ങൾ, മെഡിക്കൽ സഹായം എന്ന് പറയത്തില്ല, ഫസ്റ്റ് എയ്ഡ് ആയിട്ടുള്ള സഹായങ്ങളെല്ലാം നമ്മൾ ചെയ്തിരിക്കണം. മെഡിക്കൽ സഹായം ഡോക്ടർ ചെയ്യേണ്ടതാണ്. ഫസ്റ്റ് എയ്ഡ് സഹായങ്ങൾ നമ്മൾ കൃത്യമായിട്ട് ചെയ്ത് ഡോക്ടറിന്റെ അടുത്ത് എത്തിക്കുക. അപ്പോൾ ജീവൻ രക്ഷിക്കാനുള്ളത് ഉത്തരവാദിത്തമാണ്. കൂടുതൽ മുറിവുകൾ ഇല്ലാതെ സംരക്ഷിക്കുക. ഇപ്പൊ ഇത് പറയുമ്പോൾ ഒരു കാര്യം കൂടെ പറയാം. ഈ കത്തി കുത്തി കയറിയ ഒരു കേസസ് ഒക്കെ ഉണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കേസസ് വരുമ്പോഴത്തേക്കും പലരും ചെയ്യുന്നതെന്ന് വെച്ചാൽ കത്തി വലിച്ചു വരാൻ വേണ്ടി ശ്രമിക്കും. ദയവ് ചെയ്ത് ഒരിക്കലും അങ്ങനെ എന്തെങ്കിലും ഇൻസിഡൻസ് വന്നാൽ ആരും അത് ചെയ്യാൻ പാടില്ല. ഇപ്പൊ ഏതെങ്കിലും ഇപ്പൊ നമ്മുടെ എക്സാമിനാണെങ്കിൽ തന്നെ ഇപ്പം കത്തിക്കുത്തേറ്റ ഒരാളെ രക്ഷിക്കുന്ന മാർഗം പറഞ്ഞിട്ട് അതിനകത്ത് കത്തി പയ്യെ വലിച്ചു വരിക, കത്തി ജെന്റിലായിട്ട് വലിച്ചു വരിക എന്നൊക്കെ ഓപ്ഷൻ വന്നാലും അതിലൊന്നും തലവെച്ചേക്കരുത്. കത്തി ഊരാനേ പാടില്ല. കാരണം അത് ഊരി കഴിഞ്ഞാൽ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ കൂടുതൽ മുറിവുണ്ടാവത്തേ ഉള്ളൂ. ബ്ലീഡിങ് കൂടുതൽ സംഭവിക്കും. അതുപോലെ ഇന്റേണൽ ഓർഗൻസിൽ വന്ന ക്ഷതം നമ്മളൊക്കെ ഊരിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ടാവും. കൂടുതൽ മുറിയാനും ഒക്കെ സാധ്യത ഉണ്ടാവുന്നത്. ഒന്നും ചെയ്യാൻ പാടില്ല. ഓക്കെ, അപ്പൊ നമുക്ക് അടുത്ത ഓപ്ഷൻ കേട്ടോ. അപകടത്തിൽ നിന്നും മുക്തി നേടുന്നതിന് സഹായിക്കുക. തീർച്ചയായിട്ടും അല്ലേ. രോഗമുക്തി എന്നത് ആരുടെയാണ്? അല്ലെങ്കിൽ ആ ഒരു കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരു പ്രഥമ ശുശ്രൂഷകൻ ശ്രമിക്കേണ്ട കാര്യങ്ങളാണ്. അപ്പൊ ഈ 3 ഓപ്ഷനും കറക്റ്റ് ആണ്. അതുകൊണ്ട് എന്താണ്? മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ് കേട്ടോ. മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ് അല്ലെ. ഇത് നിങ്ങൾക്ക് നോക്കി, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾ നോക്കിയാൽ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന കാര്യമാണ്. ഓക്കെ, അപ്പം മുകളിൽ പറഞ്ഞിരിക്കുന്നത് എല്ലാം ശരിയാണ്. ഇതും 2014 വന്ന ചോദ്യമാണ് കേട്ടോ. ഇനി അടുത്തത്, ഞാൻ ഏറ്റവും ആദ്യം നിങ്ങളോട് ബൈഹാർട്ട് ചെയ്യാൻ വേണ്ടി പറഞ്ഞിരുന്ന ഒരു കാര്യമുണ്ട്. പ്രഥമ ശുശ്രൂഷയിൽ CPR എന്നത് എന്തിനെ സൂചിപ്പിക്കുന്നു? CPR എന്തിനാണ് സൂചിപ്പിക്കുന്നത്? ക്ലാസിക്കൽ പൾമണറി റെസ്ക്യൂ ആണോ, അതോ കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ, അതുപോലെ സെൻട്രൽ പ്രഷർ റിലീഫ്, സെർവിക്കൽ പ്രഷർ റിലീസ്? ഇതിലേതാണ് ഉത്തരം? ഏതാണ് നിങ്ങൾ തന്നെ നോക്കിയേ. B അല്ലേ, കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ. കാർഡിയോ പൾമണറി
റെസിസിറ്റേഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത് കേട്ടോ. അപ്പൊ ബി ആണ് അതിന്റെ ആൻസർ. 2023 ചോദിച്ചാണ്. കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ട CPRന്റെ ശരിയായ പൂർണ്ണ രൂപം. നമ്മളിപ്പോ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെ, നമ്മളിപ്പോ കണ്ട അതേ ക്വസ്റ്റ്യൻ തന്നെയാണ്. അപ്പൊ നമുക്ക് ഇതിന്റെ ഓപ്ഷൻസ് നോക്കാം. ഒന്ന് കാർഡിയോപൾമണറി റെസ്ക്യൂ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്, അതല്ല. കറക്റ്റ് പൾസ് റേറ്റ് അല്ല. കാർഡിയോപൾമണറി റെസിസിറ്റേഷൻ അതിന്റെ ആൻസർ ആണ്. അതുപോലെ കാർഡിയോ പ്രിലിമിനറി റെസിസിറ്റേഷൻ അല്ല. ഓക്കെ, അപ്പൊ കാർഡിയോ പ്രിലിമിനറി റെസിസിറ്റേഷൻ അല്ല അതിന്റെ ആൻസർ. സി ആണ്. കാർഡിയോ പൾമണറി റെസിസിറ്റേഷൻ ആണ് അതിന്റെ ആൻസർ വരുന്നത്. 2024 വന്ന ക്വസ്റ്റ്യൻ ആണ്. 2024 വന്നതാണ്. 2023, 24 നമ്മൾ നേരത്തെ നോക്കിയത് എത്രയായിരുന്നു? ഓക്കെ, 2023, 24 വന്നിട്ടുള്ള ചോദ്യമാണ്. 25 പ്രതീക്ഷിക്കാം. അപ്പൊ നിങ്ങളത് പഠിച്ചു വെച്ചോളുക. ഇനി അടുത്ത് താഴെ കൊടുത്തിരിക്കുന്നതിൽ CPR നൽകുന്നതിന്റെ ഉദ്ദേശം എന്ത്? നമ്മൾ ഡിസ്കസ് ചെയ്തു ഇത്ര നേരം എന്തിനാണ് CPR കൊടുക്കുന്നത്. പക്ഷേ CPRനെ പറ്റിയുള്ള ഒരു പ്രോപ്പർ ആയിട്ടുള്ള ക്ലാസ് ഉണ്ടാവും. അത് അടുത്ത ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും. നാളത്തെ ക്ലാസ്സിൽ നമ്മളത് ഡിസ്കസ് ചെയ്യും CPRനെ പറ്റി. ഓക്കെ, ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന്, ഓക്കെ, മുറിവിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് തടയുന്നതിന് വേണ്ടിയിട്ട് ഒരു സാധ്യതയില്ല അല്ലെ. മുറിവിൽ നിന്ന് രക്തം വാർന്നു പോകുന്നത് CPR തമ്മിൽ ഒരു ബന്ധവുമില്ല. തൊണ്ടയിൽ കുടുങ്ങിയ ആഹാരപദാർത്ഥം നീക്കം ചെയ്യുന്നത് അല്ല. അത് ഹെംലിച്ച് മന്യൂർ ആണ്. അത് നമ്മൾ ഡിസ്കസ് ചെയ്യും വരുന്ന അടുത്ത ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യും. പൊള്ളലേറ്റ ഭാഗത്തെ വേദന കുറയ്ക്കുന്നതിന് വേണ്ടി, പൊള്ളലും ഈ ഒരു CPR തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അപ്പോൾ ഏതാണ് ശരിയായ ശ്വാസോച്ഛ്വാസവും രക്തയോട്ടം പുനഃസ്ഥാപിക്കുന്നത് അല്ലേ. നമ്മൾ CPR കൊടുക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത് ഞാൻ പറഞ്ഞു അല്ലേ. ആ ഒരു ശരീരത്തെ ബ്ലഡ് ഫ്ലോ കറക്റ്റായിട്ട് കൊണ്ടുവരും. അതുപോലെ എന്താണ് ബ്രെയിൻ അപ്പോൾ ഡാമേജ് ആവത്തില്ല, ബ്രെയിൻ ഡെത്ത് ഉണ്ടാവത്തില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ഓക്കെ, അപ്പം ശ്വാസോച്ഛ്വാസവും രക്തയോട്ടവും പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു CPR നൽകുന്നത്. 2024 വന്ന ചോദ്യമാണ് കേട്ടോ. പിന്നെ എന്താണ് പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്ത പ്രസ്താവന? ശരി, ഇത് നമുക്ക് നോക്കാം. ഇതും നിങ്ങൾ പഠിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റുന്നല്ലേ നിങ്ങൾ നോക്കിയേ. ഒന്ന് വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. ഓക്കെ, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുക. അത്യാഹിതമുണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടെയും കൈകാര്യം ചെയ്യരുത്. അപ്പൊ നോക്കിയ പ്രഥമ ശുശ്രൂഷയുടെ തത്വങ്ങളിൽ പെടാത്തത് ഏതായിരിക്കും? ഇത് അത്യാഹിതമുണ്ടായ വ്യക്തിയോടൊപ്പം നിൽക്കുന്നത് എന്താണ്? പ്രഥമ ശുശ്രൂഷയുടെ തത്വത്തിൽ പെടുന്നതാണ്. ഓക്കെ, അപ്പൊ ഇത് ആൻസർ അല്ല, പ്രഥമ ശുശ്രൂഷയുടെ തത്വത്തിൽ പെടുന്നതാണ്. അതുപോലെ തന്നെ അത്യാഹിതം ഉണ്ടായ വ്യക്തിയെ ധൃതിയിലും സങ്കടത്തോടെയും കൈകാര്യം ചെയ്യരുത് അല്ലെ. നമ്മൾ എന്ത് പറഞ്ഞു? നമ്മൾ അവർ ഇമോഷണലി ഡൗൺ ആക്കരുതെന്ന് പറഞ്ഞു അല്ലെ. അപ്പൊ ഇതുമല്ല. പിന്നെ എന്താ, നമുക്ക് ഫസ്റ്റ് 2 എണ്ണം നമുക്കൊരു ഇത് കിടപ്പുണ്ട്. അതിൽ ഏതായിരിക്കും ആൻസർ? ഏതായിരിക്കും? വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക, വളരെ പതുക്കെയും ശാന്തതയോടും കൂടി പ്രവർത്തിക്കുക. അതിൽ ഏതാണ് വരുന്നത്? അല്ല, വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കാനുള്ളതാണ് ശരി. വളരെ പതുക്കെയാണ് എന്ത് പറ്റും? രോഗിക്ക് അവിടെ അപകടം ഉണ്ടായിരിക്കും അല്ലെ. രോഗിയുടെ നില ഓരോ നിമിഷം തോറും നെഗറ്റീവ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മൾ പിന്നെയും പതുക്കെ നിന്ന് കഴിഞ്ഞാൽ പ്രശ്നമാണ്. വളരെ പെട്ടെന്നും ശാന്തതയോടും കൂടി പ്രവർത്തിക്കാനുള്ളൂ. വെപ്രാളപ്പെടരുത് എന്നുള്ള കാര്യമൊക്കെ അവിടെ ഉള്ളൂ. വളരെ പെട്ടെന്ന് തന്നെ പ്രവർത്തിക്കണം, ശാന്തമായിരിക്കണം. ഓക്കെ, അപ്പൊ താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? അത് നിങ്ങൾ നോക്കിയാൽ നിങ്ങൾക്ക് അറിയാവുന്ന തന്നെയല്ലേ. നിങ്ങളൊന്ന് നോക്കിയേ, ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നില്ലേ? ഫസ്റ്റ് എയ്ഡിന്റെ ഒരു കോൺഫിഡൻസ് ഒക്കെ വരുന്നുണ്ടല്ലോ. ശരി, ഒന്ന് നോക്കിയേ. താഴെ പറയുന്നവയിൽ പ്രഥമ ശുശ്രൂഷകൻ ചെയ്യരുതാത്തത് ഏതാണ്? ഒന്ന് നോക്കിക്കേ. പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം. തീർച്ചയായിട്ടും ഒരു പ്രഥമ ശുശ്രൂഷകൻ ചെയ്യേണ്ടതാണ്. പ്രഥമ ശുശ്രൂഷയുടെ മുൻഗണന നിശ്ചയിക്കണം. പിന്നെ എന്താണ്? സ്വന്തം സുരക്ഷ ഉറപ്പ് വരുത്തണം. ശരിയാണ്. നമ്മൾ ഏറ്റവും എന്താണ്, നമ്മൾ ഡേഞ്ചർ ആയിട്ടുള്ള സ്ഥലത്തിൽ എന്ത് ചെയ്യും? നമ്മൾ സേഫ് ആണ് നമ്മൾ ഉറപ്പ് വരുത്തണം. നമ്മൾ ഡേഞ്ചറിലല്ല. പിന്നെ എന്താ, പരിക്ക് പറ്റിയ ആള് ഡേഞ്ചറിലല്ല എന്ന് ഉറപ്പ് വരുത്തിയതിന് ശേഷം മാത്രമാണ് നമ്മൾ അവരെ അവിടെ നിന്ന് ഒരു പ്രോപ്പർ ആയിട്ടുള്ള സ്ഥലത്തേക്ക് മാറ്റാവുള്ളൂ. ശരി, അതുപോലെ തന്നെ അടിയന്തര വൈദ്യസഹായം ലഭ്യമാക്കണം. ശരി, നമ്മൾ അവരെ എന്ത് ചെയ്യണം? നമ്മളെ കൊണ്ട് പറ്റുന്ന അല്ലെങ്കിൽ നമുക്കറിയാവുന്ന അല്ലെങ്കിൽ എന്താണ് ആ ഒരു പരിചരണം കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അവരെ എന്ത് ചെയ്യണം? അതിനോടൊപ്പം തന്നെ ഹോസ്പിറ്റലിൽ എത്തിക്കുക. അതായത് അടിയന്തര വൈദ്യസഹായം അവർക്ക് ലഭ്യമാക്കി കൊടുക്കുക. അറിയാവുന്ന ചികിത്സ നൽകണം. ഇതൊന്നും ഇതൊരു പ്രശ്നമല്ലേ? ഈ ചികിത്സ ഒരു പ്രശ്നമല്ലേ? നമ്മൾ ചികിത്സ കൊടുക്കുന്ന ആൾക്കാരാണോ? പ്രഥമ ശുശ്രൂഷയിൽ ചികിത്സ കൊടുക്കുന്ന ആൾക്കാരാണ്. ഫയർമാൻ ആയി കഴിഞ്ഞാൽ നിങ്ങൾ ആരും എന്ത് ചെയ്യുന്നില്ല. ഇപ്പം ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എന്നാണ് നിങ്ങളുടെയൊക്കെ തസ്തികയുടെ പേര്. അതായത് ഫയർമാൻ ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്. ഒരു റെസ്ക്യൂ ഓഫീസറായിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട്. റെസ്ക്യൂ എന്ന് പറയുമ്പോൾ എന്തിൻ്റെയൊക്കെയാണ്? മനുഷ്യരുടെയും മൃഗങ്ങളുടെയും പ്രകൃതിയുടെ ഒക്കെ റെസ്ക്യൂ ആയിട്ട് നിങ്ങൾ ആക്ട് ചെയ്യുന്നുണ്ട് അല്ലേ. ഇപ്പോൾ ഒരു ട്രാഫിക്കിൽ മരം വീണാൽ നിങ്ങൾ ആ മരം മാറ്റുമ്പോൾ എന്തായിരിക്കും സംഭവിക്കുന്നത്? അവിടെ റെസ്ക്യൂ തന്നെയാണ് സംഭവിക്കുന്നത്. അതുപോലെ ആർക്കെങ്കിലും
ഇതുപോലെ എന്തെങ്കിലും അത്യാഹിതം വന്നാൽ അവിടെ നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് നിങ്ങളെ പഠിപ്പിക്കും. നിങ്ങൾ ഫസ്റ്റ് എയ്ഡ് കാര്യങ്ങളെല്ലാം നിങ്ങൾ ആ ഒരു തൃശ്ശൂർ വിയ്യൂരിലുള്ള ആ ഒരു കോളേജിൽ ചെല്ലുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. 2007 സ്ഥാപിതമായ ആ ഒരു സ്ഥാപനത്തിൽ എത്തുമ്പോൾ നിങ്ങളെ പഠിപ്പിക്കും. അപ്പോൾ ആ ഒരു സ്ഥലത്ത് ചെല്ലുമ്പം നിങ്ങൾ കൊടുക്കുന്ന കാര്യം പരിചരണമാണ് കേട്ടോ. നിങ്ങൾ ഒരിക്കലും ചികിത്സയല്ല നിങ്ങൾ കൊടുക്കുന്നത്. അപ്പം അറിയാവുന്ന ചികിത്സ നൽകണം എന്നുള്ള തെറ്റാണ്. ചികിത്സ നൽകാൻ ആർക്ക് അധികാരമുള്ളൂ? വൈദ്യൻ അല്ലെങ്കിൽ ഡോക്ടർക്കൊക്കെ അധികാരമുള്ളൂ. പ്രൊഫഷണൽ ഡോക്ടർക്കാണ് ഇത് ചികിത്സ നൽകാനുള്ള അധികാരമുള്ളത്. അപ്പം ഇതിൽ ചെയ്യരുതാത്തത് ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ് ഇതിൽ ചെയ്യരുതാത്തത്? 4-മത്താണ് ചെയ്യരുതാത്തത് കേട്ടോ. 4-മത്താണ് നിങ്ങൾ ചെയ്യരുതാത്തത്. അപ്പം ഇതിൻ്റെ ഓപ്ഷൻ നോക്കിയേ, A4 മാത്രം വരുന്നുണ്ട്. അപ്പം അതാണ് അതിൻ്റെ ഓപ്ഷൻ വരുന്നത്. ശരി, അപ്പം ഇപ്പൊ ഒരു കോൺഫിഡൻസ് ഒക്കെ വന്നല്ലോ, പവറായല്ലോ. അപ്പൊ നമുക്ക് നോക്കാം. പ്രഥമ ശുശ്രൂഷ കിറ്റിൽ ഉൾപ്പെടുത്തേണ്ട ഇനങ്ങൾ. ഇതിൽ നിന്ന് PYQ ഒന്നും വന്നിട്ടില്ല, പക്ഷെ നമുക്ക് നോക്കാം. നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്കൊന്ന് മാനേജ് ചെയ്യാം. നമുക്കൊന്ന് പരിചയപ്പെടാം. എന്താണ് ഫസ്റ്റ് എയ്ഡ് ബോക്സ്, ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം, എന്തുകൊണ്ട് ഉൾപ്പെടുത്തണം എന്നൊക്കെ നമുക്ക് ജസ്റ്റ് നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്തൊക്കെ ഉൾപ്പെടുത്തണം എന്ന് നമുക്ക് നോക്കാം. നിങ്ങൾ കേട്ടിരുന്നാൽ മതി, എഴുതിയെടുക്കൊന്നും വേണ്ട. ഇതിന് ഒരു PYQ ആയിട്ടൊന്നും വന്നിട്ടില്ല, പക്ഷെ നിങ്ങൾക്ക് കേട്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കുറച്ച് കാര്യങ്ങളെ ഉള്ളൂ ഇതിനകത്ത്. ഓക്കെ, അപ്പൊ നമുക്കത് നോക്കാം. ഒന്ന് നമ്മൾ എന്താണ് ബാൻഡേജ് കാര്യങ്ങൾ അല്ലേ. ബാൻഡേജ്, പല തരത്തിലുള്ള ബാൻഡേജുകൾ. ഇപ്പൊ ചെറിയ മുറിവാണെങ്കിലും ഇച്ചിരി വലിയ മുറിവാണെങ്കിലും ആ മുറിവുകളിലെല്ലാം നമുക്ക് അതിനെ പ്രിവെന്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പലതരത്തിലുള്ള ബാൻഡേജുകൾ. പിന്നെ എന്താണ്, പിന്നെ നമുക്ക് പറയാം ഒന്ന് ഗൗസ് പാഡ് കാര്യങ്ങളുണ്ട്. ഗൗസ് പാഡ് എന്ന് വെച്ചാൽ എന്താണ്, ഈ നൈസായിട്ടുള്ള ഒരു കോട്ടന്റെ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടില്ലേ, ഈ മുറി പറ്റി കഴിയുമ്പോഴത്തേക്കും ഒരു പഞ്ഞിയൊക്കെ വെച്ചിട്ട് അത്തലിങ്ങനെ കെട്ടും, ഇങ്ങനെ ഇതായിട്ട് കെട്ടും. അതാണ് ഗൗസ് പാഡ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇതെന്ന് വെച്ചാൽ അതിനകത്തുള്ള വൂണ്ടിൽ നിന്നുള്ള ചില ഈ സ്രവങ്ങൾ കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിച്ചെടുക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ്. മാത്രമല്ല വേറെ പുറത്തുനിന്നുള്ള വേറെ കണ്ടാമിനേഷൻസ് കാര്യങ്ങൾ അടിച്ച് അത് പിന്നെയും ആന്റിസെപ്റ്റിക് ആകാതിരിക്കാനും വേറെ അണുക്കൾ വരാതിരിക്കാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഈ ഗൗസ് പാഡ് യൂസ് ചെയ്യുന്നത്. പിന്നെ കുറച്ച് പിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അതോടൊപ്പം എന്താണ്, നമുക്ക് കുറച്ച് ബാൻഡേജ്, ഈ കെട്ടുന്ന തരത്തിലുള്ള വലിയ ബാൻഡേജുകൾ കാര്യങ്ങൾ, ആ ബാൻഡേജുകളെ പ്രോപ്പറായിട്ട് കണ്ടെയ്ൻ ചെയ്യാൻ അല്ലെങ്കിൽ പ്രോപ്പറായിട്ട് ആ ബാൻഡേജുകളെ പിൻ ചെയ്ത് വെക്കാനൊക്കെ ആയിട്ടാണ് ഈ പിന്ന് കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നത്. അതുപോലെ ട്രയാങ്കുലർ ബാൻഡേജുകളുണ്ട്. ട്രയാങ്കുലർ ബാൻഡേജ്, എസ്മാർക്ക് ബാൻഡേജ് എന്നൊക്കെ പറയും. നമ്മൾ ഏറ്റവും അധികം കണ്ട ആ ഒരു ഫ്രെഡറിക് വോൺ എസ്മാർക്ക് അല്ലെങ്കിൽ ഫ്രെഡറിക് എസ്മാർക്ക് കൊണ്ടുവന്നാണ് ആ ഒരു ട്രയാങ്കുലർ ബാൻഡേജ്. അപ്പോൾ ഈ ട്രയാങ്കുലർ ബാൻഡേജ് ഒക്കെ അതിലുണ്ടാവണം. ട്രയാങ്കുലർ ബാൻഡേജ് വരുന്നുണ്ട്. പിന്നെ എന്താണ്, ആന്റിബയോട്ടിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ആന്റിബയോട്ടിക് ഓയിൽമെന്റ്. നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന് തോന്നുന്നു അല്ലേ? ഇതിനകത്തൊരു ഇമേജ് ആയിട്ട് വെച്ചിട്ട് നിങ്ങളത് കേട്ടാൽ മതി, ജസ്റ്റ് നിങ്ങളത് കേട്ട് മനസ്സിലാക്കിയാൽ മതി. എക്സാമിന്റെ സമയത്ത് നിങ്ങൾക്ക് ഇതിനകത്തുള്ള ഏതെങ്കിലും ഒരു 4 കാര്യങ്ങൾ ഐഡന്റിഫൈ ചെയ്യാനായിരിക്കും വന്നാൽ തന്നെ വരുന്നത്. ഇതുവരെ ഒന്നും ചോദിച്ചിട്ടില്ല. ആന്റിബയോട്ടിക് ആയിട്ടുള്ള ഓയിൽമെന്റ് കാര്യങ്ങൾ, ഇപ്പൊ ചില ചൊറിച്ചിൽ കാര്യങ്ങൾ, ഇപ്പം ഈ ഇൻസെക്ട് കാര്യങ്ങളൊക്കെ കുത്തിയിട്ട് ഈ ചൊറിച്ചിൽ കാര്യങ്ങളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും, നമ്മളവിടെ ഈ ഒരു ആന്റിബയോട്ടിക് ഓയിൽമെന്റ് കാര്യങ്ങളൊക്കെ അവിടെ ഉപയോഗിക്കാറുണ്ട്. ഈ ആന്റിബയോട്ടിക്കിന് ബാക്കൂടെ തന്നെ വേണമെങ്കിൽ ലോഷൻസോ ആവാം. ഈ ആന്റിബയോട്ടിക് ഓയിൽമെന്റ് തന്നെ ആവണമെന്നൊന്നും നിർബന്ധമില്ല, ലോഷൻസ് ആവാം. ചിലപ്പോൾ കലാമിൻ എന്നൊക്കെ പറഞ്ഞ ചില ലോഷൻസ് ഉണ്ട്, ആന്റിബയോട്ടിക് ലോഷൻസ് ഉണ്ട്. അതുപോലെ തന്നെ എന്താണ്, ആസ്പിറിൻ പോലുള്ള കാര്യങ്ങൾ. ആസ്പിറിൻ എന്ന് പറഞ്ഞാൽ നമുക്കിപ്പം ഈ തലവേദന അല്ലെങ്കിൽ വേദനപരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ അതിനെ ശമിപ്പിക്കാനായിട്ടുള്ള വേദന സംഹാരിയായിട്ട് ഉപയോഗിക്കുന്നതാണ് ഈ ഒരു ആസ്പിറിൻ പോലുള്ള കാര്യങ്ങൾ. പിന്നെ ഇനി പ്രിസ്ക്രിപ്ഷൻ മെഡിസിൻസ്, അത് ചിലപ്പോൾ പാരസെറ്റമോൾ ആയിരിക്കും. ഇപ്പോൾ സാധാരണ ഒരാളാണെങ്കിൽ പാരസെറ്റമോളോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മതി. ഇനിയിപ്പോൾ അതിന് ആന്റി ഡയറിയൽ മെഡിസിൻസോ അങ്ങനെ എന്തെങ്കിലും, ഇപ്പം എന്താ പറയുക വയറിളക്കോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ വരുന്ന ആളുകളാണെങ്കിൽ ആ ഒരു ടൈപ്പ് ഓഫ് ആന്റി ഡയറിയൽ മെഡിസിൻസോ അല്ലെങ്കിൽ പാരസെറ്റമോളോ ഡോളോ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്കതിൽ വെക്കാൻ പറ്റും. അതുപോലെ എന്താണ്, ഐസ് പാക്കുകൾ, ഇൻസ്റ്റന്റ് കോൾ പാക്ക് എന്ന് പറഞ്ഞാൽ ഐസ് പാക്ക് കാര്യങ്ങളൊക്കെ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ ഉള്ളത് നല്ലതാണ്. അതുപോലെ ഒരു എമർജൻസി മാനുവൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ചെയ്യണം എന്നുള്ള കാര്യങ്ങളെല്ലാം അതിലുണ്ടാവും. അപ്പോൾ എമർജൻസി മാനുവൽ ഉള്ളത് നല്ലതാണ്. അതുപോലെ തന്നെ ആന്റിസെപ്റ്റിക് വൈപ്സ്, ഇപ്പം നമ്മൾ നേരത്തെ കലാമിൻ ലോഷൻ പോലുള്ള കാര്യങ്ങൾ പറഞ്ഞു, അതുപോലെ തന്നെ ആന്റിസെപ്റ്റിക് ആയിട്ടുള്ള ചില വൈപ്സ് കാര്യങ്ങളും നമുക്ക് ആ കൂടെ കീപ്പ് ചെയ്യുന്നത് ബെറ്റർ ആണ്. പിന്നെ ഒരു തെർമോമീറ്റർ എന്ന് പറയുമ്പോൾ ക്ലിനിക്കൽ തെർമോമീറ്റർ. ഇപ്പോൾ പനി പോലുള്ള കാര്യങ്ങൾ വരുമ്പോൾ നമുക്ക് അതിൻ്റെ ടെമ്പറേച്ചർ അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖങ്ങൾ വന്നു കഴിഞ്ഞാൽ ആൾക്ക് ചിലപ്പോൾ പനി കൂടാം അല്ലെ. പനി വരുമ്പോൾ എന്താണ്, അതൊരു സിംറ്റം എന്നുള്ള രീതിയിലാണ് ഈ പനി വരുന്നത്. അപ്പോൾ അതിൻ്റെ ഡിഗ്രി കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ ഈ ഒരു തെർമോമീറ്റർ വെക്കുന്നത് നല്ലതാണ്. പിന്നെ എന്താണ്, ഗ്ലൗസ് കാര്യങ്ങൾ. അപ്പോൾ നോൺ ലാറ്റക്സ് ആണ് ഏറ്റവും നല്ലത്. നോൺ ലാറ്റക്സ് ഗ്ലൗസ് ആണ്. ഇപ്പോൾ ഗ്ലൗസ് ഉപയോഗിക്കുന്നത് എന്താണ്, നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലെ, ക്രോസ് കണ്ടാമിനേഷൻ ഒരു കാര്യം നമ്മൾ പറഞ്ഞു, ക്രോസ് കണ്ടാമിനേഷൻ. അപ്പോൾ ഈ ക്രോസ് കണ്ടാമിനേഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത് ഗ്ലൗസ് യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇപ്പം നമ്മൾ സോപ്പ് കാര്യങ്ങൾ,
അപ്പോൾ നമ്മൾ നേരത്തെ ആൻറ്റിസെപ്റ്റിക് ലോഷൻ എന്ന് പറഞ്ഞാൽ അത് തന്നെ ഡെറ്റോൾ, ഇപ്പം പല ഈ ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സിൽ കണ്ടിട്ടുള്ള കാര്യമാണ് ഡെറ്റോൾ കീപ്പ് ചെയ്യുന്നത്. അപ്പം ഡെറ്റോൾ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും അവൈലബിൾ ഉള്ള ആൻറ്റിസെപ്റ്റിക് ലോഷൻ, അതുപോലെ തന്നെ സോപ്പ് കാര്യങ്ങൾ, അതുപോലെ തന്നെ നമുക്ക് ഈ സ്വാബ്സ്, കോട്ടൺ സ്വാബ്സ് എന്ന് പറയും. കോട്ടൺ സ്വാബ്സ് പൊതുവെ ഇതിന് യൂസ് ചെയ്യുന്നത് നമ്മൾ ചെവിയിലൊക്കെയാണ് യൂസ് ചെയ്യാറുള്ളത്. പക്ഷേ അതല്ല, ഇതിന് നമുക്ക് അല്ലാതെയും ഈ ഒരു പർപ്പസ് കാര്യങ്ങൾ ഉണ്ട്. ഈ ചെറിയ മുറിവുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അവിടെ നമ്മൾ ക്ലീൻ ചെയ്യാനും ഒക്കെ ആയിട്ട് ഈ ഒരു കോട്ടൺ സ്വാബ് യൂസ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. അപ്പം കോട്ടൺ സ്വാബ്സ് ഉണ്ട്. പിന്നെ ഈ ഐ ഡ്രോപ്സ് കാര്യങ്ങൾ, ദെൻ ഫ്ലാഷ് ലൈറ്റ് ഏറ്റവും അത്യാവശ്യമാണ്. കാരണം നമുക്കിപ്പം എമർജൻസി നടക്കുന്ന സമയത്ത്, ഇപ്പം നേരത്തെ എന്താണ് 2008 ഫ്ലഡ് കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത്, ഇതുപോലുള്ള സമയങ്ങളിലൊക്കെ ആണെങ്കിൽ പവർ കട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടാവും. തീർച്ചയായിട്ടും ഫുൾ പവർ കട്ട് കാര്യങ്ങളായിരിക്കും. അപ്പം ഈ ഒരു ചെറിയൊരു പെൻ ടോർച്ച് പോലുള്ള കാര്യങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു ടൈമിൽ വളരെയധികം ഹെൽപ്ഫുൾ ആയിരിക്കും, പ്രത്യേകിച്ച് ഈ ഒരു എമർജൻസി മെഡിക്കൽ അല്ലെങ്കിൽ ആ ഒരു സിറ്റുവേഷൻസിനെ നേരിടുന്ന സമയത്ത്. പിന്നെ അതുപോലെ ചെറിയ സിസേഴ്സ് കാര്യങ്ങൾ, ഇപ്പോൾ ഈ കോട്ടൺ അതുപോലുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്യാനോ ഒക്കെ ആയിട്ട് നമ്മൾ ഈ ഒരു സിസേഴ്സ് കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുന്നത് ബെറ്റർ ആണ്. ദെൻ എന്താണ് ട്വീസേഴ്സ് അല്ലെങ്കിൽ ചവണ എന്നൊക്കെ പറയും. ആ ഒരു ചെറിയ രീതിയിലുള്ള ടിക്സോ അല്ലെങ്കിൽ എന്തെങ്കിലും തറഞ്ഞു കയറിയിട്ടുണ്ടെങ്കിലോ ഒക്കെ നമുക്ക് അതൊന്ന് പയ്യൊന്ന് വലിച്ചെടുക്കണമെങ്കിൽ, ഇപ്പോൾ കത്തി പോലുള്ള കാര്യങ്ങളൊന്നും അല്ല പറഞ്ഞാൽ, ചെറിയ കാര്യങ്ങളാണ് പറഞ്ഞത്. അതുപോലുള്ള കാര്യങ്ങളാണെങ്കിൽ ഏറ്റവും നല്ലത് അതിൻ്റെ പുറത്ത് ഈ ഒരു ബ്ലീഡിങ് ഒഴിവാക്കുന്ന രീതിയിൽ ഈ ബാൻഡേജ് കാര്യങ്ങളെല്ലാം കെട്ടിയിട്ട് ആശുപത്രി പോകുന്നതാണ് നല്ലത്. പക്ഷേ ഞാനിപ്പോൾ ഈ പറഞ്ഞതെന്ന് പറഞ്ഞാൽ ഈ ചെറിയ തരത്തിലുള്ള കാര്യങ്ങളൊക്കെയാണ് തറച്ച് കയറുന്നെങ്കിൽ അതിനെ ഊരിയെടുക്കാനായിട്ട് എന്താണ് ഏറ്റവും നല്ലത്, ബെസ്റ്റ് ഇതാണ് ട്വീസേഴ്സ് ആണ്, അഥവാ ചവണയാണ് നല്ലത്. ഇത്രയും കാര്യങ്ങൾ ഏറ്റവും കുറഞ്ഞത് ഉണ്ടായിരിക്കണം. ഇത് കൂടാതെ എന്താണ്, ഒരു വീട്ടിലെ ഫസ്റ്റ് എയ്ഡ് കിറ്റൊക്കെ ആണെങ്കിൽ ആ ഒരു വീട്ടിലെ ആളുകളുടെ രോഗവും ഒക്കെ അനുസരിച്ചിട്ട് എക്സ്ട്രാ കുറച്ച് മെഡിസിൻസ്, ഇപ്പോൾ ഷുഗറോ അല്ലെങ്കിൽ BP ഒക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടിയിട്ടുള്ള ഒരു എക്സ്ട്രാ മെഡിസിൻസ് കൂടി അതിനകത്ത് എപ്പോഴും കരുതുന്നത് നല്ലതായിരിക്കും. അല്ലെങ്കിൽ പൊതുവെ ഇപ്പം എന്താ പറയുക, ഇപ്പം നമ്മുടെ വീടിൻ്റെ അടുത്ത് തേനീച്ചകളൊക്കെ വളർത്തുന്നുണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് തേനീച്ച കുത്തൊക്കെ വല്ലപ്പോഴാണെങ്കിലും റെയർ ആയിട്ടാണെങ്കിലും ഏക്കാൻ സാധ്യത ഉള്ളതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലുള്ള ലോഷൻസോ അല്ലെങ്കിൽ ആൻറ്റിസെപ്റ്റിക് ക്രീംസോ ഒക്കെ എടുത്ത് വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. അപ്പോൾ ഇതാണ് ഫസ്റ്റ് എയ്ഡ് കിറ്റ്സ്. നിങ്ങൾക്ക് ഫസ്റ്റ് എയ്ഡ് കിറ്റിൽ എന്ത് ചോദിച്ചാൽ നിങ്ങൾക്ക് അത് അറിയാൻ പറ്റും. കാരണം ഇത് അധികം ബുദ്ധിമുട്ടിക്കുന്ന കാര്യമല്ല, നമുക്ക് അത്യാവശ്യം പരിചയമുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇനി നമുക്ക് ഫസ്റ്റ് എയ്ഡിനെ സംബന്ധിക്കുന്ന ഒരു വളരെ ബേസിക് ഉള്ള കുറച്ച് ഫാക്ട്സ് നമുക്ക് നോക്കാം. ഓക്കെ, നമുക്ക് ബേസിക് ഉള്ള കുറച്ച് ഫാക്ട്സ് നോക്കാം, ചിലപ്പോൾ ചോദിച്ചേക്കാം. അപ്പോൾ നമുക്ക് ആ ഒരു ഫാക്ട്സ് ഒക്കെ നമുക്ക് നോക്കാം. ഒന്ന് ഇതാണ് പ്രഥമ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന ചിഹ്നം. ഓക്കെ, പ്രഥമ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന ചിഹ്നം അല്ല, നമ്മൾ പലരും വിചാരിച്ചുകൊണ്ടിരുന്നത് എന്താണ്, ഒരു റെഡ് ക്രോസ് വന്നാൽ എന്താണ് അത് ഫസ്റ്റ് എയ്ഡ് അല്ലെങ്കിൽ ഒരു മെഡിക്കൽ എയ്ഡിന്റെ ചിഹ്നമാണ്. മെഡിക്കൽ എയ്ഡിന്റെ ഫസ്റ്റ് എയ്ഡിന്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ എന്താണെന്ന് വെച്ചാൽ പച്ച പശ്ചാത്തലത്തിലുള്ള വെള്ളക്കുരിശാണ് കേട്ടോ. പച്ച പശ്ചാത്തലത്തിലുള്ള, അതായത് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ടിന് നടുക്ക് ഒരു വൈറ്റ് ക്രോസ് വരും. അപ്പോൾ ഇതിനെയാണ് എന്തെന്ന് പറഞ്ഞത്, പ്രഥമ ശുശ്രൂഷയെ സൂചിപ്പിക്കുന്ന ചിഹ്നം. അതിന് കൺസിഡർ ചെയ്യുന്നതാണ് ഗ്രീൻ ബാക്ക്ഗ്രൗണ്ട് ആകണം, നടുക്ക് എന്താണ് ഒരു വെളുത്ത കുരിശ്. ഓക്കെ, ഇതൊക്കെ നിങ്ങൾ പഠിക്കേണ്ട, നിങ്ങൾ ഓർമ്മ തന്നെ കിട്ടും. നമ്മൾ ഏറ്റവും അടുത്ത സ്ലൈഡിൽ ഡിസ്കസ് ചെയ്ത കാര്യമാണ് എന്ത്, ഫ്രെഡറിക് വോൺ എസ്മാർക്ക് അല്ലെ, അദ്ദേഹത്തെ അറിയപ്പെടുന്നു, ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്നു അല്ലെ. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്, ഫ്രെഡറിക് വോൺ എസ്മാർച്ച് ആണ് കേട്ടോ. ഇത് എസ്മാർച്ച് എന്നും വരാം, ചിലപ്പം എസ്മാർക്ക് എന്നും തരാം. ഇത് രണ്ട് തന്നാലും ഒന്ന് തന്നെയാണ്, ഒരാൾ തന്നെയാണ്. എസ്മാർക്ക് എന്ന് തന്നാലും നിങ്ങളോട് ആൻസർ ചെയ്യാതെ പോകരുത്. ഫ്രെഡറിക് വോൺ എസ്മാർക്ക് എന്ന് വന്നാലും എസ്മാർച്ച് എന്ന് വന്നാലും ഒരാൾ തന്നെയാണ്. ആധുനിക പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്ന് അറിയപ്പെടുന്നത് അദ്ദേഹമാണ്. അതുപോലെ അന്താരാഷ്ട്ര പ്രഥമ ശുശ്രൂഷ ദിനം നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ പറഞ്ഞു, നിങ്ങൾക്ക് ഓർമ്മയുണ്ട്. എന്നാണ് വരുന്നത്, സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ച അല്ലേ. അപ്പോൾ ഈ വർഷം വരുന്നത് സെപ്റ്റംബർ 13-ാം തീയതിയാണ് ആ ഒരു ഡേ വരുന്നത്. അപ്പം പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ് നിങ്ങൾ പഠിച്ചു, ഫ്രെഡറിക് എസ്മാർക്കാണ് നിങ്ങൾ പഠിച്ചു. അതുപോലെ ഈ ഒരു പ്രഥമ ശുശ്രൂഷ ദിനമായിട്ട് കാണപ്പെടുന്ന എന്നാണ് അല്ലെങ്കിൽ ആചരിക്കുന്നത് എന്നാണ്, സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ച കേട്ടോ. സെപ്റ്റംബറിലെ 2ാമത്തെ ശനിയാഴ്ചയാണ് എന്നാണ് ഈ വർഷം വരുന്നത്, സെപ്റ്റംബർ 13-ാം തീയതിയാണ്. അതുപോലെ നമ്മൾ ആ ഒരു കഴിഞ്ഞ സ്ലൈഡിൽ അല്ലെങ്കിൽ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ നോക്കിയൊരു കാര്യമാണിത്, ഇതിന്റെ തീം 2025, അതായത് ഈ വർഷത്തിലെ തീം എന്താണ്, പ്രഥമ ശുശ്രൂഷ ദിനത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത് പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥ വ്യതിയാനവും. ഓക്കെ, ഫസ്റ്റ് എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. ഇപ്പം നിങ്ങൾക്ക് മലയാളം കംഫോർട്ട് ഇംഗ്ലീഷ് ആണെങ്കിൽ നമ്മൾ അടുത്ത സ്ലൈഡിൽ അത് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഗ്രൂപ്പിൽ നമ്മൾ ഈ സ്ലൈഡ് പ്രൊവൈഡ് ചെയ്യും. ആ ടൈമിൽ നിങ്ങൾക്ക് അതൊന്ന് റെഫർ ചെയ്യാം. ഓക്കെ, നമുക്കത് മലയാളത്തിലാകാനാണ് സാധ്യത ക്വസ്റ്റ്യൻ കൂടുതലും വരാനായിട്ട്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ മലയാളത്തിൽ ഡിസ്കസ് ചെയ്യുന്നത്. പക്ഷേ നിങ്ങൾക്ക് ഇംഗ്ലീഷാണ് കംഫോർട്ടെങ്കിൽ നിങ്ങൾക്ക് ഇംഗ്ലീഷിലൊരു സ്ലൈഡ് നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ നമ്മുടെ ടെലഗ്രാം ചാനൽ ഇടും, നിങ്ങൾക്ക് അത് എടുക്കാം, അവിടെ നിന്ന് എടുക്കാം. അതിൻ്റെ ലിങ്ക് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ആ ഒരു ഫസ്റ്റ് കമൻ്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം
2025 പ്രഥമ ശുശ്രൂഷ ദിനത്തിന്റെ പ്രമേയമായിട്ട് വരുന്നത് എന്താണ്? പ്രഥമ ശുശ്രൂഷയും കാലാവസ്ഥാ വ്യതിയാനവും അഥവാ ഫസ്റ്റ് എയ്ഡ് ആൻഡ് ക്ലൈമറ്റ് ചേഞ്ച്. 2024 അതായത് കഴിഞ്ഞ വർഷത്തിൻ്റെതാണ് ചോദിക്കുന്നതെങ്കിൽ പ്രഥമ ശുശ്രൂഷയും കായിക വിനോദമാണ്. ഫസ്റ്റ് എയ്ഡ് ആൻഡ് സ്പോർട്സ്. 2023 പ്രഥമ ശുശ്രൂഷ ദിനത്തിന്റെ പ്രമേയം 2023 പ്രമേയമാണ് ചോദിക്കുന്നതെങ്കിൽ ഡിജിറ്റൽ ലോകത്തിലെ പ്രഥമ ശുശ്രൂഷ എന്നാണ്. ഡിജിറ്റൽ ലോകത്തിലെ പ്രഥമ ശുശ്രൂഷ. അപ്പോൾ PSCയുടെ സ്വഭാവം അനുസരിച്ചിട്ട് ചിലപ്പോൾ കറണ്ട് അഫയർ എന്ന് പറഞ്ഞ് ചോദിക്കുന്നത് ചിലപ്പോൾ 2022 2023 ഒക്കെ ആയിരിക്കാം. അതുകൊണ്ടാണ് ഇതിന് മുന്നത്തെയും കൂടെ ഇൻക്ലൂഡ് ചെയ്തത്. നിങ്ങളിത് ബൈഹാർട്ട് ചെയ്യാൻ നിൽക്കേണ്ട. നിങ്ങൾ 1-2 തവണയൊക്കെ വായിക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് ഓർമ്മ കിട്ടും. കാരണം നിങ്ങളുടെ ക്ലാസ്സും കാണുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് ഓർമ്മയിൽ നിങ്ങൾക്ക് കിട്ടും. ഇപ്പോൾ 2023 പ്രഥമ ശുശ്രൂഷ ദിനത്തിന്റെ പ്രമേയം വരുന്നത് എന്താണ്? ഡിജിറ്റൽ ലോകത്തിലെ പ്രഥമ ശുശ്രൂഷ. അതുപോലെ 2022 ചോദിക്കുന്നതെങ്കിൽ ആജീവനാന്ത പ്രഥമ ശുശ്രൂഷയാണ്. ലൈഫ് ടൈം ഫസ്റ്റ് എയ്ഡ് എന്നാണ് വരുന്നത്. 2022 ആജീവനാന്ത പ്രഥമ ശുശ്രൂഷ എന്നതാണ് വരുന്നത്. അതായത് 2023 വരുമ്പോൾ ഫസ്റ്റ് എയ്ഡ് ഇൻ ഡിജിറ്റൽ വേൾഡും 2022 ലൈഫ് ലോങ് ഫസ്റ്റ് എയ്ഡും. അപ്പോൾ നിങ്ങൾ PPT നിങ്ങൾ ഗ്രൂപ്പിന് എടുത്തോളൂ. അടുത്താണ് CPRന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. CPRന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? ഡോക്ടർ പീറ്റർ സഫർ ആണ്. ഓസ്ട്രേലിയയിലുള്ള ആളാണ്. ഡോക്ടർ പീറ്റർ സഫർ ആണ് CPRന്റെ പിതാവ്, ഫാദർ ഓഫ് CPR എന്നൊക്കെ അറിയപ്പെടുന്നത്. CPRന്റെ ഫുൾ ഫോം നമ്മൾ പഠിച്ചു. നമ്മൾ PYQs നമ്മൾ നോക്കിയിരുന്നു. എന്താണ്? കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ കേട്ടോ. കാർഡിയോ പൾമണറി റെസസിറ്റേഷൻ എന്നാണ് CPRന്റെ ഫുൾ ഫോം. നമ്മളവിടെ പഠിച്ചതാണ്. പിന്നെ ഈ ഒരു ഡോക്ടർ പീറ്റർ സഫർ എന്ന പേരൊന്ന് ഓർമ്മ വെച്ചോണം. നമ്മൾ മുന്നിലേക്ക് വരും. പ്രധാനപ്പെട്ട വ്യക്തികളൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ ഈ പേര് ഒന്നുകൂടെ നോക്കും. നമ്മൾ നേരത്തെ കണ്ട പേരുകൾ നമ്മൾ നോക്കും. ഈ ഒരു ഡോക്ടർ പീറ്റർ സഫർ എന്നുള്ള നെയിം നമ്മൾ നോക്കും. ഓക്കെ. അപ്പം ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ ഗ്രാമം ഏതാണെന്ന് ചോദിച്ചാൽ ഏതാണ്? മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്രയാണ് കേട്ടോ. മലപ്പുറം ജില്ലയിലെ ചേലാമ്പ്രയാണ് ഇന്ത്യയിലെ ആദ്യത്തെ പ്രഥമ ശുശ്രൂഷ സാക്ഷരതാ ഗ്രാമം എന്ന് അറിയപ്പെടുന്നത്. പിന്നെ കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത്. കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത് ഏതാണ്? കാസർഗോഡ് ജില്ലയിലെ മടിക്കൈയാണ് കേട്ടോ. കാസർഗോഡ് ജില്ലയിലെ മടിക്കൈയാണ്. ഇത് നമുക്ക് ഫസ്റ്റ് എയ്ഡുമായിട്ട് റിലേറ്റ് ചെയ്ത് ചോദിക്കണമെങ്കിൽ ചോദിക്കുന്ന ചോദ്യങ്ങളായതുകൊണ്ട് നമ്മളത് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളതാണ്. കേരളത്തിലെ സമ്പൂർണ്ണ രക്തദാന പഞ്ചായത്ത് എന്നറിയപ്പെടുന്നത് കാസർഗോഡ് ജില്ലയിലെ മടിക്കൈയാണ്. ഇന്ത്യയിലെ ആദ്യ നേത്രദാന പഞ്ചായത്ത്. നേത്രദാനം അവയവമായതുകൊണ്ട് ഞാൻ അവയവദാനം ആക്കിയതാണ്. എന്തായാലും നേത്രദാന പഞ്ചായത്ത് എന്ന് ചോദിച്ചാൽ ഏതാണ്? ചെറുകുളത്തൂറാണ്. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ് കേട്ടോ. കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂരാണ് ഇന്ത്യയിലെ ആദ്യ നേത്രദാന പഞ്ചായത്ത് എന്ന് അറിയപ്പെടുന്നത്. ഓക്കെ. അപ്പൊ ഇത് വ്യക്തമാണല്ലോ, കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം നമുക്ക് അടുത്തൊരു സ്ലൈഡിലോട്ട് പോവാം. റെഡ് ക്രോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. റെഡ് ക്രോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്നാണ്? മെയ് 8 കേട്ടോ. മെയ് 8 ഇന്റർനാഷണൽ വുമൻസ് ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര വനിതാ ദിനമായിട്ട് ആചരിക്കുന്നത് മാർച്ച് 8. റെഡ് ക്രോസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചാൽ മെയ് 8 മെയ് 8 അതായത് ICRC. എന്താണ് ICRC? ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് എന്നാണ് ICRC കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതിന്റെ സ്ഥാപകൻ ഹെൻറി ഡ്യൂറന്റിന്റെ ജന്മവാർഷികത്തോടനുബന്ധിച്ചാണ് ഈ ഒരു റെഡ് ക്രോസ് ദിനം, അത് മെയ് 8 ആചരിക്കുന്നത്. അപ്പം റെഡ് ക്രോസ് ദിനം മെയ് 8 എന്നൊരു കാര്യം ഓർമ്മ വെച്ചോളൂ. അതുപോലെ അന്താരാഷ്ട്ര നേഴ്സസ് ദിനം, ഇന്റർനാഷണൽ നേഴ്സസ് ഡേ അല്ലെങ്കിൽ അന്താരാഷ്ട്ര നേഴ്സസ് ദിനമായിട്ട് ആചരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ മെയ് 12 കേട്ടോ. മെയ് 12 ഇന്റർനാഷണൽ നേഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. ഇപ്പൊ 2025 നേഴ്സസ് ഡേയുടെ തീമാണ് എന്ത്? അവർ നേഴ്സസ് അവർ ഫ്യൂച്ചർ, കെയറിംഗ് ഫോർ നേഴ്സസ് സ്ട്രെങ്തൻ ഇക്കണോമീസ്. നമ്മുടെ നേഴ്സുമാർ നമ്മുടെ ഭാവി, നേഴ്സുമാരെ പരിപാലിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നു. ചെറിയൊരു ഫാക്ട്സ് നിങ്ങളൊന്ന് ബൈഹാർട്ട് ചെയ്തോളൂ. ഇപ്പൊ റെഡ് ക്രോസ് ഡേ എന്നാണ് അല്ലെങ്കിൽ അന്താരാഷ്ട്ര നേഴ്സസ് ദിനം എന്താണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ ചെറിയൊരു ഫാക്ട്സ് ആണ്. അതുപോലെ നിങ്ങൾ തീം നിങ്ങൾ ബൈഹാർട്ട് ചെയ്യണമെന്ന് പറയത്തില്ല. അത് നിങ്ങളൊന്ന് കണക്ട് ചെയ്ത് വെച്ചാൽ നിങ്ങളുടെ ഓർമ്മ ഇരുന്നോളും. നമുക്കിപ്പോൾ 1 വീക്ക് ഇല്ല എക്സാമിന്, അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആ ഒരു ചെറിയ രീതിയിൽ തന്നെ പെട്ടെന്ന് നിങ്ങൾക്കത് കണക്ട് ചെയ്യാനൊക്കെ പറ്റും. ഓക്കെ. അപ്പൊ ഇനി ഗോൾഡൻ അവർ പ്രിൻസിപ്പിൾ ആണ്. ഗോൾഡൻ അവർ നമ്മൾ ആ ഒരു ഏറ്റവും ആദ്യത്തെ സ്ലൈഡുകൾ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ, ഗോൾഡൻ അവർ എന്താണ് എന്നുള്ള കാര്യം നമ്മൾ പറഞ്ഞിരുന്നു അല്ലേ. ഒരാൾക്ക് അപകടം പറ്റിയിട്ട് ആദ്യത്തെ 60 മിനിറ്റിനുള്ളിൽ, അതായത് 1 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിക്കണം എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ ഈ ഒരു സമയം ഭയങ്കര ക്രൂഷ്യലാണ് അല്ലെ. ഒരു രോഗിയുടെ ആ ഒരു ആരോഗ്യ സ്ഥിതിയെ സംബന്ധിച്ച് ഈ ഒരു മണിക്കൂർ വളരെയധികം ക്രൂഷ്യലാണ്. അപ്പൊ ഈ സമയത്തെയാണ് എന്തെന്ന് പറഞ്ഞത്? ഗോൾഡൻ അവർ പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത്. അപ്പം ആദ്യ മണിക്കൂർ, ആദ്യത്തെ 60 മിനിറ്റിനെയാണ് കേട്ടോ. ആഘാതമായ പരിക്കിന് ശേഷമുള്ള ആദ്യ മണിക്കൂറിനെയാണ്, അതായത് ആദ്യത്തെ 60 മിനിറ്റിനാണ് എന്തെന്ന് പറഞ്ഞത്? ഈ പറഞ്ഞ ഗോൾഡൻ അവർ എന്ന് പറയുന്നത്.
അപ്പോൾ ഈ സമയത്ത് സമയബന്ധിതമായിട്ട് നമ്മൾ എന്ത് ചെയ്യണം, രോഗിക്ക് വേണ്ടത് ചികിത്സാ കാര്യങ്ങളും സഹായങ്ങളും എല്ലാം കൊടുത്ത് വൈദ്യന്റെ അടുത്ത്, ഡോക്ടറിന്റെ അടുത്ത് പ്രൊഫഷണൽ ട്രീറ്റ്മെന്റിന് ഡോക്ടറുടെ അടുത്ത് എത്തിക്കുക. ഓക്കെ, പരിചരണത്തിന് ശേഷം ഡോക്ടറിന്റെ അടുത്ത് കൃത്യമായിട്ട് എത്തിക്കുക എന്നുള്ളതാണ് ഈ സമയത്ത് ചെയ്യേണ്ട കാര്യം. അപ്പം ഇനി നമ്മൾ നോക്കുന്നത് ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന വ്യക്തിത്വങ്ങളെ പറ്റിയാണ്. ഓക്കെ, ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ്, ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ടുള്ള പ്രധാന വ്യക്തിത്വങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ 4 പ്രധാന വ്യക്തിത്വങ്ങളെ പറ്റിയാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഏറ്റവും അടുത്താണ് ജീൻ ഹെൻറി ഡ്യൂനന്റ് കേട്ടോ. ജീൻ ഹെൻറി ഡ്യൂനന്റ് സ്വിറ്റ്സർലൻഡിൽ നിന്നുള്ള ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന്റെ പ്രത്യേകത എന്താണ് നമുക്ക് നോക്കാം. അതായത് ഇന്റർനാഷണൽ കമ്മിറ്റി റെഡ് ക്രോസ് എന്ന് നമുക്കറിയാം. റെഡ് ക്രോസ് എന്ന് നമുക്കറിയാം. ആ ഒരു റെഡ് ക്രോസിന്റെ സ്ഥാപകൻ എന്നറിയപ്പെടുന്ന ആരാന്ന് ചോദിച്ചാൽ ആരാണ്? ജീൻ ഹെൻറി ഡ്യൂറന്റ് ആണ്. ഓക്കെ, ICRC അഥവാ ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ് എന്നാണ് അതിന്റെ പൂർണ്ണനാമം. ആ കാര്യം ഒന്ന് ഓർമ്മ വെച്ചോളുക. അപ്പൊ ICRC അല്ലെങ്കിൽ റെഡ് ക്രോസിന്റെ സ്ഥാപകൻ ആരാണെന്ന് വെച്ചാൽ ജീൻ ഹെൻറി ഡ്യൂനന്റ് ആണെന്നൊരു കാര്യം ഓർക്കുക. അതുപോലെ എന്താണ്, യുദ്ധഭൂമിയിലെ പ്രഥമ ശുശ്രൂഷയുടെയും മാനുഷിക പരിചരണത്തിന്റെയും വക്താവ്, 1ാം സമാധാന നൊബേൽ സമ്മാന ജേതാവ് ആരാന്ന് ചോദിച്ചാൽ അതും ഇദ്ദേഹം തന്നെയാണ്, ജീൻ ഹെൻറി ഡ്യൂനന്റ് തന്നെയാണ്. 1901 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത് കേട്ടോ. 1901 അദ്ദേഹത്തിന് നൊബേൽ സമ്മാനം ലഭിക്കുന്നത്. അപ്പം റെഡ് ക്രോസിന്റെ സ്ഥാപകനാണ്, ഏറ്റവും ആദ്യത്തെ സമാധാനത്തിനായിട്ടുള്ള നൊബേൽ സമ്മാന ജേതാവും കൂടിയാണ് അദ്ദേഹം എന്നൊരു കാര്യം ഓർക്കുക. 1901 കിട്ടിയത്. അത്രയും ഡീറ്റെയിൽ ആയിട്ടൊന്നും ചോദിക്കത്തില്ല, എന്നാണ് നൊബേൽ സമ്മാനം കിട്ടിയെന്നൊന്നും ചോദിക്കില്ല. പക്ഷെ നിങ്ങളുടെ ഒരു നോളജിന് വേണ്ടി അത് ആഡ് ചെയ്തതാണ്. അടുത്താണ് ഡോക്ടർ ഫ്രെഡറിക് എസ് മാർക്ക്. എസ് മാർക്ക് എന്നും പറയാം, ഡോക്ടർ ഫ്രെഡറിക് എസ് മാർക്ക് എന്നൊക്കെ അതിൽ ക്വസ്റ്റ്യൻ വരാൻ സാധ്യത കൂടുതൽ. ഓക്കെ, അദ്ദേഹം ഒരു ജർമ്മൻ സർജൻ ആയിരുന്നു. അതുകൂടാതെ എന്താണ്, നമ്മൾ നേരത്തെ സ്ലൈഡിൽ പഠിച്ച പോലെ തന്നെ എന്താണ്, പ്രഥമ ശുശ്രൂഷയുടെ പിതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരാണെന്ന് ചോദിച്ചാൽ ഡോക്ടർ ഫ്രെഡറിക് എസ് മാർക്ക് ആണ്. അതുപോലെ എസ് മാർക്ക് ബാൻഡേജ് എന്ന് വെച്ചാൽ ആ ഒരു ത്രികോണാകൃതിയിലുള്ളൊരു ബാൻഡേജ് ആണ്. അപ്പം ഈ ഒരു രീതിയിലിരിക്കുക ഒരു ബാൻഡേജ്. ഈ ബാൻഡേജ് നമുക്ക് പല പല ആവശ്യങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് ഇപ്പോൾ കൈ ഒടിയുന്ന സമയത്ത് സ്ലിംഗ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. അതുപോലെ തന്നെ ഇപ്പോൾ തലയിലുള്ള പരിക്കാണെങ്കിലോ സ്പ്രെയിനുള്ള പരിക്കാണെങ്കിലോ ഇങ്ങനെ പല പല പരിക്കുകൾക്ക് ഉപയോഗിക്കാവുന്ന ഒരു ബാൻഡേജാണ് അദ്ദേഹം കണ്ടെത്തിയത്. ഓക്കെ, അപ്പം ഇതിനെ പറഞ്ഞ പേര് എസ്മാർക്ക് ബാൻഡേജ് എന്ന് തന്നെയാണ്. എസ്മാർക്ക് ബാൻഡേജ് എന്ന് തന്നെയാണ് ഇതിനെ അറിയപ്പെടുന്ന പേര്. ഇപ്പം ഇത് നമുക്ക് വീട്ടിലാണെങ്കിലും ഉണ്ടാകും കേട്ടോ. ഇപ്പം ഒരു ബെഡ്ഷീറ്റ്, നല്ലൊരു ബെഡ്ഷീറ്റ് ഒക്കെ എടുത്തിട്ട് നമുക്ക് ഈ ഒരു 90 ഡിഗ്രിയിൽ നമ്മളത് കീറിയെടുത്താൽ മതി. ഇതുപോലെ 90 ഡിഗ്രിയിൽ കീറിയെടുത്തിട്ട് എന്ത് ചെയ്യണം, നന്നായിട്ട് സ്റ്റെറിലൈസ് ചെയ്തെടുക്കുക. അതായത് തിളയ്ക്കുന്ന വെള്ളത്തിൽ ഒരു 10 മിനിറ്റ് തിളപ്പിച്ച് എടുക്കുക, സ്റ്റെറിലൈസ് ആയി. അപ്പോൾ ഇത് നമുക്ക് ബാൻഡേജ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാം. പിന്നെ ഒരു ബാൻഡേജ് ഒരു തവണ മാത്രം ഉപയോഗിക്കും. ഇപ്പോൾ ചിലരും ചെയ്യുന്ന കാര്യമാണ്, അത് തന്നെ വെച്ചിട്ട് പിന്നീട് അത് ഉപയോഗിക്കുന്നുണ്ട്. അതങ്ങനെ ചെയ്യാൻ പാടില്ല. ഒരു ബാൻഡേജ് ഒരു തവണ മാത്രം ഉപയോഗിക്കുക. ഓക്കെ, അപ്പോൾ ഇതാണ് എസ് മാർക്ക് ബാൻഡേജ്. അപ്പോൾ ഇതിൻ്റെ ഒരു ജ്ഞാനം ഒക്കെ അദ്ദേഹത്തിൻ്റെയാണ്, ഫ്രെഡറിക് എസ് മാർക്കിൻ്റെയാണ്. അതുപോലെ തന്നെ സിവിലിയന്മാർക്കും സൈനിക ഉദ്യോഗസ്ഥർക്കും പ്രഥമ ശുശ്രൂഷ പഠിപ്പിക്കുന്നതിനെ അദ്ദേഹം പ്രോത്സാഹിപ്പിച്ചു. പിന്നെ എന്താണ്, അദ്ദേഹത്തിൻ്റെ ബുക്കുകൾ, ഇതൊന്നും നിങ്ങൾ ഓർമ്മ വെച്ചോളൂ. ഈ ഒരു ബുക്കുകളുടെ പേര് ഫസ്റ്റ് എയ്ഡ് ഓൺ ദി ബാറ്റിൽ ഫീൽഡ്, യുദ്ധഭൂമിയിലെ ഫസ്റ്റ് എയ്ഡ് എന്ന് വേണമെങ്കിൽ പറയാം. അതുപോലെ തന്നെ ഫസ്റ്റ് എയ്ഡ് ടു ദ ഇഞ്ചേർഡ്, മുറിവേറ്റവർക്കുള്ള ഫസ്റ്റ് എയ്ഡ്. അപ്പോൾ ഈ 2 ബുക്കുകൾ ഒന്ന് ഓർമ്മ വെച്ചു. ഇത് ശരിക്കും പറഞ്ഞാൽ മാനുവലാണ്, അദ്ദേഹത്തിൻ്റെ ഒരു മാനുവലാണ്. ഈ പറയുന്ന 2 കാര്യങ്ങളും, ഫസ്റ്റ് എയ്ഡ് ഓൺ ദ ബാറ്റിൽ ഫീൽഡും ഫസ്റ്റ് എയ്ഡ് ടു ദ ഇഞ്ചേർഡും. അപ്പോൾ ഇത് 2 ഒന്ന് ഓർമ്മയിൽ വെച്ചോളൂ കേട്ടോ. അപ്പോൾ പ്രഥമ ശുശ്രൂഷയുടെ പിതാവായിട്ട് അംഗീകരിക്കപ്പെടുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ഓക്കെ, നമ്മൾ ഫസ്റ്റ് സ്ലൈഡിൽ നമ്മൾ പഠിച്ച കാര്യമാണ്. അടുത്താണ് ഡോക്ടർ പീറ്റർ സഫർ. ഇപ്പം ഏത് രാജ്യത്തു നിന്നുള്ളതെന്ന് ഓർക്കണം കേട്ടോ. അതൊന്നും ചോദിക്കുകയല്ല, ഏത് രാജ്യത്തു നിന്നുള്ളതാണ് എന്നൊന്നും ഓർക്കേണ്ട. അത് ഞാനൊരു എക്സ്ട്രാ ഒരു നോളജിനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു ക്യൂരിയോസിറ്റിക്ക് വേണ്ടി മാത്രം ആഡ് ചെയ്തതാണ്. ഓക്കെ, അപ്പം CPRന്റെ പിതാവ് എന്നറിയപ്പെടുന്ന ഇദ്ദേഹമാണ്. ഡോക്ടർ പീറ്റർ സഫറാണ് CPRന്റെ പിതാവ് എന്നറിയപ്പെടുന്നത്. അതുപോലെ തന്നെ ഇദ്ദേഹം ആരോടൊപ്പം ചേർന്നിട്ടാണെന്ന് ചോദിച്ചാൽ, അല്ലെങ്കിൽ ഈ ഒരു CPRന്റെ സാങ്കേതികം വികസിപ്പിച്ചെടുത്ത് ആരുടെ കൂടെ ചേർന്നിട്ടാണെന്ന് ചോദിച്ചാൽ ജെയിംസ് ഏലാമുമായി ചേർന്നിട്ടാണ് ഈ CPRന്റെ പ്രാരംഭഘട്ടം അദ്ദേഹം കണ്ടെത്തിയത്. അതുപോലെ തന്നെ റസുസി ആനി, ഇപ്പം CPR എന്ന പരിശീലനത്തിനായിട്ട് അദ്ദേഹം നിർമ്മിച്ച ഒരു പാവയുണ്ട്. അപ്പോൾ ഈ പാവയുടെ പേരാണ് റസുസി ആനി എന്നാണ് ആ പാവയുടെ പേര്. അതുപോലെ തന്നെ CPRന്റെ ആ ഒരു ABC, ഈ ഒരു കാര്യങ്ങളുണ്ട്. CPRന്റെ ABC ഒക്കെ നമ്മൾ പഠിക്കും. നമ്മൾ ഈ അടുത്ത ക്ലാസ്സിൽ പുനരുജ്ജീവന രീതികളിൽ നമ്മൾ പഠിക്കും. ABC, CAB ഒക്കെ നമ്മൾ പഠിക്കും. പക്ഷേ ഇത് നമുക്കറിയാവുന്ന കാര്യങ്ങളല്ലേ എന്ന് നോക്കിയേ. എന്താണ് എയർവേ, നമ്മൾ നേരത്തെ നോക്കിയില്ലേ, DRABയിൽ നമ്മൾ നോക്കിയ കാര്യം തന്നെയല്ലേ ഇത്. നോക്കിയേ, എയർവേ. അതുപോലെ B എന്താ, ബ്രീത്തിനുള്ള കാര്യം നമ്മൾ കണ്ടു. അതുപോലെ തന്നെ C എന്ന് പറഞ്ഞാൽ എന്താണ്, C എന്ന് പറഞ്ഞാൽ നമ്മളിവിടെ സർക്കുലേഷൻ അഥവാ CPR നമ്മൾ പഠിച്ചു. ചെസ്റ്റ് കംപ്രഷൻ എന്നൊരു രീതിയിൽ അത് ഉപയോഗിക്കുക. ആ ഒരു സിക്ക് നമുക്കൊരു ഫുൾ ഫോം പറയാൻ പറ്റും. കാരണം ഈ ചെസ്റ്റ് കംപ്രഷൻ കൊടുക്കുന്ന വഴിയാണ് ഇത് സംഭവിക്കുന്നത്. ഈ ഒരു ബ്ലഡ് സർക്കുലേഷൻസ് അഥവാ CPR എന്നൊരു കാര്യം നടക്കുന്നത്. സോ
ABC നമുക്ക് പരിചിതമാണ് അല്ലേ? ഓക്കെ. അപ്പം 1957 അദ്ദേഹം ABC ഓഫ് റെസിസ്റ്റേഷൻ എന്ന പുസ്തകം എഴുതി. അത് CPRന്റെ പരിശീലനത്തിന് അടിസ്ഥാനമായി. അപ്പോൾ ABC ഓഫ് റെസിസ്റ്റേഷൻ ആര് എഴുതാണെന്ന് ചോദിച്ചാൽ അത് ഡോക്ടർ പീറ്റർ സഫർ എഴുതിയ പുസ്തകമാണ്. അടുത്താണ് ഫ്ലോറൻസ് നൈറ്റിംഗേൽ. നിങ്ങൾക്ക് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആരാണെന്ന് അറിയാം അല്ലെ? വിളക്കേന്ത്യ വനിത എന്നൊക്കെ അറിയപ്പെട്ടിരുന്ന ഒരു ഇദ്ദേഹത്തിന്റെ ആ ഒരു ബർത്ത്ഡേ ആണ് എന്ത് നേഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പം ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആരാണ്? സാമൂഹിക പരിഷ്കർത്താവും ആധുനിക നേഴ്സിംഗിന്റെ സ്ഥാപക എന്നൊക്കെ പറയാം. ആധുനിക നേഴ്സിംഗിന്റെ സ്ഥാപക, അതുപോലെ ആധുനിക നേഴ്സിംഗിന്റെ മാതാവ് എന്നൊക്കെ അറിയപ്പെടുന്ന ആരെന്ന് ചോദിച്ചാൽ ആരാണ്? അത് ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ് കേട്ടോ. ഫ്ലോറൻസ് നൈറ്റിംഗേൽ ആണ്. അന്താരാഷ്ട്ര നേഴ്സസ് ദിനം എന്താണ്? മെയ് 12. ഇപ്പോൾ ഫ്ലോറൻസ് നൈറ്റിംഗേലിന്റെ ബർത്ത്ഡേ ആയിട്ട് വരുന്നത് മെയ് 12, 1820 ആണ്. അപ്പോൾ ആ മെയ് 12 ഈ ഒരു നേഴ്സസ് ദിനം, അന്താരാഷ്ട്ര നേഴ്സസ് ഡേ ആയിട്ട് ആചരിക്കുന്നത്. അപ്പോൾ ഈ 2025 തീം നമ്മൾ നേരത്തെ കണ്ടിരുന്നു. ആ തീം നമുക്ക് ഒന്നുകൂടെ നോക്കാം. അവർ നേഴ്സസ്, അവർ ഫ്യൂച്ചർ, കെയറിംഗ് ഫോർ നേഴ്സസ്, സ്ട്രെങ്തൻ ഇക്കോണമീസ്. അതായത് നമ്മുടെ നേഴ്സുമാര്, നമ്മുടെ ഭാവി, നേഴ്സുമാരെ പരിപാലിപ്പിക്കുന്നത്, സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത്. ശരിയല്ലേ? കൊറോണ വന്ന സമയത്ത് ആരാണ് ഏറ്റവും കൂടുതൽ സേവനങ്ങൾ ചെയ്തത്? നേഴ്സുമാർ തന്നെയാണ്. അപ്പോൾ അത് ക്യൂർ ആയതോടെയാണ് പിന്നീട് സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുന്നത്. അപ്പം നേഴ്സുമാരെ പരിപാലിക്കുന്നത് സമ്പദ് വ്യവസ്ഥയെ ശക്തിപ്പെടുത്തുന്നത് പറഞ്ഞാൽ വളരെയധികം ശരിയാണ് അല്ലെ? രോഗങ്ങൾ ഇല്ലാതായാൽ മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ആ ഒരു എക്കോണമി വളരുള്ളൂ അല്ലെ? ഇപ്പം നിങ്ങൾക്ക് അസുഖമുണ്ട്, നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു 100 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഇവിടെ ഒരു 300 രൂപ ഉണ്ടെന്ന് വിചാരിക്കുക. 300 രൂപ നിങ്ങളിലുണ്ട്. നിങ്ങൾക്ക് അസുഖം ഉണ്ടെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങൾ ഈ പൈസ എല്ലാം കൊണ്ട് ആശുപത്രിയിൽ ചെന്ന് മരുന്ന് വാങ്ങും. പക്ഷെ അതേസമയം നിങ്ങൾക്ക് അസുഖമൊന്നും ഇല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും? നിങ്ങളൊരു കുഴിമന്തി വാങ്ങി കഴിക്കും അല്ലേ? അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾ വാങ്ങും. അപ്പം അതാണ് അതിൻ്റെ ഒരു ബേസ്. ഇതൊരു എക്കണോമിക്സ് ആണ്. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു വന്നപ്പോൾ നിങ്ങളോട് അതിൻ്റെ കാര്യമൊന്നും ഞാൻ പറഞ്ഞേ ഉള്ളൂ. അപ്പം ഇതാണ് അതിൻ്റെ ഒരു അർത്ഥം വരുന്നത്. ശരി. അപ്പം ഇനിയും നിങ്ങൾ മറന്നുപോയല്ലോ, ഇനി ഇത് കാണാപ്പാടം പഠിക്കണ്ടല്ലോ ഈ ഒരു തീം. ഓക്കെ. ഇനി നമുക്ക് അവരുടെ പ്രധാന സംഘടനകൾ നോക്കാം. അപ്പം നമ്മൾ നോക്കുന്നതിൽ ഏറ്റവും ആദ്യ സംഘടനയാണ് ഇത് ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് ദ റെഡ് ക്രോസ്. ഇന്റർനാഷണൽ കമ്മിറ്റി ഓഫ് റെഡ് ക്രോസ് നമ്മൾ നേരത്തെ കണ്ടു അല്ലെ? ജീൻ ഡ്യൂനന്റെ നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ? റെഡ് ക്രോസിന്റെ സ്ഥാപകൻ എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ ഇതെന്താണ്? ഈ സംഘടന ഏതാണ് നമുക്ക് നോക്കാം. ഈ സംഘടനയെ പറ്റി കുറച്ച് കാര്യങ്ങൾ നമുക്കൊന്ന് മനസ്സിലാക്കാം. ഇതെന്താണ്? ഒരു ഹ്യൂമാനിറ്റേറിയൻ ഓർഗനൈസേഷൻ അഥവാ മനുഷ്യത്വ സംഘടന അല്ലെ? എല്ലാവർക്കും സഹായം ചെയ്യുന്ന ആതുര സേവനങ്ങൾ അല്ലെങ്കിൽ അതിനു വേണ്ടി നിൽക്കുന്ന സംഘടനയാകുമ്പോൾ അതിന് മാനുഷിക സംഘടന നമുക്ക് കാണാം. ശരി. അതിന്റെ രൂപീകരണം എന്താണെന്ന് ചോദിച്ചാൽ 1863 ഫെബ്രുവരി 17 അത് രൂപീകരിച്ചത്. പിന്നെ ഇതിന്റെ ആസ്ഥാനം എവിടെയാണ്? ആസ്ഥാനം നിങ്ങൾ ഓർമ്മ വെക്കണം. ആസ്ഥാനം എവിടെയാണ്? സ്വിറ്റ്സർലൻഡ് ജനീവയിലാണ് കേട്ടോ. സ്വിറ്റ്സർലൻഡിലെ ജനീവയിലാണ് അതിന്റെ ആസ്ഥാനം വരുന്നത്. അതിന് 3 തവണ നൊബേൽ സമ്മാനം കിട്ടിയിട്ടുണ്ടെന്നുള്ള കാര്യം ഒന്ന് ഓർത്തോളുക. അപ്പൊ ഇല്ലേ 1917 1944 നിങ്ങൾക്ക് അറിയാലോ ഇതിന്റെ പ്രത്യേകതകൾ എന്താണ്? ഇത് 1-ാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു സമയമാണ് 1917. 1944 എന്ന് പറഞ്ഞാൽ 2-ാം ലോക മഹായുദ്ധം നടക്കുന്ന ഒരു സമയമാണ്. ഓക്കെ. അപ്പം ഈ 2 ഡേറ്റ് അങ്ങനെ വരുന്നതാണ്. ആ ഒരു ലോക മഹായുദ്ധത്തോടനുബന്ധിച്ച് വരുന്നതാണ്. 1963 പിന്നീട് വരുന്ന ഒരു ഡേറ്റ്. ഓക്കെ. പിന്നെ എന്താണ് ഇത് ഈ ഒരു IFRC ആയിട്ട് മാറുന്നത്? ഇപ്പൊ നമ്മൾ നേരത്തെ കണ്ടതാണ്. ഈ ICRC എന്നുള്ളത് IFRC ആയിട്ട് മാറുന്നത് എന്താന്ന് ചോദിച്ചാൽ 5 മെയ് 1919. അപ്പൊ ഇതിനിടയിൽ തന്നെ എന്ത് മാറുന്നുണ്ട്? ഈ ഒരു റെഡ് ക്രോസ് എന്ന റെഡ് ക്രസന്റ് എന്നൊരു ഓർഗനൈസേഷൻ കൂടെ ആവുന്നുണ്ട്. നിങ്ങൾ പഠിക്കേണ്ട, ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു എന്നേ ഉള്ളൂ. റെഡ് ക്രോസ് എന്ന് പറഞ്ഞാൽ അതൊരു ക്രിസ്ത്യൻ മെജോറിറ്റി ഏരിയ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഏരിയകളിൽ സേവനം ചെയ്യുന്നതാണ്. റെഡ് ക്രസന്റ് എന്ന് പറഞ്ഞാൽ ഒരു മുസ്ലിം മെജോറിറ്റി ഉള്ള അങ്ങനെയുള്ള രാജ്യങ്ങളിൽ ഇപ്പോൾ ഇസ്താൻബുളിലൊക്കെ പോലെ ഇപ്പോൾ എനിക്ക് 1906 തോന്നുന്നു. അന്ന് ആണ് ആ ഒരു സമയത്താണ് ഇതിനെ റെഡ് ക്രസന്റ് എന്ന രീതിയിൽ മാറ്റുന്നത്. ഇസ്താൻബുളിൽ എന്തോ സേവനം ചെയ്യുന്ന സമയത്ത്, തുർക്കിയിൽ സേവനം ചെയ്യുന്ന സമയത്തായതായിട്ടാണ് എൻ്റെ ഒരു ഓർമ്മ. നിങ്ങൾ പഠിക്കേണ്ട ആവശ്യമില്ല, ഞാൻ നിങ്ങളോട് അങ്ങനെ ഒരു ബാക്ക് സ്റ്റോറി ഉണ്ടെന്ന് ഞാനൊന്ന് ഓർമ്മിപ്പിച്ചതേ ഉള്ളൂ. അപ്പം 1919 ഈ ഒരു ICRC IFRC ആയിട്ട് മാറുന്നത്. അതുപോലെ 2025 റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം, 2025 റെഡ് ക്രോസ് ദിനത്തിന്റെ പ്രമേയം എന്താണെന്ന് ചോദിച്ചാൽ എന്താണ്? മനുഷ്യത്വത്തെ സജീവമായി നിലനിർത്തുക എന്നതാണ് അതിന്റെ പ്രമേയമായിട്ട് വരുന്നത്. ഓക്കെ. അപ്പൊ നിങ്ങൾ ആ കാര്യങ്ങൾ വ്യക്തമാണ് എന്ന് മനസ്സിലാവുന്നു. നമുക്ക് ഇനിയിപ്പോൾ അടുത്ത സ്ലൈഡിലൂടെ നമ്മൾ പോവാണ്. അതാണ് സെന്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ കേട്ടോ. സെന്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ ഇത് ഇംഗ്ലണ്ടിൽ രൂപീകൃതമായ ഒരു അസോസിയേഷൻ ആണ്. 1877 1857 കലാപം അല്ലെ? 1857 റിവോൾട്ട് ഒക്കെ നടക്കുന്ന ആ ഒരു വർഷമാണ് 1857. അതിനോട് 20 വർഷം കഴിയുമ്പോൾ 1877.
ഇപ്പോൾ ഡേറ്റ്സ് ഒക്കെ പഠിക്കുമ്പോൾ നിങ്ങൾ ആ രീതിയിലൊന്നും ഓർമ്മിക്കുക. ഞാൻ യൂസ് ചെയ്യുന്ന ടെക്നിക്ക് ഇതാണ് കേട്ടോ. ഡേറ്റ്സ് ഒക്കെ പഠിക്കാൻ ഞാൻ ഉപയോഗിക്കുന്ന രീതി ഇതാണ്. ഈ ഒരു രീതിയിലാണ് ഞാൻ കണക്ട് ചെയ്യുന്നത്. എനിക്കത് എളുപ്പമാണ്. ചിലപ്പം നിങ്ങൾക്ക് എളുപ്പമാണെങ്കിൽ നിങ്ങളത് ഫോളോ ചെയ്യുക, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ സ്വീകാര്യമായിട്ടുള്ള സൗകര്യമായിട്ടുള്ള രീതി വെച്ചാൽ നിങ്ങൾ ആ രീതിയിൽ ഫോളോ ചെയ്തോളാം. ഓക്കെ, ഇപ്പോൾ 1877 എന്ത് ചെയ്യുന്നു? ഈ ഒരു സെൻറ്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ രൂപീകൃതമാവുകയാണ്. അത് എന്തിനു വേണ്ടി രൂപീകൃതമായി എന്ന് ചോദിച്ചാൽ പൊതുജനങ്ങൾക്ക് പ്രഥമ ശുശ്രൂഷയെക്കുറിച്ച് സംഘടിതവും വ്യാപകവുമായ പരിശീലനം നൽകുന്നതിന് വേണ്ടിയിട്ട് രൂപീകൃതമായതാണ് ഈ ഒരു അസോസിയേഷൻ. ഓക്കെ, അപ്പം സാധാരണക്കാരിലേക്ക് ഈ ഒരു ഫസ്റ്റ് എയ്ഡിൻ്റെ കാര്യങ്ങളും ഫസ്റ്റ് എയ്ഡിൻ്റെ ഇമ്പോർട്ടൻസും ഫസ്റ്റ് എയ്ഡിൻ്റെ പരിശീലനവും എല്ലാം നൽകിക്കൊണ്ട് വന്ന ഒരു സംഘടനയാണ്. ഇംഗ്ലണ്ടിലാണ് വന്നതെന്നാണ് 1877 എന്നൊരു കാര്യം ഒന്ന് ഓർത്താൽ മതി. ഇതിൽ നിന്ന് ചോദ്യങ്ങളൊന്നും വന്നിട്ടില്ല കേട്ടോ. ഇപ്പോൾ ഈ പറയുന്ന ഈ നമ്മുടെ സിലബസിലുണ്ട്, ഈ സിലബസിൽ ഈ പോർഷൻസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇതുവരെ ചോദ്യങ്ങളൊന്നും വന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ഓക്കെ, ഇനി അടുത്താണ് നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് ലോകാരോഗ്യ സംഘടന അഥവാ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പം ആഗോള ആരോഗ്യ അടിയന്തര തയ്യാറെടുപ്പിൻ്റെ ഭാഗമായി പ്രഥമ ശുശ്രൂഷ പ്രോത്സാഹിപ്പിക്കുന്നു. ഇപ്പോൾ ഗ്ലോബൽ ഹെൽത്ത് എമർജൻസി പ്രിപ്പയർഡ് എന്നാണ് എൻ്റെ പ്രോപ്പർ ആ ഒരു വാക്ക്. അതിൻ്റെ ഒരു തർജ്ജമയായിട്ട് വരുന്നതാണ് ഈ പറഞ്ഞ ആഗോള ആരോഗ്യ അടിയന്തര തയ്യാറെടുപ്പ്. ഓക്കെ, ഇതിൻ്റെ ആസ്ഥാനം എവിടെയെന്ന് ചോദിച്ചാൽ എവിടെയാണ്? സ്വിറ്റ്സർലൻഡിലാണ്, ജനീവയിലാണ് കേട്ടോ. ഇതും സ്വിറ്റ്സർലൻഡിലാണ്, ജനീവയിലാണ്. നമ്മൾ നേരത്തെ എന്ത് കണ്ടു? റെഡ് ക്രോസ് ഉണ്ട്. റെഡ് ക്രോസ് എവിടെയാണ് വരുന്നത്? സ്വിറ്റ്സർലൻഡിലാണ്, ജനീവയിലാണ്. അതുപോലെ നമ്മൾ ആ ഒരു ആംബുലൻസ് അസോസിയേഷൻ ഉണ്ട് അല്ലേ, സെൻറ്റ് ജോൺസ് ആംബുലൻസ് അസോസിയേഷൻ, അത് ഇംഗ്ലണ്ടിലാണ് വരുന്നത്. അപ്പം ഇത് സ്ഥാപിതമായത് എന്നാന്ന് ചോദിച്ചാൽ അപ്പം അതിൽ റെഡ് ക്രോസ് ഇന്ത്യയിലും ഉണ്ട് കേട്ടോ. റെഡ് ക്രോസ് ഇന്ത്യയിലും ഉണ്ട്. 1920 റെഡ് ക്രോസ് ഇന്ത്യ ആക്ട് വെച്ചിട്ട് പാസ്സായതാണ്. അതിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നത് ഡൽഹിയിലാണ്, ന്യൂ ഡൽഹിയിലാണ് വരുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ. അപ്പോൾ ഈ വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ സ്ഥാപിതമായത് എന്ന് ചോദിച്ചാൽ അത് നിങ്ങൾ 1948 ഏപ്രിൽ 7. 1947 നമുക്ക് എന്ത് കിട്ടുന്നത്? നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് അല്ലേ. അതിൻ്റെ അടുത്ത ദിവസം അതിൻ്റെ അടുത്ത വർഷം വന്നാണ് ഓർത്താൽ മതി, 1948. അതുപോലെ ഏപ്രിൽ 7 എന്ന് പറഞ്ഞത് എന്താണ്? അത് ലോകാരോഗ്യ ദിനം. ലോകാരോഗ്യ ദിനവും ഈ ഏപ്രിൽ 7. അപ്പോൾ ലോകാരോഗ്യ ദിനം നിങ്ങൾ പഠിച്ചതിൻ്റെ സ്ഥാപിതമായ ഡേറ്റും നിങ്ങൾക്ക് കിട്ടും. അതുപോലെ ആ ഒരു വർഷം ഓർത്ത് വെക്കണമെങ്കിൽ ഇത് ഈ ഒരു രീതിയിൽ ഓർത്താൽ മതി. 1947 നമുക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നു. അതിൻ്റെ അടുത്ത വർഷം എന്ത് വരുന്നു? ലോകാരോഗ്യ സംഘടന വരുന്നു. അതുപോലെ 2025 ലോകാരോഗ്യ ദിനത്തിൻ്റെ പ്രമേയം എന്താണ്? ആരോഗ്യകരമായ തുടക്കം, പ്രതീക്ഷാജനകമായ ഭാവി എന്നാണ്. ഹെൽത്തി ബിഗിനിങ്, ഹോപ്പ്ഫുൾ ഫ്യൂച്ചർ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു പ്രമേയമായിട്ട് വരുന്നത്. നമുക്ക് 2024 കൂടെ നോക്കാം. 2024 അതിൻ്റെ പ്രമേയം എന്ന് വെച്ചാൽ എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നാണ്. എൻ്റെ ആരോഗ്യം എൻ്റെ അവകാശം എന്നതാണ്. അത് മൈ ഹെൽത്ത് മൈ റൈറ്റ്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ലോകാരോഗ്യ ദിനം എന്നാണെന്ന് നിങ്ങൾക്ക് പിടികിട്ടിയല്ലോ. ഏപ്രിൽ 7. ഏപ്രിൽ 7 നിങ്ങൾക്ക് ഓർമ്മയിലുണ്ട്. ശരി, വന്ന വർഷം ഏതാണ്? സ്വാതന്ത്ര്യം കിട്ടിയ അടുത്ത വർഷം അല്ലേ, 1948. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യം നിങ്ങൾക്ക് ഓർമ്മയിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ഒരു കാര്യം കൂടെ, ലോകാരോഗ്യ സംഘടനയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ജനറൽ ആരാണെന്ന് ചോദിച്ചാൽ ആരാണ്? ടെഡ്രോസ് അഡ്നോം ഗബ്രിയേസിസ്. നമ്മൾ അഡാനി എന്നൊക്കെ ഓർത്താൽ മതി. ഒരു വർഷം ഒരു വീക്കൽ എക്സാമിന് നമുക്ക് വേണമെങ്കിൽ ഇത് അഡാനി എന്നൊക്കെ നമുക്കൊന്ന് ഓർത്ത് വെച്ച് വേണമെങ്കിൽ കണക്ട് ചെയ്യാം. അദനോം എന്നാണ്, ADNOM എന്നൊക്കെ വരുള്ളൂ. ഓക്കെ, അപ്പം ടെഡ്രോസ് അദനോം ഗബ്രിയേസിസ് കേട്ടോ. ടെഡ്രോസ് അദനോം ഗബ്രിയേസിസ്. അപ്പം ലോകാരോഗ്യ പുള്ളി എത്യോപ്യ എന്നുള്ള ആളാണ്. അതുപോലെ 2027 വരെ ആളുടെ ടെന്യൂർ ഉണ്ട്. 2027 വരെ ഉണ്ട്. അപ്പോൾ ഇതിപ്പോൾ പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 2027 വരെ ഉപകരിക്കും. നിങ്ങളിപ്പം ഫയർമാൻ പാസ് ആയതിനു ശേഷം നിങ്ങൾ ഡിഗ്രി എക്സാംസ് ഒക്കെ എഴുതുമ്പോഴും നിങ്ങൾക്ക് ഈ അറിവ് ഉപകാരപ്പെടും. 2027 വരെ അദ്ദേഹം ഉണ്ട്. ഓക്കെ, ഇനി നമുക്ക് ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നമുക്ക് നോക്കാം. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി നമ്മൾ നേരത്തെ പറഞ്ഞു അല്ലേ. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആക്ട് 1920 പ്രകാരമാണ് അത് സ്ഥാപിതമാവുന്നത് നമ്മൾ പറഞ്ഞു. അതുപോലെ ഈ നിയമം അവസാനമായി ഭേദഗതി ചെയ്തത് 1992 കേട്ടോ. 1992 ഈ നിയമം അവസാനമായി ഭേദഗതി ചെയ്ത് നിയമങ്ങൾ 1994 രൂപീകരിച്ചു. അത് ഇത്ര നിങ്ങൾ ഓർക്കണ്ട. ഇന്ത്യൻ റെഡ് ക്രോസ് സൊസൈറ്റി ആക്ട് 1920 സ്ഥാപിതമായി എന്നൊരു കാര്യം നിങ്ങൾ അവിടെ ഓർത്താൽ മതി. ഇതിൻ്റെ സ്ഥാപകനെ ഒന്ന് വേണമെങ്കിൽ ഓർമ്മ വെച്ചോ. സർ ക്ലോഡ് ഹാമിൽട്ടൺ ഹില്ലാണ്, അല്ലെങ്കിൽ സർ ക്ലോഡ് ഹില്ലാണ്. അന്നത്തെ വൈസ്രോയുടെ എക്സിക്യൂട്ടീവ് കൗൺസിൽ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ആ ഒരു റെക്കമെൻഡേഷൻ ആ ഒരു ഇതും പ്രകാരമാണ് ഇത് സ്ഥാപിതമാവുന്നത്. അപ്പോൾ സർ ക്ലോഡ് ഹില്ലാണ് ആ ഒരു വ്യക്തി. സ്ഥാപിതമായ വർഷം 1920, ആസ്ഥാനം ന്യൂഡൽഹി. ഇത് രണ്ടും നിങ്ങൾ ഓർമ്മ വെച്ചോളൂ. വേറൊന്നും നിങ്ങൾ ഓർക്കണ്ട, ബാക്കിയൊന്നും നിങ്ങൾ ഓർക്കണ്ട. ഇത് രണ്ടും ഒന്ന് ഓർമ്മ വെച്ചു. സ്ഥാപിതമായത് 1920, ആസ്ഥാനം ന്യൂഡൽഹി. ശരി, ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് ഈ ഒരു ഫസ്റ്റ് എയ്ഡുമായിട്ട് ബന്ധപ്പെട്ട ചില നിയമങ്ങൾ ഇതോടെ കൊണ്ട് നമുക്ക് തീരും കേട്ടോ. ഇതോടെ കൊണ്ട് തീരും. ടൈമിന് ഇച്ചിരി കൂടുതലായിട്ടുണ്ടെന്ന് അറിയാം, പക്ഷെ നമുക്ക് ഇതോടെ കൊണ്ട് നമുക്ക് തീർക്കാം.
അപ്പം ഇതിനകത്ത് ഒരു ചില നിയമം അല്ലെങ്കിൽ ഗൈഡ് ലൈനുകൾ തരുന്ന കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നോക്കുന്നത്. ഒന്ന് ഫാക്ടറീസ് ആക്ട് 1948. അപ്പം ഈ ആക്ട് അല്ലെങ്കിൽ ഇതിന്റെ സെക്ഷൻ 45 എന്താണ് പറയുന്നതെന്ന് വെച്ചാൽ ഓരോ 150 വ്യക്തികൾക്കും ഓരോ 150 വ്യക്തികൾക്കും ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എന്ന കണക്കിൽ ഓരോ ഫാക്ടറിയിലും ഫസ്റ്റ് എയ്ഡ് ബോക്സുകൾ ഉണ്ടായിരിക്കണം എന്നാണ് ഈ ഒരു ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത്. അതായത് ഓരോ 150 വ്യക്തികൾക്കും എന്തുണ്ടായിരിക്കണം, ഏറ്റവും കുറഞ്ഞത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത്. അതുപോലെ തന്നെ നിർബന്ധമായും അവിടുത്തെ തൊഴിലാളികൾക്ക് ഇതിന്റെ ട്രെയിനിങ് കിട്ടിയിരിക്കണം എന്നതും പറയുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് ഫാക്ടറീസ് ആക്ട് 1948 പറയുന്നത്. അതിന്റെ സെക്ഷൻ 45 വെച്ചിട്ടാണ് എന്നൊരു കാര്യം ഓർക്കുക. സെക്ഷൻ 45 വെച്ചിട്ട് എന്താണ് പറയുന്നത്, 150 വ്യക്തികൾക്ക് ഏറ്റവും ചുരുങ്ങിയത് ഒരു ഫസ്റ്റ് എയ്ഡ് ബോക്സ് എങ്കിലും ഉണ്ടായിരിക്കണം എന്നാണ് പറയുന്നത്. ഓക്കെ, പിന്നെ പറഞ്ഞാണ് ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് കേട്ടോ. ബിൽഡിംഗ് ആൻഡ് അതർ കൺസ്ട്രക്ഷൻ വർക്കേഴ്സ് ആക്ട് 1966. ഇതെന്താ പറഞ്ഞത്, മാൻഡേറ്റ് ഫസ്റ്റ് എയ്ഡ് ഫെസിലിറ്റീസ് ആൻഡ് ട്രെയിൻ പേഴ്സണൽ അറ്റ് കൺസ്ട്രക്ഷൻ സൈറ്റ് ഓൾസോ ഇൻക്ലൂഡ് പ്രൊവിഷൻ ഫോർ സേഫ്റ്റി എക്യുപ്മെന്റ്. അതായത് ഈ ഒരു ആക്ട് പറഞ്ഞത് ഇത് തന്നെയാണ്. അതായത് നിർബന്ധമായിട്ടുള്ള ഒരു ഫസ്റ്റ് എയ്ഡ് സൗകര്യങ്ങൾ, അതുപോലെ തന്നെ ഇതിൽ അറിവുള്ള വ്യക്തികളും എവിടെ ഉണ്ടായിരിക്കണം, കൺസ്ട്രക്ഷൻ സൈറ്റുകളിൽ ഉണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത്. എത്രത്തോളം പാലിക്കപ്പെടുന്നുണ്ടെന്നറിയില്ല, പക്ഷെ ഇതിന്റെ നിയമം അനുശാസിക്കുന്നത് ഇങ്ങനെയാണ്. അതുപോലെ ഇന്ത്യൻ മൈൻസ് ആക്ട് 1952. ഇന്ത്യൻ മൈൻസ് ആക്ട് 1952 പറഞ്ഞത് ഫസ്റ്റ് എയ്ഡ് റൂമുകൾ അതുപോലെ എന്താണ് ട്രെയിൻഡ് ഫസ്റ്റ് എയ്ഡേഴ്സ്, അതായത് ഇതിനെപ്പറ്റി അറിവുള്ള ആ ഒരു ഫസ്റ്റ് എയ്ഡിന്റെ നോളജ് ഉള്ള എംപ്ലോയീസോ അല്ലെങ്കിൽ ആളുകളോ അവിടെ ഉണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത്. ഫസ്റ്റ് എയ്ഡ് റൂമുകളും അതുപോലെ ഇതിന്റെ നോളജ് ഉള്ള എംപ്ലോയീസും ഉണ്ടായിരിക്കണം എന്നതാണ് പറയുന്നത് കേട്ടോ. അത് ഇന്ത്യൻ മൈൻസ് ആക്ട് ആണ്. നിങ്ങൾ ആക്ടുകളുടെ പേരൊന്നും ഓർമ്മ വെച്ചോളൂ, ഇന്ത്യൻ ആക്ടുകളാണ് വരുന്നത് എന്നൊന്ന് ഓർമ്മയിൽ വെച്ചോളുക. ഓക്കെ, ഇത് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചുമതല ഈ ഇന്ത്യൻ മൈൻസ് ആക്ട് 1952 പ്രകാരം ഇതെല്ലാം മെയിൻറ്റെയിൻ ചെയ്യാനുള്ള ചുമതല ആർക്കാണെന്ന് ചോദിച്ചാൽ അത് മൈൻ ഓപ്പറേറ്റർക്കാണ്. പിന്നെ അടുത്ത വരുന്നതാണ് ഗുഡ് സമരിറ്റൻ ലോ. ഇപ്പോൾ സുപ്രീം കോർട്ട് ഗൈഡ് ലൈൻ 2016. നമ്മൾ ക്ലാസ്സിന്റെ ആ ഒരു ആദ്യത്തെ സ്ലൈഡുകൾ പറയുന്നതിന് ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞിരുന്നു അല്ലെ, ബൈസ്റ്റാൻഡർ ആയിട്ട് പോകുന്നതിൽ ആർക്ക് തടസ്സം ഉണ്ടാകാൻ പാടില്ല, ഫസ്റ്റ് എയ്ഡ് കൊടുക്കുന്ന ആൾക്കോ രക്ഷിക്കുന്ന ആൾക്കോ ഒന്നും തടസ്സം ഉണ്ടാകാൻ പാടില്ല. അപ്പൊ അവർക്ക് വേണ്ടിയിട്ട് എന്ത് വേണം നമ്മൾ പറഞ്ഞിരുന്നു, ഈ ഒരു ഗുഡ് സമരിറ്റൻ ലോ അല്ലെ, അവർക്ക് വേണ്ടിയിട്ട് സുപ്രീം കോർട്ട് കൊണ്ടുവന്ന കുറച്ച് ഗൈഡ് ലൈൻ ആണ് ഈ ഗുഡ് സമരിറ്റൻ ലോ എന്നൊരു കാര്യം നമ്മൾ അവിടെ പറഞ്ഞിരുന്നു. ഓക്കെ, അതായത് അവർക്ക് പോലീസിൽ നിന്നോ അല്ലെങ്കിൽ നിയമപരമായിട്ടോ എന്തെങ്കിലും ഉപദ്രവങ്ങൾ കാര്യങ്ങൾ ഏൽക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഈ ഒരു രക്ഷിക്കുന്ന ആളുകൾക്കോ ബൈസ്റ്റാൻഡർക്കോ ഒക്കെ അങ്ങനെ ഒരു ഉപദ്രവം കാര്യങ്ങൾ ഏൽക്കുന്നത് തടയുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു നിയമം 2016 കൊണ്ടുവരുന്നത്. അതാണ് ഗുഡ് സമരിറ്റൻ ലോ ആണ്. അടുത്ത് വരുന്നതാണ് എന്താണ്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് കേട്ടോ. ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻ കോഡ് 2022. അപ്പൊ ഇതിന് മുന്നത്തെ ലേബർ ലോകൾ എല്ലാം കമ്പൈൻ ചെയ്തുകൊണ്ട് എല്ലാം കൺസോളിഡേറ്റ് ചെയ്തുകൊണ്ട് എന്താണ് വരുന്ന എംപ്ലോയീസിന് ഈ ഒരു ഫസ്റ്റ് എയ്ഡ് വർക്ക് പ്ലേസിൽ ഓക്കെ ഫസ്റ്റ് എയ്ഡ് അതുപോലെ അവരുടെ ഹെൽത്ത് ഇതിൻ്റെ എല്ലാം ട്രെയിനിങ് ഇതിൻ്റെ എല്ലാം ഒരു വെൽബീങ്ങിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിട്ടുള്ള ഒരു നിയമം എന്ന് പറഞ്ഞതാണ് എന്ത്, ഒക്യുപ്പേഷണൽ സേഫ്റ്റി ഹെൽത്ത് ആൻഡ് വർക്കിംഗ് കണ്ടീഷൻസ് കോഡ് 2020 കേട്ടോ. അപ്പം ഇത്രയും കാര്യങ്ങളൊന്ന് ഓർമ്മ വെക്കുക. ആക്ട് ഇതിനകത്തില്ല, പക്ഷേ ഞാൻ അത് എക്സ്ട്രാ നിങ്ങൾക്ക് ആഡ് ചെയ്തതാണ്. ആക്ട് നിങ്ങളുടെ സിലബസിൽ പറയുന്നില്ല, പക്ഷേ ഞാൻ അത് എക്സ്ട്രാ ആയിട്ട് ആഡ് ചെയ്തതാണ്. എങ്ങനെ ക്വസ്റ്റ്യൻ വന്നാൽ നിങ്ങളൊന്ന് കുരുക്കണമെങ്കിൽ അല്ലെങ്കിൽ ഒന്ന് വിഷമിപ്പിക്കണമെങ്കിൽ ഇതുവരെ ക്വസ്റ്റ്യൻസ് വന്നാൽ നിങ്ങളോട് പതറാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാനത് എക്സ്ട്രാ ആഡ് ചെയ്തേക്കുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പം ഇന്നത്തെ ക്ലാസ് ഇത്രേ ഉള്ളൂ. കുറച്ച് സമയം വൈകിട്ടുണ്ട്, പക്ഷെ നിങ്ങൾ ക്ലാസ്സുകൾ ഇനി വരുന്ന ക്ലാസ് ഇനി ഒരു 2 ക്ലാസ് അല്ലെങ്കിൽ ഒരു 3 ക്ലാസ് മാക്സിമം ആണ്, ഒരു 3 ക്ലാസ് കൂടി ഇനി വേണ്ടതുള്ളൂ. അല്ലെങ്കിൽ 2 ക്ലാസ് കൊണ്ട് തന്നെ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ ഒരു ഫസ്റ്റ് എയ്ഡ് എന്നൊരു ചാപ്റ്റർ നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക, നല്ല രീതിയിൽ ആരോഗ്യമൊക്കെ സംരക്ഷിച്ച് പ്രോപ്പറായിട്ട് വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. ഇപ്പോൾ എക്സാമിന് ടെൻഷൻ ആയതുകൊണ്ട് ഭക്ഷണം കഴിക്കാതെ ഒന്നും ഇരിക്കരുത്, പഠിക്കണം നന്നായിട്ട്. അതുപോലെ നമ്മുടെ ഹെൽത്തും നമ്മൾ ഇമ്പോർട്ടൻ്റ് ആയിട്ട് തന്നെ നോക്കണം. അപ്പോൾ നമുക്ക് ഇനി ബാക്കി അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, താങ്ക് യു.